ഇപ്പോൾ റിവിഷൻ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നടത്തുന്നത്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ലെന്തി ക്വസ്റ്റ്യൻസുകളൊന്നുമില്ല. എല്ലാം NCERT ബേസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോഴ്സ് F നീഡഡ് ടു ബ്രേക്ക് എ കോപ്പർ ഓഫ് റേഡിയസ് R. ദ ഫോഴ്സ് നീഡഡ് ടു ബ്രേക്ക് ദ കോപ്പർ വയർ ഓഫ് റേഡിയസ് 2R വിൽ ബി. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്താണ് യങ്സ് മോഡുലസ് വരുന്നത്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡയമെൻഷൻ. അതുപോലെ ബ്രേക്കിംഗ് സ്ട്രെസ്സും ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയലാണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡയമെൻഷൻ. ബ്രേക്കിംഗ് സ്ട്രെസ്സും യങ്സ് മോഡുലസ്. ബട്ട് ബ്രേക്കിംഗ് ഫോഴ്സ് ഏരിയ ഡിപ്പെൻഡബിൾ ആണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു πr². അപ്പോൾ ആദ്യം F പ്രൊപ്പോർഷണൽ ടു R², അടുത്ത് F' പ്രൊപ്പോർഷണൽ ടു 2R ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ F' ഈസ് ഈക്വൽ ടു 4F എന്ന് കിട്ടും. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു R², F' proportional to 2R the whole square, that is F' is equal to 4F. Second question. The speed of airflow on the upper and lower surface of a wing of an aeroplane are V1 and V2. Upper and lower. Upper V1, lower V2. If A is the cross-sectional area of the wing, rho is the density of the air, then the upward lift is. ബെർണോളിസ് തിയറം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മോഷൻ ആണെങ്കിൽ P പ്ലസ് ഹാഫ് റോ V² is equal to a constant. That is for horizontal flow. ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ P പ്ലസ് ഹാഫ് റോ V² പ്ലസ് rho GH is equal to a constant. ഇത് എനർജി പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ നമുക്കറിയാം PV6 പ്ലസ് ഹാഫ് MV² പ്ലസ് MGH ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അത് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ പെർ യൂണിറ്റ് വോളിയത്തിന് ഇതാണ് ജനറലായിട്ടുള്ള ഇക്വേഷൻ. PV പ്ലസ് ഹാഫ് MV² പ്ലസ് MGH ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. ഹൊറിസോണ്ടൽ ഫ്ലോ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പൊട്ടൻഷ്യൽ എനർജിയുടെ ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സെയിം ആണ്. അപ്പോൾ നമ്മൾ P പ്ലസ് ഹാഫ് റോ V² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ P1 പ്ലസ് ഹാഫ് റോ V1² ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2². ഇപ്പോൾ എയറോപ്ലെയിൻ്റെ വിങ്സ് മൊറാർലെസ് ഒരു കോൺവെക്സ് ആണ്. കോൺവെക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ അപ്പർ ആൻഡ് ലോവറിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇവിടെ V1, ഇവിടെ V2. അപ്പർ സൈഡിലൂടെ എയർ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഫാസ്റ്റാണ്. അപ്പോൾ അപ്പർ സൈഡിലുള്ള പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്. ലോവർ സൈഡിലെ വെലോസിറ്റി എയർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് വഴിയുള്ള വെലോസിറ്റി കുറവാണ്. അപ്പോൾ കൈനറ്റിക് എനർജി കുറവാണ്, പ്രഷർ എനർജി കൂടുതൽ. അതുകൊണ്ടാണ് ഒരു അപ്പ് ലിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലോവർ എന്ന് പറയുന്നതും അപ്പറുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പർ V1, ലോവർ എന്ന് പറയുന്നത് V2. അപ്പോൾ അപ്പറിൻ്റെ വെലോസിറ്റി കൂടുതലാണ്. സോ ഹാഫ് റോ V1² മൈനസ് ഹാഫ് റോ V2² ഈസ് ഈക്വൽ ടു P2 മൈനസ് P1. ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ പി എന്ന് പറയുന്നത്. എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോഴ്സാണ്. എ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ദെൻ ദ അപ്വേർഡ് ലിഫ്റ്റാണ്. ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഫോഴ്സാണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടെ ഫോഴ്സ് ചേഞ്ച് ഇൻ പ്രഷർ കണ്ടുപിടിച്ചിട്ടുണ്ട്.
half rho V1 square minus V2 square into A എന്നാണ്. സോ ഫോഴ്സ് അപ്വേർഡ് ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഫോഴ്സാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രഷർ ഇൻറ്റു ഏരിയ. ദാറ്റ് ഈസ് ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഇൻറ്റു എ. സോ ആൻസർ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞു. തെറ്റാതെ എഴുതണം. ഹാഫ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഇൻറ്റു എ. ഡെൽറ്റ പി ഇൻറ്റു എ, that is half rho V1 square minus V2 square into A. Delta P എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രഷറാണ്. ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് ഹാഫ് റോ V2 സ്ക്വയർ. Question number 3. P represents the pressure exerted by the gas and E represents the translational kinetic energy per unit volume. അപ്പോൾ ഇത് പ്രഷർ എക്സെർട്ട് ചെയ്തതാണ് പി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് ഇ എന്ന് പറയും. അതും പെർ യൂണിറ്റ് വോളിയം. പെർ യൂണിറ്റ് വോളിയത്തിലെ പ്രഷർ പി ഇസ് ഈക്വൽ ടു 1/3 NM CRMS സ്ക്വയർ. N ഇൻറ്റു എം ആണ് ടോട്ടൽ മാസ്. സോ പി ഇസ് ഈക്വൽ ടു 1/3 ക്യാപിറ്റൽ M CRMS സ്ക്വയർ. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി 3/2 KT ആണ്, അല്ലെങ്കിൽ 3/2. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 KT, അല്ലെങ്കിൽ ഹാഫ് എം CRMS സ്ക്വയർ. ഹാഫ് എം CRMS സ്ക്വയർ. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു 2/3 E എന്നിട്ട്. ഈ റിലേഷൻ പഠിച്ചു വച്ചിരിക്കണം, അത്യാവശ്യമാണ്. പ്രഷർ പെർ യൂണിറ്റ് വോളിയം 1/3 NM CRMS സ്ക്വയർ, ദാറ്റ് ഈസ് 1/3 M CRMS സ്ക്വയർ. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 1/2 M CRMS സ്ക്വയർ ഇസ് ഈക്വൽ ടു 2/3 E ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഗ്യാസ് ആണ്. പി ഇസ് ഈക്വൽ ടു 2/3 E. Next question. Thermodynamic process, 200 joules of heat is given to a gas and 100 joules of work is done on it. The change in the internal energy of the gas ആണ്. internal എനർജിയുടെ ചേഞ്ച് ആണ്. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വഴി dq is equal to du plus dw. കണ്ടുപിടിക്കേണ്ടത് du ആണ്. is equal to dq minus dw. dq 200 minus work is done on it ആണ്. ഡൺ on it എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ -100 ആണ്. ദാറ്റ് ഈസ് 200 plus 100, that is equal to 300 joule. So answer is 300 joule. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പോസിറ്റീവ് ആണ്, ഓൺ ദ ഗ്യാസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Star S1 emits maximum radiation of wavelength 420 nm and S2 emits a maximum radiation of 560 nm. What is the ratio of the temperature? അപ്പോൾ മാക്സിമം വേവ് ലെങ്തും ടെമ്പറേച്ചറുമാണ് എന്ന് വെച്ചാൽ മാക്സിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്. ആ ലായാണ് നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലാ എന്ന് പറയും. എന്ന് വെച്ചാൽ ലാംഡ എം ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. സോ ലാംഡ M1 T1 ഇസ് ഈക്വൽ ടു ലാംഡ M2 T2. സോ T1/T2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. T1/T2 ഇസ് ഈക്വൽ ടു ലാംഡ M2/ലാംഡ M1. ലാംഡ M2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 560 ഡിവൈഡഡ് ബൈ 420, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4/3 എന്നിട്ട്. അപ്പം നോക്കുക, മാക്സിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്തും ടെമ്പറേച്ചറും തമ്മിലാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലാ എന്ന് പറയും. എന്ന് വെച്ചാൽ ഹോട്ട് ബോഡിന് വരുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാറിന് വരുന്ന ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ അതിനൊക്കെയാണ് നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലാ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Wave equation of two plane waves
traveling in a medium are given by. അപ്പോൾ 1 a sin omega t minus kx, 2 a sin omega t plus kx. എങ്കിൽ they are moving in the opposite direction. Amplitude same ആണ്, phase same ആണ്, but they are moving in the opposite direction. ഇത് omega t minus kx, ഇത് omega t plus kx, moving in the opposite direction. Next question. Two stretched wires ആണ്. Wires A, B, same length, vibrate independently. Radius, density, tension of A are respectively twice those of wire B. അപ്പോൾ 2 വയർ ഉണ്ട് എയും ബിയും. എയുടേത് പറഞ്ഞിട്ടുണ്ട് റേഡിയസ്, ഡെൻസിറ്റി, ടെൻഷൻ ഓഫ് വയർ എ ആർ ടോയ്സ് ദ ബി ആണ്, ബിയുടെ ടോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ റിലേറ്റീവ് ടു ബി ആണ്. സോ ദ ഫ്രീക്വൻസി ഓഫ് എ റിലേറ്റീവ് ടു ദാറ്റ് ഓഫ് ബി. ഫ്രീക്വൻസിയുടെ ഫോർമുല എഫ് പ്രൊപ്പോർഷണൽ ടു 1/L into root of T by mu. mu എന്ന് വെച്ചാൽ ലീനിയർ ഡെൻസിറ്റിയാണ്. ലീനിയർ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ ലെന്ത് ആണ്. മാസ് ബൈ ലെന്ത്. മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ലെന്താണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ എഫ് പ്രൊപ്പോർഷണൽ ടു ലെന്ത് സെയിം ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ റോ എന്നെടുക്കാം. കാര്യം മ്യൂ ഈസ് ഇക്വൽ ടു ലീനിയർ ഡെൻസിറ്റി ആണ് മ്യൂ. മ്യൂ ഈസ് ഇക്വൽ ടു എം ബൈ എൽ ആണ്. എം എന്ന് വെച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ലെന്താണ്. അപ്പം ലെന്ത് ക്യാൻസൽ ചെയ്താൽ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി. അതാണ് നമ്മൾ പൈ ആർ സ്ക്വയർ റോ എന്ന് പറയും. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് എ ബൈ ഫ്രീക്വൻസി ഓഫ് ബി ഈസ് ഈക്വൽ ടു എയുടെ ടെൻഷൻ ബിയുടെ ടോയ്സാണ്. അപ്പോൾ ഇവിടെ ഒരു 2 വരും. അപ്പോൾ ഇവിടെ 2, ഡെൻസിറ്റിയും 2 ആണ്, അത് ക്യാൻസൽ ചെയ്ത്. പിന്നെ 1/r സ്ക്വയർ ആണ് എന്ന് വെച്ചാൽ 1/2r ദ ഹോൾ സ്ക്വയർ. ബാക്കിയെല്ലാം വരുമ്പോൾ താഴെ ഉള്ളതുമായിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ 1/2r ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു 1/2 ആണ്. റൂട്ട് ടി ബൈ പൈ ആർ സ്ക്വയർ റോ രണ്ടായിട്ടിടുമ്പം ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്താൽ റൂട്ട് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ is a list of electromagnetic spectrum and its mode of production. Which one does not match? Electromagnetic waves എന്ന് പറയുമ്പോൾ ഗാമ റേസ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, യു വി ഉണ്ട്, വിസിബിൾ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം പ്രൊഡക്ഷനും ഡിറ്റക്ഷനും വളരെ അത്യാവശ്യമാണ്. NCERT കൊടുത്തിട്ടുണ്ട്, വായിച്ചിരിക്കണം. ഇവിടെ ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ഫിനോമിന വഴി തന്നെ, കറക്റ്റാണ്. അൾട്രാവയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ വഴിയാണ്. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ വഴിയാണ്. ഒരിക്കലും മാഗ്നട്രോൺ വാൾവല്ല. മാഗ്നട്രോൺ വാൾവും ക്ലിസ്ട്രോൺ വാൾവും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ മൈക്രോവേവ്സിൻ്റെ പ്രൊഡക്ഷനാണ്. അടുത്ത് ഇൻഫ്രാറെഡ്, വൈബ്രേഷൻ ഓഫ് ആറ്റം ആൻഡ് മോളിക്യൂൾസ്, കറക്റ്റാണ്. എക്സ്റേസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്സ്റേ ട്യൂബ് വഴി സംഭവിക്കാം. എക്സ്റേ ട്യൂബ്, ദാറ്റ് എക്സ്റേയുടെ ഒരു ട്യൂബാണ് കൂൾജ് ട്യൂബ് എന്ന് പറയും. അപ്പോൾ ഇതും കറക്റ്റാണ്. അടുത്ത് എ ബീം ഓഫ് ordinary unpolarized light passes through a tourmaline crystal C1 and then it passes through another crystal C2 which is oriented such that its plane is parallel to that of C1. The intensity of the emergent ray is I0. Now C2 is rotated by 60 degrees about the ray.
the emergent ray will have the intensity. അപ്പോൾ നോക്കുക, beam of ordinary unpolarized light passes through a tourmaline crystal C1 and then pass through another crystal C2, which is oriented such that its plane is parallel to that of C1. C1-ൻ്റെ parallel ആയിരിക്കും. The intensity of emergent light is I0. Now C2 is rotated by 60 degree about the ray. The emergent ray will have an intensity. ഇപ്പോൾ രണ്ട് പേരാണ് തന്നിരിക്കുന്നത്. ഇതൊരു ടൂർമലൈൻ ക്രിസ്റ്റലാണ്. അൺപോളറൈസ്ഡ് ബീം വരിക. ഇതിവിടെ തരുന്നത് പോളറൈസ്ഡ് ബീമാണ്. ഇതിൻ്റെ ആക്സിസ് ഇതാണ്. അടുത്ത് രണ്ടാമതൊരാൾ ഇവിടെ ഉണ്ട്. അയാളുടെ ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യാൻ ചരിക്കുക 60 ഡിഗ്രിയാണ്. ഇതിന് പുറത്തോട്ട് വരുന്ന ഇൻറ്റൻസിറ്റിയാണ് I0 എന്ന് തന്നിരിക്കുന്നത്. ഈ ഇൻറ്റൻസിറ്റിയാണ് I0. ഇതിൻ്റെ പുറത്ത് വരുന്ന ഇൻറ്റൻസിറ്റി I ഡാഷ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് I എന്നെടുക്കാം, I കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. I കോസ് സ്ക്വയർ തീറ്റ. ഈ I ആണ് I0 എന്ന് തന്നിരിക്കുന്നത്. സോ I0 ഇൻറ്റു തീറ്റ 60 ഡിഗ്രിയാണ്. കോസ് 60 1/2 ആണ്. 1/2 the whole square 1/4. So answer is I0/4. The emergent ray have an intensity. ഇതിന് പുറത്ത് വരുന്ന ആളാണ് I ഡാഷ്. I ഡാഷ് is equal to I cos square theta. ഈ I ആണ് I0 എന്ന് തന്നിരിക്കും. സാധാരണ അങ്ങനെയല്ല തരുന്നത്, ഇവിടെയാണ് I0 തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ I എന്ന് പറയുന്നത് I0/2 ആണ്. കാര്യം അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ വരയ്ക്കുമ്പം രണ്ട് വൈബ്രേഷനെ വരയ്ക്കാറുള്ളൂ. അപ്പോൾ I0 ഇപ്പുറത്ത് വരുമ്പം I0/2. ഈ I0/2 ആണ് ഇവിടെ I0 എന്ന് തന്നെ തന്നിരിക്കുകയാണ്. അപ്പോൾ I എന്ന് പറയുന്ന I0. സോ I ഡാഷ് ഇസ് ഈക്വൽ ടു I കോസ് സ്ക്വയർ തീറ്റ. സോ I0 ഇൻറ്റു 1/4 ഇസ് ഈക്വൽ ടു I0/4. Next question, which of the following vibration transition in hydrogen atom emit photon of highest frequency? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി നടക്കും. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റിൻ്റെ എനർജി ഹൈഡ്രജനിൽ -13.6 ആണ്. രണ്ടാമത്തെ -3.4, മൂന്നാമത്തെ -1.5. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഡിഫറൻസ് കിട്ടുന്നത് ഫസ്റ്റും സെക്കൻഡും തമ്മിലാണ്. അപ്പോൾ 13.6 - 3.4 എന്ന് വെച്ചാൽ അറൗണ്ട് 10.2 കിട്ടുന്നു. അപ്പോൾ 10.2 ഇലക്ട്രോൺ വോൾട്ടാണ് നമുക്ക് ആ രണ്ട് എനർജി ലെവലും തമ്മിൽ. ഇത് n is equal to 1, ഇത് n is equal to 2. ഇത് -13.6 ഇലക്ട്രോൺ വോൾട്ട് -3.4 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 10.2 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന ഇതാണ്. എനർജി ഈസ് ഈക്വൽ ടു h nu ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കിട്ടുന്നതും 2ൽ നിന്നും 1ലോട്ട് വരുമ്പോൾ n2 to 1 ആണ്. The de Broglie wavelength associated with an electron accelerated by a potential of 64 volt. അപ്പോൾ de Broglie wavelength, de Broglie wavelength of charged particle in the formula lambda is equal to h/√2m into ev എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺ ആണെങ്കിൽ 12.27 ആങ്സ്ട്രോം യൂണിറ്റ് ബൈ √v എന്നാണ് കിട്ടുന്നത്. ബൈ √v. √v എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 64 എന്ന് തന്നിട്ടുണ്ട്. √64 8. സോ 12.27 ആങ്സ്ട്രോം യൂണിറ്റ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.53 ആങ്സ്ട്രോം യൂണിറ്റാണ്. 1.53 ആങ്സ്ട്രോം യൂണിറ്റാണ്. ഇവിടെ പക്ഷേ തന്നിരിക്കുന്നത് നാനോമീറ്ററാണ്. അപ്പോൾ 1 ആങ്സ്ട്രോം യൂണിറ്റ് എന്ന് വെച്ചാൽ 1.53 × 10⁻⁻⁻.
So 1.53 into 10 raised to minus 1 into 10 raised to minus 9. 10 raised to minus 9 ആണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. So 0.153 നാനോമീറ്റർ. So answer is 0.153 nanometer. Next question. In fusion, the percentage of mass converted into energy is about. ഫ്യൂഷനിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന, കാരണം നമ്മൾ എടുക്കുന്ന ഫ്യൂഷൻ 1H1 പ്ലസ് 1H1 ആണ്, പ്രോട്ടോൺ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ലാസ്റ്റിൽ വരുന്നത് 2He4 ആണ്. അതിൻ്റെ കൂടെ അറൗണ്ട് 24 MeV എനർജി ലിബറേറ്റ് ചെയ്യും. 24 MeV എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അത്രയും എനർജിയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4 മാസത്തിനാണ് 24 MeV കിട്ടുന്നത്. ഫിഷനിലാണെങ്കിൽ 236 മാസത്തിനാണ് നമുക്ക് 200 MeV കിട്ടുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് മാസിൽ ഫ്യൂഷനിലാണ് എനർജി കൂടുതൽ. കാര്യം 4 മാസത്തിന് അറൗണ്ട് 24 MeV എനർജിയാണ്. അപ്പോൾ പെർ ഒരു ഫ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 1% ഓഫ് മാസ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു എനർജി. പക്ഷേ ഫോർ എ ഫിഷൻ 0.1% ഓഫ് മാസ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു എനർജി. വെൻ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്. ഫോർവേഡ് ബയസ് ആയാൽ സംഭവിക്കുന്ന ബാരിയറിൻ്റെ തിക്നെസ് കുറയും. ബാരിയറിൻ്റെ തിക്നെസ് കുറഞ്ഞ് ഫർദറായിട്ട് ഡിഫ്യൂഷൻ നടക്കും. അതാണ് ഫോർവേഡ് ബയസിൽ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ബോത്ത് ദ ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ബാരിയർ ഹൈറ്റ് ആർ റെഡ്യൂസ്ഡ് ആണ്. ബാരിയർ രണ്ട് സൈഡും എന്ത് എലിമിനേറ്റ് ചെയ്തു പോകും ഫോർവേഡ് ബയസിൽ. കാര്യം പീക്കകത്തിരിക്കുന്ന ബാരിയർ എന്ന് പറയുന്നത് നെഗറ്റീവും എന്നിൻ്റെ അകത്തിരിക്കുന്ന ബാരിയർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ പിക്ക് പോസിറ്റീവും എന്നിന് നെഗറ്റീവും കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫോർവേഡ് ബയസിങ് എന്ന് പറയും. അപ്പോൾ ഫോർവേഡ് ബയസിങ്ങിൽ ബാരിയർ എലിമിനേറ്റ് ചെയ്യും, അങ്ങനെ ഫർദർ ഡിഫ്യൂഷൻ നടക്കും. റിവേഴ്സ് ബയസിങ്ങിലാണെങ്കിൽ ബാരിയറിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കത്തില്ല എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടി എളുപ്പത്തിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കത്തില്ല. Next question. A thin copper wire of length L increase in length by 1% when heated from T1 to T2. What is the percentage change in area when the copper plate have dimension 10L into 2L is heated from T1 to T2 ആണ്. സോ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ലെന്ത് തന്നിട്ടുണ്ട്. ഡെൽറ്റ L by L into 100 is equal to 1%. ഏരിയ തന്നിട്ടുണ്ട് 10L into 2L, ദാറ്റ് ഈസ് 20L സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ A by A into 100 is equal to 20 കോൺസ്റ്റൻ്റ് ആണ്. എല്ലിനാണ് എറർ സംഭവിക്കുന്നത്. അപ്പോൾ 2 into ഡെൽറ്റ L by L into 100. ഡെൽറ്റ L by L into 100 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1%. സോ ആൻസർ ഈസ് 2%. ആൻസർ കിട്ടുന്നത് 2%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആവറേജ് ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ. ആവറേജ് ആക്സലറേഷനാണ്. അപ്പോൾ ആവറേജ് എടുക്കുമ്പം നമുക്കറിയാം ടോട്ടൽ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. അതാണ് നമ്മൾ ആവറേജ് എടുക്കുന്നത്. ടോട്ടൽ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം, അതും ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ V ബൈ ഡെൽറ്റ T എന്ന് പറയുന്നതാണ് ആവറേജ് ആക്സലറേഷൻ. ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു എന്ന് വെച്ചാൽ ചെറിയ ചേഞ്ചാണ്. അതെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. ഡെൽറ്റ X ബൈ ഡെൽറ്റ T എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ലിമിറ്റ് ഡെൽറ്റ X ബൈ ഡെൽറ്റ T എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. When a body is thrown horizontally from the top of a tower of height h with velocity u, the horizontal component of the velocity after t second will be. When a body is thrown horizontally from the top of a tower,
ഇവിടെ നിന്നാണ് ഹൊറിസോണ്ടലായിട്ട് എറിയും. ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h വിത്ത് എ വെലോസിറ്റി u. എങ്കിൽ അതിങ്ങനെ ഒരു പാത്ത് എടുത്തായിരിക്കും വീഴുന്നത്. ഏത് സ്ഥലത്തെടുത്താലും ഹൊറിസോണ്ടൽ ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി v ആണ്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് vx, വെർട്ടിക്കൽ കമ്പോണൻറ്റ് vy. vx എന്ന് പറഞ്ഞാലും ux എന്ന് പറഞ്ഞാലും u തന്നെയാണ്. ബിക്കോസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓൾവേസ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ റീസൺ ഹൊറിസോണ്ടലായിട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. When one walks on the ground, the force of friction exerted by the ground. ഫ്രിക്ഷൻ സാധാരണ ബോഡി മൂവ് ചെയ്യുന്ന ബോഡി ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ് ജനറലായിട്ട്. ഫ്രിക്ഷനും വെലോസിറ്റിയും തമ്മിൽ 180 ഡിഗ്രിയാണ് ജനറൽ കേസ്. ബട്ട് 1-2 കേസ് ഡിഫറൻ്റ് ആണ്. ഒന്ന്, നമ്മൾ നടക്കുമ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ടു ദ മോഷൻ അല്ല, ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ മോഷനാണ്. അപ്പോൾ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 0. രണ്ടാമത്തെ കേസ് സൈക്കിളാണ്. സൈക്കിൾ വെറുതെ ഉരുട്ടിക്കൊണ്ടുപോകുമ്പം 2 ടയറിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ മോഷനാണ്. ബട്ട് സൈക്കിൾ ചവിട്ടിപ്പോകുമ്പോൾ ഫ്രണ്ട് ടയറിലുള്ള ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷനും ബാക്ക് ടയറിലുള്ള ഫ്രിക്ഷനും ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ മോഷനാണ്. നമ്മൾ നടക്കുന്നത് പോലെയാണ്. സോ ആൻസർ in the forward direction. A mass is supported to a frictionless horizontal surface. It is attached to a spring and rotate about a fixed center at an angular velocity omega 0. The length of the spring and the angular velocity are double. Tension n. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സർക്കുലർ മോഷനാണ്. ഇതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇത് എംജിയാണ്, ഇത് ടെൻഷനാണ്. ടെൻഷനാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക. ദാറ്റ് ഈസ് mr ഒമേഗ സ്ക്വയർ. ഇപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെന്ത് ആൻഡ് ദ ആംഗുലർ വെലോസിറ്റി ആർ ഡബിൾ ആണ് എങ്കിൽ ടി ഡാഷ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ലെന്ത് എന്ന് വെച്ചാൽ ഈ ആറാണ്, ഇത് 2r ആയി ഒമേഗ 2 ഒമേഗ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ടി എന്ന് കിട്ടും. സോ എം ഇൻറ്റു 2r ഇവിടെ 4 ടൈംസ് കിട്ടും. 4 ഇൻറ്റു 2 8. സോ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 8t ആയിരിക്കും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്യൂബ് ഓഫ് സൈഡ് എൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ. അപ്പോൾ ഒരു ക്യൂബിനെ കൊണ്ട് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുക. ക്യൂബിനെ കൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്ത്. ഇ സിക്കൽ ടു ഇ ഐ ദ നെറ്റ് ഫ്ലക്സാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ചാർജ് ഇല്ല. ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ 0. ഈ ക്യൂബിൻ്റെ അകത്ത് ചാർജ് ഇല്ല, ചാർജ് 0. സോ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. Next question. A particle A has charge Q, B has 4Q, having same mass, allowed it to fall from rest through same potential, ratio of the speed. So, kinetic energy എടുക്കുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ക്യൂ ആണ്. അപ്പോൾ അതിൽ രണ്ടുപേർക്ക് സെയിം മാസ്സാണ്. അപ്പോൾ വി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു അലൗഡ് ടു മൂവ് സെയിം പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എം സെയിം ആണ്, വി സെയിം ആണ്. സോ വി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ എങ്കിൽ വി എ സ്ക്വയർ ബൈ വി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യൂ എ ബൈ ക്യൂ ബി ആണ്. ക്യൂ എ ബൈ ക്യൂ ബി ആണ്. ക്യൂ എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 അല്ലെങ്കിൽ ക്യൂ ബൈ 4Q. സോ വി എ സ്ക്വയർ ബൈ വി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 എങ്കിൽ വി എ ബൈ വി ബി
is equal to 1 by 2. VA by VB is equal to 1 by 2 ആണ്. Next question. When an electric dipole is placed in a uniform field, it experiences ഒരു ഡൈപോളിനെ യൂണിഫോം ഫീൽഡിലാണ് പ്ലേസ് ചെയ്താൽ അവനെ ഇതുപോലെയാണ് ഡൈപോളിനെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇവൻ ഇവിടെ കിട്ടുന്ന ഫോഴ്സും ഈക്വൽ ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ബട്ട് അവരിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങും. അപ്പോഴവർക്ക് എന്തുണ്ടായിരിക്കാം? ടോർക്ക് ഉണ്ടായിരിക്കാം. നെറ്റ് ഫോഴ്സ് 0, അപ്പോൾ ടോർക്ക് ഉണ്ടായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ബോത്ത് നെറ്റ് ഫോഴ്സ് ഒരിക്കലും 0 ആകത്തില്ല. കാര്യം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ 0 കിട്ടൂല. അപ്പോൾ ലീനിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? പതുക്കെ ലീനിയറായിട്ട് മൂവ് ചെയ്യും. ബട്ട് ഫോഴ്സസ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ വെൻ എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. But it is placed in a uniform field, it experiences only torque. So here only torque. Next question. If N, E, T and M represents the density, charge, relaxation time, then the resistance of the wire. Resistance of the wire R is equal to rho L by A എന്നാണ് പഠിച്ചിട്ടുള്ളത്. റോ എൽ ബൈ എ. റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റിയാണ്. എം ബൈ എൻ ഇ സ്ക്വയർ ടി ആണ്. എം ബൈ എൻ ഇ സ്ക്വയർ ടി ആണ്. എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ടി എന്ന് വെച്ചാൽ റിലാക്സേഷൻ ടൈം. ടി ഈസ് ദ റിലാക്സേഷൻ ടൈം. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. ടി ആരെ ഡിപ്പെൻഡ് ചെയ്യും? റിലാക്സേഷൻ ടൈം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ദ ടെമ്പറേച്ചർ. ബട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ നാച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡയമെൻഷനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡയമെൻഷൻ, ഒൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ആൻഡ് ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. Next question. In a potentiometer experiment, two primary cells are connected in series to support each other and connected to oppose each other. The balance points are 4 and 1. Ratio of EMF. So, രണ്ട് സെൽ ആദ്യം സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം കിട്ടിയ ബാലൻസിങ് ലെന്ത് L1. ഇത് E1, ഇത് E2. രണ്ടുപേരെ ഒപ്പോസ് ചെയ്യാൻ ഇപ്പം കിട്ടിയ ബാലൻസിങ് ലെന്ത് L2 ആണ്. സെൽ അത് തന്നെയാണ്, ബട്ട് ഒപ്പോസിങ് ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്താൽ സപ്പോർട്ടാണ്, നെഗറ്റീവ് കണക്ട് ചെയ്താൽ ഒപ്പോസാണ്. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ കേസിൽ E1 പ്ലസ് E2 പ്രൊപ്പോർഷണൽ ടു L1. രണ്ടാമത്തെ കേസിൽ E1 മൈനസ് E2 പ്രൊപ്പോർഷണൽ ടു L2. അങ്ങനെയാണെങ്കിൽ E1 പ്ലസ് E2 by E1 minus E2 is equal to L1 by L2. അങ്ങനെയാണെങ്കിൽ E1 by E2 is equal to L1 plus L2 by L1 minus L2 ആണ്. L1 plus L2 by L1 minus L2 ആണ്. L1 plus L2 4 plus 1 അപ്പോൾ 5 by L4 L1 minus L2 3. So answer is 5 by 3. അപ്പോൾ രണ്ട് സെല്ല് സപ്പോർട്ടിങ് ഈച്ച് അതർ എന്ന് വെച്ചാൽ E1 പ്ലസ് E2, ഒപ്പോസിങ് ഈച്ച് അതർ എന്ന് വെച്ചാൽ E1 മൈനസ് E2. Next question. The power of a lamp is 40 watt at a certain voltage. If the supply voltage is halved, the power should be എത്ര? അപ്പോൾ പവർ കണ്ടുപിടിക്കുമ്പോൾ വി സ്ക്വയർ ബൈ ആർ എന്നാണ്. വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് എന്ന് വെച്ചാൽ വി എ സ്ക്വയർ ബൈ ആർ. അപ്പോൾ അടുത്ത് സപ്ലൈ വോൾട്ടേജ് ഹാഫ് ആവുകയാണ്. അപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു വി എ ബൈ 2 ദ ഹോൾ സ്ക്വയർ
by R. That is equal to VA square by R into 1 by 4. ഈ VA square by R ആണ് ക്വസ്റ്റ്യനിൽ 40 എന്ന് തന്നിരിക്കുന്നത്. പവർ ഓഫ് ദ ലാമ്പ് ഈസ് 40 വാട്ട് അറ്റ് എ സർട്ടൺ വോൾട്ടേജ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് മാറ്റമില്ല. കാര്യം റെസിസ്റ്റൻസ് തീരുമാനിക്കുന്നത് റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജുമാണ്. അപ്പോൾ ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ബ്രൈറ്റ്നെസ് ആണ്, അല്ലെങ്കിൽ പവർ കൺസ്യൂംഡ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് മാറുന്നില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P by 4. ദാറ്റ് ഈസ് 40 by 4, 10 എന്ന് കിട്ടും. ആൻസർ ഈസ് 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A straight wire of length 0.5 meter carrying current 1.2 ampere placed in a field തന്നിട്ടുണ്ട്, മേക്സ് ആൻ ആംഗിൾ ഉണ്ട്. ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്താൽ മേക്ക് ചെയ്തതിന് ആംഗിൾ തീറ്റ ആണെങ്കിൽ F is equal to BIL sin തീറ്റ. BIL sin തീറ്റ. B തന്നിട്ടുണ്ട്, I ഉണ്ട്, L ഉണ്ട്, തീറ്റ ഉണ്ട്. So answer is 0.6 Newton. അതിൻ്റെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ F is equal to I into L cross B ആണ്. എല്ലും ബിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഫോഴ്സ് കിട്ടുന്നത്. എല്ലും ബിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ് ഫോഴ്സ്. സോ F is equal to I into L cross B ആണ്. A charge Q moves in a region. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ നമുക്ക് ഫോഴ്സ് F is equal to QE ആണ്. മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ Q into V cross B ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ടായിരിക്കാം. QE പ്ലസ് Q into V cross B ആണ്. ഇതിനെയാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സിനെയും ലോറൻസ് എന്ന് തന്നെ പറയും. ദാറ്റ് ഈസ് ഇൻ ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇ എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ചാർജ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് വെച്ചാൽ BV ആണ്. BV is equal to B sin തീറ്റയാണ്. തീറ്റ ഇക്വേറ്ററിൽ വരുമ്പോൾ 0. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേറ്ററിൽ BH ആണുള്ളത്. BH ഈസ് ഈക്വൽ ടു B കോസ് തീറ്റയാണ്. ഇക്വേറ്ററിൽ തീറ്റ 0, അപ്പോൾ BH ഈസ് ഈക്വൽ ടു B. അപ്പോൾ BV എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ 0 ആണ്. നെക്സ്റ്റ്. A man pushes a wall but he fails to displace. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിലേ വർക്ക് നടന്നെന്ന് പറയൂ. ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ വർക്കില്ല. നമ്മൾ പുഷ് ചെയ്തു, പക്ഷെ വാള് നീങ്ങുന്നില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് 0. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. നോ വർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വീൽ അണ്ടർഗോസ് pure rolling on a horizontal surface with the constant angular speed. The ratio of the instantaneous speed P1 to that of P2. ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരാൾ റോൾ ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് വെലോസിറ്റി 2v. എപ്പോഴാണ് സെൻറ്റർ ഓഫ് ഇൻ്റെ V ആണെങ്കിൽ. ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0. ഇവിടെ ഉണ്ടാകുന്നത് ഇതാണ് √2v ആണ്. അപ്പോൾ ഈ പോയിന്റിൽ 2v റോളിങ്ങിൽ, കാരണം റോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിന് വെലോസിറ്റി ഉണ്ട്, പിന്നെ ഇവരുടെ വെലോസിറ്റി ഉണ്ട്, സർക്കിളിലുണ്ടാകും. അപ്പോൾ എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് എടുത്താൽ ഇവിടെ ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ് 2v. ഇവിടെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് 0. ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് √2v. അപ്പോൾ ഈ റോൾ ചെയ്യുന്ന ബോഡിക്ക് മുകളിൽ 2v, താഴെ 0 എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് കൂടെ വെലോസിറ്റി കൂടിപ്പോവും. ഇവിടെ ഡിസ്റ്റൻസ് ഇല്ല, ഇവിടെ ഡിസ്റ്റൻസ് മാക്സിമം, അപ്പോൾ വെലോസിറ്റി 2v. അപ്പോൾ ഇത് രണ്ടിൻ്റെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടത്തെയും എവിടെയാണ് P1 to P2. P1 by P2 is equal to 2v by √2v ആണ്.
2v by root 2v. v cancel. ഇവിടെ root 2 cancel ചെയ്താൽ root 2 by 1 എന്ന് കിട്ടും. The height at which the weight of the body become 1 by 16th of the weight on the surface earth radius r. നമ്മൾ പഠിച്ചിട്ടുണ്ട്. The height at which the acceleration due to gravity becomes 1 by n of the surface. സർഫസിൻ്റെ 1 by n ഹൈറ്റ് ആകുന്നത് എത്രയിലാണ്? അത് h is equal to r into root n minus 1. ആ n ആണ് ഇവിടെ 16 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ റൂട്ട് 16 എന്ന് പറയുന്നത് 4. റൂട്ട് 16 is equal to 4. 4 minus 1 3. So answer is 3. ഇല്ലെങ്കിൽ നമുക്ക് ഹൈറ്റിനനുസരിച്ച് ഫോർമുല അറിയാം. g ഡിവൈഡഡ് ബൈ 1 plus h by r the whole square. ഈ g ഡാഷ് ഇരിക്കുന്നിടത്ത് g by 16 എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് h കണ്ടുപിടിച്ചാൽ അതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഇതാണ്. The height at which acceleration due to gravity becomes 1 by n of the surface എടുക്കുമ്പം h is equal to r into root n minus 1. ആ n-ൻ്റെ സ്ഥലത്താണ് 16 ഇരിക്കുന്നത്. 16ൻ്റെ റൂട്ട് 4. So 4 minus 1 3. So answer is 3r. Next question. Angular frequency of the equation ഉണ്ട് 4 into d square y by dt square plus 9y is equal to 0. That is d square y by dt square plus 9 by 4y is equal to 0. ഇത് ഒമേഗ സ്ക്വയറിന് ഈക്വലാണ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ്. സോ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 by 4. ഒമേഗ ഈസ് ഈക്വൽ ടു 3 by 2. സോ ഇത് d square y by dt square plus omega y is equal to 0. Omega square y is equal to 0. Next, a man measure the period of a pendulum inside a lift and find it to be t second. അപ്പോൾ pendulum time period t is equal to 2 pi into root of L by g. t second തന്നിട്ടുണ്ട്. Inside a stationary lift. If the lift accelerate upwards with an acceleration, lift മുകളിലോട്ടാണ് പോകുന്നത് എങ്കിൽ g dash is equal to g plus a ആണ്. That is g plus g by 4. That is 5g by 4. ഇതാണ് ഇപ്പോഴത്തെ g dash. എങ്കിൽ ഇപ്പോഴത്തെ ടൈം പീരീഡ് t dash is equal to 2 pi into root of L by g dash. That is 2 pi into root of L by g. 5g by 4. അപ്പോൾ 4 by 5. That is 2 pi into root of L by g into root 4 by 5. 2 pi into root of L by g ആണ് t. root 4 എടുത്താൽ 2. So answer is equal to 2t by root 5 എന്ന് കിട്ടും. 2t by root 5. നോക്കി ചെയ്യണം. മുകളിലോട്ടാണ് മൂവ് ചെയ്താൽ ആക്സലറേറ്റ് ചെയ്താൽ g plus a ആണ്. താഴോട്ടാണെങ്കിൽ g minus a ആണ്. Next, two identical coaxial circular loops carries current in the same direction. രണ്ടിലും കറണ്ട് സെയിം ഡയറക്ഷനിൽ. അപ്പോൾ നമ്മൾ രണ്ടും ഈ ഫേസ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇപ്പുറത്തെ ഫേസ് അല്ല, ഈ കാണുന്ന ഈ ഫേസാണ്. അപ്പോൾ ഇഫ് ദ ലൂപ്പ് അപ്രോച്ച് ഈച്ച് അതർ യു വിൽ അബ്സോർവ് ദാറ്റ് ദ കറണ്ട്. ലൂപ്പ് അടുത്തോട്ട് വരുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് കൂടും. ഫ്ലക്സ് ചേഞ്ച് കൂടുമ്പം ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്നത് കൂടും. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ആരാണോ സഹായിച്ചോ അയാളെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഡിക്രീസ് ചെയ്യും ഇവരടുത്ത് വരും. ഇനി എവേ പോവുകയാണെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് കുറയും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യും. കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാനായിരിക്കും സപ്പോർട്ട് ചെയ്യും. An AC series circuit, resistance, inductance, reactance 3, 10, 14. ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. ഇമ്പിഡൻസ് Z is equal to root of XL minus XC the whole square അല്ലെങ്കിൽ ഡിഫറൻസ് പ്ലസ് R square. That is equal to, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ റെസിസ്റ്റൻസ് ഉണ്ട്
3 ohm. Inductive reactance and capacitance 10 and 14. അപ്പോൾ 14 ഡിഫറൻസ് 10 the whole square plus 3 square. That is root of 4 square plus 3 square is equal to 5. അപ്പോൾ XL ഡിഫറൻസ് XC ആണ് 10ഉം 14ഉം. അപ്പോൾ XL ഡിഫറൻസ് XC is equal to 14 ഡിഫറൻസ് 10. That is 4. 4 square plus 3 square. Phase difference between VI at resonance. അപ്പോൾ ഒരു LCR സർക്യൂട്ട് ആയിരിക്കും പറയുന്നത് റെസൊണൻസ് സമയത്ത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. റെസൊണൻസ് സമയത്ത് ഇംപിഡൻസ് Z is equal to R ആണ് എന്ന് വച്ചാൽ റെസൊണൻസ് സമയത്ത് ഒരു LCR സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിരിക്കും. ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. VI വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഓൾവേസ് 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ വയർ ഫ്രെയിമാണ്, സൈഡ് L, ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ആണ്. ഓൺ ടേക്കിംഗ് ഔട്ട് എ മെംബ്രെയിൻ ഈസ് ഫോംഡ്. അപ്പോൾ ഇവിടെ ഒരു മെംബ്രെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. വയർ ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിം സ്ക്വയറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്രെയിമാണ്. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെന്ത് ആണ്. അപ്പോൾ F ഈസ് ഈക്വൽ ടു S ഇൻറ്റു L. ലെന്ത് എടുക്കുമ്പം 4 സൈഡാണ്. 1 2 3 4. ഇനി സോപ്പ് ഫിലിമാണ് ഫോം ചെയ്ത്. അപ്പോൾ തിൻ വയറാണ്. വയറിന് ലിക്വിഡിന് ഇവിടെയും കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെയും കോണ്ടാക്റ്റ്. അപ്പോൾ തിൻ വയറായാൽ നമ്മൾ 2 ഉണ്ട്, 2 സൈഡും കോണ്ടാക്റ്റ്. അപ്പോൾ SL ഇൻറ്റു 2. ദാറ്റ് ഈസ് S ഇൻറ്റു L എത്ര വരെയാണ്? 4 വയറാണ്. 4L ഇൻറ്റു 2. സോ 8LS ആണ്. 8LS. എസിന് പകരമാണ് ഇവിടെ T എന്ന് തന്നിരിക്കുന്നത്. അപ്പം നോക്കി ചെയ്യണം. ഇത് 4 പേരാണ് തിൻ. ഈ സൈഡും കോണ്ടാക്റ്റ് ഉണ്ട്, ഈ സൈഡും കോണ്ടാക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഫിലിം ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ആണ്. അപ്പോൾ ഇവിടെയും ഉണ്ട് ടച്ച്, ഇവിടെയും ടച്ചും. അപ്പോൾ 2 സൈഡും ഉണ്ട്. 4L ഇൻറ്റു 2 8L. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wall has 2 layers A and B made of different material. Both the layers have same thickness. Thermal conductivity of A is twice that of B. Under steady state, temperature difference across the whole wall is 36 degrees Celsius. Then the temperature difference across the layer. അപ്പോൾ wall has 2 layers. ഇത് A, ഇത് B. Both the layers have same thickness. The thermal conductivity of A is twice that of B. ഇത് K ആണെങ്കിൽ ഇത് 2K ആണ്. Under steady state, temperature difference across the whole wall is 36. ഇത് 0 ആണെങ്കിൽ ഇത് 36. അപ്പം ഇവിടെ ഉള്ളത് തീറ്റ. സെയിം ഹീറ്റ് എനർജിയാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം Q1 ഈസ് ഈക്വൽ ടു Q2 ആണ്. ഇവിടെ എനിക്ക് ടെമ്പറേച്ചറും തെർമൽ കണ്ടക്ടിവിറ്റിയും മതി, തിക്നെസ് സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു KA d തീറ്റ ബൈ dx ഇൻറ്റു T. അപ്പം എനിക്കിവിടെ Kയും d തീറ്റയുമാണ് കണക്ട് ചെയ്യേണ്ടത്. സോ K1 ഇൻറ്റു d തീറ്റ 1 ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു d തീറ്റ 2. K1 2K d തീറ്റ 1 തീറ്റ മൈനസ് 0 K ഇൻറ്റു 36 മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ K ക്യാൻസലായി. അപ്പോൾ 2 തീറ്റ ഈസ് ഈക്വൽ ടു 36 മൈനസ് തീറ്റ. സോ 3 തീറ്റ ഈസ് ഈക്വൽ ടു 36. തീറ്റ ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഈസ് 12. ദ ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് ദ ലെയർ എ ആണ്. ഇവിടെയാണ്, ഇവിടെ 0, ഇവിടെ തീറ്റ. അപ്പോൾ 12 മൈനസ് 0 എന്ന് വെച്ചാൽ 12 തന്നെയാണ്. അപ്പം ഇവിടെ സെയിം ഹീറ്റ് എനർജിയാണ് ഫ്ലോ ചെയ്യുന്നത്,
ഇതിലൂടെ ഫ്ലോ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the negative of the product of the wave velocity and the slope of the wave. അപ്പോൾ പാർട്ടിക്കൽ വെലോസിറ്റി എഴുതുമ്പം dy by dt is equal to മൈനസ് വി ഇൻറ്റു dy by dx എന്നാണ് പറയുന്നത്. ഈ dy by dt ആണ് പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു ഈ വിനെ വേവ് വെലോസിറ്റി ആണെന്നാണ് പറയുന്നത്. dy by dxനെ സ്ലോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വേവിൽ പാർട്ടിക്കിൾ വെലോസിറ്റി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വേവ് വെലോസിറ്റി ഇൻറ്റു സ്ലോപ്പ് എന്നാണ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വി ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ വി സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നും എഴുതാറുണ്ട്. In interference pattern, the width of the dark fringe is B1, width of the bright fringes is B2. എല്ലാ ഫ്രിഞ്ചസിൻ്റെയും വിഡ്ത്ത് ഇൻ്റർഫറൻസ് പാറ്റേണിൽ സെയിം ആയിരിക്കും. ഇൻ ഇൻ്റർഫറൻസ് പാറ്റേൺ ഡിഫ്രാക്ഷനിലാണെങ്കിൽ ഫ്രിഞ്ചസിൻ്റെ വിഡ്ത്തിന് വ്യത്യാസം ഉണ്ടാവും. ഈ ഡിഫ്രാക്ഷനിൽ ഇൻ്റർഫറൻസിൽ എല്ലാ ഫ്രിഞ്ചസിൻ്റെ വിഡ്ത്തും സെയിമാണ്. എന്ന് വെച്ചാൽ β1 ഈസ് ഈക്വൽ ടു β2 തന്നെ. Next question, the half-life of a radioactive element, only 1/32 of the original mass left after 60 days. അപ്പോൾ ഹാഫ് ലൈഫാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഓഫ് ആറ്റം ലെഫ്റ്റ് n/n0 is equal to 1/2 raised to n. അപ്പോൾ 1/32 is equal to 1/2 raised to 5 is equal to 1/2 raised to n. So n is equal to 5. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. സോ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് is equal to ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് is equal to ടോട്ടൽ ടൈം ബൈ n. ടോട്ടൽ ടൈം 60, n 5, that is equal to 12 days എന്ന്. അപ്പോൾ n/n0 is equal to 1/2 raised to n. n/n0 എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ഓഫ് ആറ്റംസ് ലെഫ്റ്റ് ആണ്. ഇനി ഫ്രാക്ഷൻ ഓഫ് ആറ്റം ഡി കെ എന്ന് വെച്ചാൽ 1 മൈനസ് n/n0. അപ്പോൾ n/n0 is equal to 1/2 raised to n. അപ്പോൾ ഇവിടെ n കിട്ടും 5. അപ്പോൾ n is equal to ടോട്ടൽ ടൈം ബൈ ഹാഫ് ലൈഫ് പീരീഡ്, that is equal to 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ബൂലിയൻ ഓപ്പറേഷൻ റെപ്രസെൻറ്റ്സ് ബൈ ദ സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഇവിടെ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഇത് ഓപ്പൺ ആണ്, അപ്പോൾ ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇതും ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ആവുക എന്ന് വെച്ചാൽ 0 0, അപ്പോൾ കറണ്ട് നേരെ വരും, 1 കിട്ടും. ഇനി ഇത് ക്ലോസ് ചെയ്തു, ബട്ട് ഇത് ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഇവിടം വരെ വരും, ഇങ്ങോട്ട് പോകില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കറണ്ട് ഇതിലേക്കൂടെ വരും. അപ്പോൾ ഇത് 1ഉം 0 ആണെങ്കിലും കറണ്ട് നേരെ കിട്ടും, 1. തിരിച്ചാണെങ്കിലും 1 കിട്ടും. ഇനി രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, രണ്ടും ക്ലോസ് ചെയ്തു. രണ്ടും ക്ലോസ് ചെയ്താൽ കറണ്ട് ഇതിലേക്കൂടെ വന്ന് ഇതിലേക്കൂടെ ഇതിലേക്കൂടെ, അപ്പോൾ ഇങ്ങോട്ട് കറണ്ട് ബൾബിൽ കൂടെ ഇല്ല, അപ്പോൾ 0. അപ്പോൾ ഇത് ഒരു നാൻഡ് ഗേറ്റിന് ഈക്വലായിട്ട്. ടു ഫോഴ്സസ് ഈച്ച് ന്യൂമറിക്കലി ഈക്വൽ ടു 10 ഡൈൻസ് ആണ്. അപ്പോൾ 10 ഡൈൻസ് ആണ്. ഇത് 10 ഇങ്ങോട്ടാണ്, അടുത്ത 10 ഇങ്ങോട്ടാണ്. തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി. ദെൻ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ, റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ 2 വെക്റ്റർ, ഇത് എ വെക്റ്റർ, ഇത് ബി വെക്റ്റർ. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എടുക്കുക. ബട്ട് വെക്റ്റർ രണ്ടും ഒരേ ഇതിലാണ്, ഒരേ ഡയറക്ഷനിലാണ്. എന്ന് വെച്ചാൽ ഒരേ ഓർഡറിലായിരിക്കണം. ഇതാണ് ആംഗിൾ തീറ്റ. ഇവിടെ ഓർഡർ സെയിം അല്ല, അപ്പോൾ ഓർഡർ സെയിം ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ ആ 10നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് 10. ഇപ്പോൾ ഇത് എ വെക്റ്റർ, ഇത് ബി വെക്റ്റർ.
ഈ ആംഗിളാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ 120. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ 120 ആണ്. എയും ബിയും സെയിം ആണ്. എ വെക്റ്റർ ഈസ് ഈക്വൽ ടു ബി വെക്റ്ററാണ്. എയും ബിയും സെയിം ആണ്, തമ്മിലുള്ള ആംഗിൾ 120 ആണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ബി. സോ ആൻസർ ഈസ് 10 തന്നെ. നോക്കി ചെയ്യണം. ഇതല്ല 60. ഉടനെ കയറി √3 10 √3 എന്ന് എഴുതിക്കളയല്ല. ഈ 10ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇത് എനിക്ക് എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് ദ റേഷ്യോ ഓഫ് T1 T2 ആണ്. ഇത് T2. ഇത് കിട്ടാൻ ഇവിടുത്തെ മാസ് ഇൻറ്റു ആക്സലറേഷൻ. T2 ഈസ് ഈക്വൽ ടു 3a. T1 കിട്ടാൻ ഇവിടെ ഇരിക്കുന്ന മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു 12 + 3 15a. T1 ബൈ T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 15/3 5/1 5:1. അപ്പോൾ എപ്പോഴും ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന മാസ് എടുക്കണം. T1 ഇവിടുത്തെ ടെൻഷൻ എടുക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ടോട്ടൽ മാസ് എടുക്കണം. T2 എടുക്കുമ്പോൾ ഇപ്പുറത്തുള്ള മാസ് മാത്രം മതി. The charges are deposited on 4 മൈക്രോ കപ്പാസിറ്റർ. 4ൽ ഉണ്ടാകുന്ന ചാർജാണ്. അപ്പോൾ അവിടെ ഒരു സെൽ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഇത് 4, ഇത് 2, ഇത് 6, ഇത് 12. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എടുത്താൽ 4 + 2 6. 6ഉം 6ഉം സീരീസാണ്. 6ഉം 6ഉം സീരീസ് ആയാൽ 3. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q എന്ന് പറഞ്ഞാൽ 3 × 12 എന്ന് വെച്ചാൽ 36 മൈക്രോ കൂളമ്പാണ്. ഇതാണ് ടോട്ടൽ ചാർജ് എന്ന്. ആ ചാർജ് ഇവിടെ വച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 4ൽ കൂടിയും പോവാം, 2ൽ കൂടിയും പോവാം. ചാർജ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ആണ്. സി കൂടിയിരുന്നാൽ കൂടുതൽ ചാർജ് കിട്ടും. അപ്പോൾ ഇത് 4, ഇത് 2. ഇയാളുടെ ഡബിളാണ് 4. അപ്പം ഇതിലൂടെ പോകുന്ന ചാർജിൻ്റെ ഡബിൾ ഇവിടെ കിട്ടണം. മൊത്തം ഉള്ളത് 36 ആണ്. അപ്പം 36ൻ്റെ ഒരു പാർട്ട് 2ൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഡബിളാണ് 4ൽ കൂടെ കിട്ടുന്നത്. അപ്പം 36നെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഇതിലൊരു പാർട്ടാണെങ്കിൽ ഇതിൽ 2 പാർട്ടാണ്. അപ്പം 36നെ ഡിവൈഡ് ചെയ്താൽ 12 + 12 + 12. അപ്പോൾ ഇവിടെ 12 ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഇതിലേക്കൂടെ. അപ്പോൾ 4ൽ കൂടെ പോകുന്ന ചാർജ് ഫ്ലോയിങ് ത്രൂ ദ 4 ഈസ് ഈക്വൽ ടു 24 മൈക്രോ കൂളം. 24 മൈക്രോ കൂളം. ഇവിടെ നിന്ന് വരുന്നത് 36 ആണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്നത് ചാർജ് പ്രൊപ്പോർഷണൽ ടു സി ആണ്. 4ൻ്റെ പകുതിയാണ് 2. അപ്പോൾ 4ൽ കൂടെ പോകുന്ന ചാർജിൻ്റെ പകുതിയായിരിക്കണം 2ൽ കൂടെ പോകേണ്ടത്. ബട്ട് ടോട്ടൽ 36 ആണ്. അപ്പോൾ ഇതിൽ 24ഉം ഇതിൽ 12ഉം ആണ്. Next, in the circuit, AB is along the resistance wire of 300 ohm. It is tapped at 1/3 distance and is connected as shown. The equivalent resistance between A and B. Equivalent resistance കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും പാരലാണ്. അത് രണ്ടും പാരലാണ്. ആ കിട്ടുന്ന ആളും ഇതും തമ്മിൽ സീരീസാണ്. അതും ഇതും കൂടെ പാരലാണ്. ആ കിട്ടുന്ന ആളും ഇതുമായിട്ട് സീരീസാണ്. എന്നിട്ട് അവർ പാരലാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 100ഉം 25ഉം തമ്മിൽ പാരലാണ്. ആ കിട്ടുന്ന വാല്യൂ 100ഉം തമ്മിൽ സീരീസാണ്. ആ കിട്ടുന്ന വാല്യൂ 120ഉം തമ്മിൽ പാരലാണ്. അവിടെ കിട്ടുന്ന വാല്യൂ 100ഉം തമ്മിൽ സീരീസാണ്. ആ കിട്ടുന്ന വാല്യൂവും 40ഉം തമ്മിൽ പാരലാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ആൻഡ് ബി ആണ്. ഒന്നുകൂടെ പറയാം, നിങ്ങൾ തന്നെ ചെയ്യണം. 100ഉം 25ഉം പാരലാണ്. അപ്പോൾ പാരലായാൽ നമുക്കറിയാം 100 × 25/125. സോ 25ഉം 125ഉമായിട്ട് ക്യാൻസൽ ചെയ്താൽ 5, 5ഉം ഇതുമായിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക്
20 ആയിരിക്കും കിട്ടുന്നത്. 20യും 100ഉമായിട്ട് സീരീസാണ് 120. 120യും 120യും തമ്മിൽ പാരലാണ്. അപ്പോൾ 60 കിട്ടും. 60യും 100ഉം തമ്മിൽ സീരീസാണ് 160. 160യും 40യും തമ്മിൽ പാരലാണ്. സോ ആൻസർ ഈസ് 32 എന്ന് കിട്ടും. A long solenoid is formed by winding 20 turns per centimeter. Current necessary to produce a field of 20 millitesla inside the solenoid will be. അപ്പോൾ സോളിനോയിഡിൻ്റെ ഇൻസൈഡുള്ള ഫീൽഡിൻ്റെ ഫോർമുല B is equal to mu0 Ni ആണ്. B തന്നിട്ടുണ്ട് 20 into 10 raised to minus 3. mu0 4 pi into 10 raised to minus 7. N 20 turns per centimeter. അപ്പം 20 into 10 raised to 2. I കണ്ടുപിടിക്കണം. I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടുത്തെ 20 ക്യാൻസൽ ചെയ്യും. 10 raised to minus 7 minus 3 ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1/4 പൈ. ഇവിടെ ഒരു 10 raised to minus 4. 2മായിട്ട് പോയാൽ 10 raised to minus 2. അപ്പോൾ 1/4 പൈ into 10 raised to 2 minus 2. That is I. അപ്പോൾ I is equal to 100/4 പൈ. 400 ക്യാൻസൽ ചെയ്താൽ 25. 25/3.14. That is equal to 8 എന്ന്. So answer is equal to 8 ampere. A meter stick on mass m initially in vertical position. അപ്പോൾ മീറ്റർ സ്റ്റിക്ക് ഇനിഷ്യലായിട്ട് ഈ പൊസിഷനിൽ ഈസ് ഡിസ്പ്ലേസ് ത്രൂ ആൻ ആംഗിൾ 45 ഡിഗ്രി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ് ചെയ്യാം. തീറ്റയാണ് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് വർക്ക് ഡൺ എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു mgl/2 ഇൻറ്റു 1 minus cos theta. 1 minus cos theta. മീറ്റർ സ്റ്റിക്കാണ്. അപ്പോൾ L 1 ആണ്. സോ mg/2 ഇൻറ്റു 1 minus 1/√2. തീറ്റ 45 ഡിഗ്രിയാണ്. സോ mg/2 ഇൻറ്റു 1 minus 1/√2. A satellite is launched into a circular orbit of radius r around the Earth. Second satellite is launched into an orbit of radius 4r. Ratio of the time period. Time period ആണ് കണ്ടുപിടിക്കേണ്ടത്. Time period t proportional to r raised to 3/2 ആണ്. So r1/r2 is equal to r/4r whole raised to 3/2. That is 1/4 whole raised to 3/2. That is 1/2 whole raised to 3. That is 1/8. ഇങ്ങനെ വേണം സ്പീഡ് ചെയ്തു പോകേണ്ട. A triangular prism of glass shown in the figure. A ray is incident on one face, totally reflected. Theta 45 degree. Index of refraction. So, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്. ഗ്ലാസ് പ്രിസത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സോ സൈൻ ഐ ഗ്രേറ്റർ ദാൻ സൈൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 45 ഗ്രേറ്റർ ദാൻ സൈൻ സി 1/μ. 1/√2 ഗ്രേറ്റർ ദാൻ 1/μ. അങ്ങനെയാണെങ്കിൽ മ്യൂ എന്ന് പറയുന്നതാണ് ഐ ഗ്രേറ്റർ ദാൻ സി ആണ്. സൈൻ ഐ ഗ്രേറ്റർ ദാൻ സൈൻ സി. സോ സൈൻ 45 ഗ്രേറ്റർ ദാൻ 1/μ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മ്യൂ ഗ്രേറ്റർ ദാൻ 1/sin 45. സോ മ്യൂ ഗ്രേറ്റർ ദാൻ √2 എന്നിട്ട് ആൻസർ മ്യൂ ഗ്രേറ്റർ ദാൻ √2 ആണ്. നോക്കി ചെയ്യണം. ഐ ഗ്രേറ്റർ ദാൻ സി ആണ്.
രണ്ടിടത്ത് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ ഐ ഗ്രേറ്റർ ദാൻ സൈൻ സി. I45 സൈൻ 45 ഗ്രേറ്റർ ദാൻ 1/μ എന്ന് വെച്ചാൽ മ്യൂ ഗ്രേറ്റർ ദാൻ 1/sin 45. സോ മ്യൂ ഗ്രേറ്റർ ദാൻ സൈൻ 45 1/√2, മ്യൂ ഗ്രേറ്റർ ദാൻ √2. The magnifying power of a telescope is 9. Adjusted parallel rays. അപ്പോൾ ടെലസ്കോപ്പ് പാരലൽ റേസ് കിട്ടണം. വരണതും പാരലൽ പോണതും പാരലാണ്. സോ ഫോക്കസിങ് അറ്റ് ഇൻഫിനിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ലെന്ത് തന്നിട്ടുണ്ട്, ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കണം. M is equal to FO by FE. ലെന്ത് L is equal to FO plus FE. അപ്പം M തന്നിട്ടുണ്ട് 9 എങ്കിൽ ഇവിടെ നിന്ന് FO is equal to 9FE. സോ ലെന്ത് തന്നിട്ടുണ്ട് 20 is equal to 10FE. സോ FE is equal to 2 ആണ്. മൊത്തം ലെന്ത് 20 ആണ്. അതിൽ 2 ആണ് FEക്ക് ആണെങ്കിൽ FO 18 ആണ്. അപ്പോൾ 18 അതിൻ്റെ 2 ആണ്. FO 18, FE 2 ആണ്. അപ്പോൾ അത് പാരലൽ റേസ് എന്ന് പറഞ്ഞാൽ വന്ന് ചേരുന്നതും പാരലൽ, പോണതും പാരലാണ്. അപ്പോൾ ഫോക്കസിങ് അറ്റ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ M is equal to FO by FE, ലെന്ത് L is equal to FO plus FE. അപ്പോൾ ഇവിടെ നിന്ന് ആൻസർ കിട്ടുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ എടുത്ത് ചെയ്യണം. എല്ലാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഏകദേശം ഈ ടൈപ്പായിരിക്കാം എക്സാമിനും വരുന്നത്. ഓക്കെ. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നടന്ന റിവിഷൻ ടെസ്റ്റ്, ഹോൾ ടോപ്പിക് റിവിഷൻ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ, എ ക്ലോറൈഡ് ഓഫ് വനേഡിയം ഹാസ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് 1.73 ബോർ മാഗ്നറ്റോൺ. ദ വനേഡിയം ക്ലോറൈഡ് ഹാസ് ദ ഫോർമുല. മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ 1.73 ബോർ മാഗ്നറ്റോൺ. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 1 ആയിരിക്കണം. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. വനേഡിയമാണ് മെറ്റൽ. വനേഡിയം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം 23 ആണ്. അപ്പോൾ അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d3 എന്ന് വരും. 3d3. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 1 വരണം. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ വരണമെങ്കിൽ 4sലുള്ള 2 ഇലക്ട്രോൺ പോകണം, 3dയിൽ നിന്ന് 2 എണ്ണം പോകണം. അപ്പം 4 ഇലക്ട്രോൺ പോകണം. 4 ഇലക്ട്രോൺ പോകണമെങ്കിൽ വനേഡിയം 4+ ആണെങ്കിൽ മാത്രമേ 3d1 വരത്തുള്ളൂ. 3d1 വന്നാൽ മാത്രമേ മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ 1.73 വരത്തുള്ളൂ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ 1.73. അപ്പം വനേഡിയം 4+ വരണമെങ്കിൽ VCl4, വനേഡിയം ടെട്രാക്ലോറൈഡിലാണ് വനേഡിയം 4+ ഉള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ, VCl4. Next one, the stability of +1 oxidation state increase in the sequence. 13th group elements in the +1 oxidation state in the stability down the group വരുമ്പം ഇൻക്രീസ് ആകും. എന്ന് പറഞ്ഞാൽ ഇനർട്ട് പെയർ എഫക്റ്റ് കാരണം ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോഴാണ് ഇൻക്രീസ് ആകുന്നത്. അപ്പോൾ +1 സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ അലുമിനിയം ഗാലിയത്തിന് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ കൂടുതൽ അടുത്തത് ഇൻഡിയം, ഏറ്റവും കൂടുതൽ താലിയം. ഇനർട്ട് പെയർ എഫക്റ്റ് കാരണം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ഡൗൺ ദി ഗ്രൂപ്പാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, when P2O5 is heated with water it gives. P2O5 വാട്ടറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പം എന്ത് കിട്ടും? P2O5 വാട്ടറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ H3PO4 ഓർത്തോപോസ്ഫോറിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ഓർത്തോപോസ്ഫോറിക് ആസിഡ് ഒരു തിയറി ക്വസ്റ്റ്യൻ. ഫോസ്ഫറസിൻ്റെ ഓക്സി ആസിഡിൻ്റെ പ്രിപ്പറേഷൻ ഒരു ടേബിളുണ്ട്, അതിലുള്ളതാണ്. ഓർത്തോപോസ്ഫോറിക് ആസിഡ് ഈസ് അതാണ് കിട്ടുക. നെക്സ്റ്റ് വൺ, എ മെറ്റൽ ഹാസ് FCC lattice. The edge length of the unit cell is 404 picometer. The density of the metal is 2.72 gram per centimeter cube. The molar mass of the metal is. Density കണ്ടുപിടിക്കേണ്ട ഫോർമുല D = Zm divided by NaAq. ഇതാണ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 2.72 gram per centimeter cube. FCC lattice എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇസൻ്റെ വാല്യൂ 4. M അതാണ് കണ്ടുപിടിക്കേണ്ടത്.
Na 6 into 10 raised to 23. A edge length 404 picometer, that is 404 into 10 raised to minus 10 the whole cube. ഇവിടെ നോക്കുകയാണെങ്കിൽ മോളാർ മാസ് M equal to 2.72 into 6 into 10 raised to 23. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു 4.04 into 10 raised to minus 8 the whole cube എന്ന് എഴുതുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ 2 ഡിജിറ്റ് ഇങ്ങോട്ട് വയ്ക്കുന്നു. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 raised to minus 8 എന്ന് വരും. അങ്ങനെ എഴുതാമല്ലോ 404 into 10 raised to minus 10 ക്യൂബിന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് 4.04, അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 4 എന്ന് എടുക്കുന്നു. 4 ക്യൂബ് 16 into 4 64 into 10 raised to minus 24 എന്ന് വരും. ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 4 ഇത് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 27 gram per mole എന്ന് വരും. 27 gram per mole. So the correct answer is 2. Second option. ഇവിടെ നമ്മൾ ഇതിനെ അപ്രോക്സിമേഷൻ ചെയ്തുകൊണ്ട് കറക്റ്റ് 27 അതിൻ്റെ അടുപ്പിച്ച ഉള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. വേറെ അടുപ്പിച്ച് ഇല്ല, വലിയ അപ്രോക്സിമേഷൻ ഒന്നും വരത്തില്ല. 30 അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മളെന്തായാലും 4.04 4 എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസം വരത്തില്ല. ആൾമോസ്റ്റ് 27 തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. The most abundant ingredient present in Portland cement is. Portland cement പ്രസന്റ് ആയിരിക്കുന്ന മോസ്റ്റ് അബണ്ടന്റ് ഇൻഗ്രീഡിയൻറ്റ് ഏതാണ്? ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാകാൽഷ്യം അലുമിനോഫെറേറ്റ്. അതിൽ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. 51% ഉണ്ടാകും. 51%. അപ്പം ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. 51%. ഫസ്റ്റ് വൺ ഡൈകാൽഷ്യം സിലിക്കേറ്റ് ശരിക്കും പറഞ്ഞാൽ 26% ആണുള്ളത്. ട്രൈകാൽഷ്യം അലുമിനേറ്റ് 11% ആണുള്ളത്. 11%. ടെട്രാകാൽഷ്യം അലുമിനോ ഫെറേറ്റ് എന്ന് പറയുന്നത് നോക്കുവാണെങ്കിൽ 12% ഉണ്ടാകും. 12%. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 6. ദി അമിനോ ആസിഡ് പോർഷൻസ് പ്രസന്റ് ഇൻ അസ്പാർട്ടൈം ഈസ്. അസ്പാർട്ടൈം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്. അതിൽ പ്രസന്റ് ആയിരിക്കുന്ന അമിനോ ആസിഡുകൾ ഏതാണ്? അസ്പാർട്ടൈമിൽ പ്രസന്റ് ആയിരിക്കുന്ന അമിനോ ആസിഡുകൾ അസ്പാർട്ടിക് ആസിഡും ഫിനൈൽ അലാനിനാണ്. അസ്പാർട്ടിക് ആസിഡ് ഫിനൈൽ അലാനിനാണ്. ഇറ്റ് ഈസ് ദ മീഥൈൽ എസ്റ്റർ ഓഫ് ഡൈപെപ്റ്റൈഡ് ഫോംഡ് ഫ്രം അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഫിനൈൽ അലാനിൻ. അസ്പാർട്ടിക് ആസിഡും ഫിനൈൽ അലാനിനും ചേർന്നുണ്ടാകുന്ന ഡൈപെപ്റ്റൈഡിൻ്റെ ഒരു മീഥൈൽ എസ്റ്ററാണ് അസ്പാർട്ടൈം എന്ന് പറയുന്നത്. ഇത് സൂക്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ 100 times ആണ് സ്വീറ്റ്നസ് കൂടുതൽ. ഇതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഫുഡിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും മാത്രമാണ് ഈ അസ്പാർട്ടൈം എന്ന് പറഞ്ഞാൽ സ്വീറ്റനിങ് ഏജൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്. കുക്കിംഗ് ടെമ്പറേച്ചറിൽ ഇത് എന്താണെന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. നൈലോൺ 66, ബ്യൂണായസ്, പോളിത്തീൻ. നൈലോൺ 66 എന്ന് പറഞ്ഞാൽ ഒരു ഫൈബറാണ്. അതിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ സ്ട്രോങ് ആണ്. നൈലോൺ 66 എന്ന് പറഞ്ഞാൽ ഫൈബറാണ്. അതിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ബ്യൂണായസ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബറാണ്. റബ്ബറിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അപ്പം 2 എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രെങ്ത് കുറവാണ്. ഇനി പോളിത്തീൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണെന്ന് പറഞ്ഞാൽ ഒരു തെർമോപ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക്സിലിരിക്കുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എലാസ്റ്റമേഴ്സിനെ പോലെ വളരെ വീക്കും അല്ല. എലാസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ റബ്ബർ, ദറ്റ് ഈസ് ബ്യൂണായസിനെ പോലെ, ഫൈബറിനെ പോലെ വളരെ സ്ട്രോങ്ങും അല്ല. എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. തെർമോപ്ലാസ്റ്റിക് ആയാലും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആയാലും. ഇപ്പോൾ പോളിത്തീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തെർമോപ്ലാസ്റ്റിക് ആണ്. സോ അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. എലാസ്റ്റമറാണ് ബ്യൂണായസ്, അടുത്തത് നോക്കുകയാണെങ്കിൽ തെർമോപ്ലാസ്റ്റിക് പോളിത്തീൻ, അടുത്തത് ഫൈബർ നൈലോൺ 66 എന്ന് പറയുന്നത്. അപ്പോൾ 2, 3, 1 ഇതാണ് അതിൻ്റെ ഇൻക്രീസിങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് ബോണ്ട് ഓർഡർ. കറക്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഓർഡർ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കാം. ഓക്സിജൻ 8, 8, 16 ഇലക്ട്രോൺ ആണുള്ളത്. 16 ഇലക്ട്രോൺ. O2 മൈനസ് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കുകയാണെങ്കിൽ
ഓക്സിജൻ 16, ഒരു ഇലക്ട്രോൺ അധികം 17 ഇലക്ട്രോണാണ്. നെക്സ്റ്റ് വൺ O2 പ്ലസ് 15 ഇലക്ട്രോണാണ്. എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ 16, ഒരു പ്ലസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി 15 ഇലക്ട്രോൺ. ഇനി നോക്കുകയാണെങ്കിൽ ഈ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ 14ൽ നിന്ന് 1 കൂടിയാലും 1 കുറഞ്ഞാലും ബോണ്ട് ഓർഡർ എന്ത് ചെയ്യുന്നു 0.5 വെച്ചിട്ട് കുറഞ്ഞ് വരും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 16 ആകുമ്പോൾ അവിടെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2. 17 എന്ന് പറഞ്ഞാൽ വീണ്ടും ബോണ്ട് ഓർഡർ 0.5 കുറയും. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1.5 ആയിരിക്കും വരുന്നത്. 1.5 ആയിരിക്കും വരുന്നത്. 15 എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് വരുന്നത് അല്ലേ. 14 3 ആണ്. 15 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഇതാണ് ബോണ്ട് ഓർഡർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോണ്ട് ഓർഡറിൻ്റെ ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ O2 പ്ലസ് ആണ്. അടുത്തത് O2, അടുത്തത് O2 മൈനസ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, the successive ionization enthalpies in kilojoule per mole of an element are given below. Identify the element. ഇവിടെ ഒരു എലിമെൻറ്റിൻ്റെ സക്സസീവ് അയണൈസേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. IE1ൻ്റെ വാല്യൂ 577.5, IE2യുടെ വാല്യൂ 1810, IE3യുടെ വാല്യൂ 2750, IE4ൻ്റെ വാല്യൂ 11580. There is a large increase between IE3 and IE4. IE3യും IE4ഉം ഇടയ്ക്കുള്ള അയണൈസേഷൻ എനർജിയുടെ വാല്യൂയുടെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കൂടുതലായിട്ടുള്ള. അപ്പോൾ അതിന് കാരണം ഇവിടെ IE3 വരെ മാത്രമേ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളത്. 3 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ വരണമെങ്കിൽ നോക്കുകയാണെങ്കിൽ 13th ഗ്രൂപ്പ് എലിമെൻ്റ് ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഒരു 13th ഗ്രൂപ്പ് എലിമെൻറ്റ് അലുമിനിയം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് അലുമിനിയം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, a compound A on oxidation with hot KMnO4 as alkaline medium gives 2 compound. നമുക്ക് ഒരു ഹോട്ട് KMnO4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം നമുക്ക് 2 കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഒന്ന് CH3 CH3 COH ഉം രണ്ടാമത്തെ കോമ്പൗണ്ട് CH3 CO CH2 CH3. എന്നാൽ ആ കോമ്പൗണ്ട് എയുടെ സ്ട്രക്ചർ എന്താണ്? അതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഇത് ഹോട്ട് KMnO4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ 2 കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന കാർബണെ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഈ കാർബണും തമ്മിൽ കണക്ട് ചെയ്യാം. ഇതും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ടും കീറ്റോൺ ആയിട്ട് മാറുന്ന കാർബൺ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എപ്പോഴും ഒരു ആൽക്കീൻ ഇങ്ങനെ KMnO4 കൊണ്ട് ഓക്സിഡേഷൻ ആകുമ്പം കാർബണുള്ള ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കീറ്റോൺ ആകും. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറുക. 2 ഹൈഡ്രജൻ ആണെങ്കിൽ ഫോമിക് ആസിഡ് ഉണ്ടാകും. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് CH3 CH3 ഈ കാർബൺ C, അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഡബിൾ ബോണ്ട് C. അപ്പോൾ ഇവിടെ CH ഉണ്ടാകും. C, പിന്നെ ഇതിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് CH3, അത് താഴോട്ട് എഴുതുക. ബാക്കിയുള്ളത് റൈറ്റിലോട്ട് എഴുതി വയ്ക്കും. അപ്പോൾ ഇത് കാർബോക്സിലിക് ആസിഡിലെ കാർബണാണ്. ഇത് ആ കീറ്റോണിലെ കാർബണുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 2 3 2,4 ഡൈമീഥൈൽ ഹെപ്റ്റ് 3 അതാണ് ആൻസർ. സോ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ നോക്കാം. CH3 ഇത് ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇത് ഫസ്റ്റ് ഓപ്ഷനാണ്, ഇത് സെക്കൻഡ് ഓപ്ഷൻ, ഇത് തേർഡ് ഓപ്ഷൻ, ഇത് ഫോർത്ത് ഓപ്ഷൻ. അങ്ങനെയാണ് സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, cryolite and fluorspar are mixed with Al2O3 during electrolysis for the extraction of aluminium 2. Cryolite Na3AlF6, fluorspar CaF2. അലുമിനിയം Al2O3യുടെ കൂടെ അതിൻ്റെ ഇലക്ട്രോളിസിൻ്റെ സമയത്ത് ഇത് മിക്സ് ചെയ്യുന്നതിന് കാരണം ഗെറ്റ് അതർ പ്രോഡക്ട്സ് അറ്റ് ആനോഡ് ലൈക്ക് ഫ്ലൂറിൻ അല്ല, ലോവർ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിന ലോവർ ചെയ്യാൻ, ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. സോ ബോത്ത് 2 and 3 ആർ ദ കറക്റ്റ് ആൻസർ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ലോവർ ചെയ്യാനും അതുപോലെ ആ മിക്സറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുമാണ് നമ്മൾ ക്രയോലൈറ്റും ഫ്ലൂർസ്പാറും ചേർന്ന് മിക്സർ
അലുമിനയുടെ ഇലക്ട്രോളിസിസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the volume of 20 volume hydrogen peroxide required to liberate 500 ml of oxygen at STP is. വോളിയം സ്ട്രെങ്ത് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 20 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീനിങ് ഇതാണ് എന്ന് പറഞ്ഞാൽ 1 ml ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് ഡീകമ്പോസിഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് 20 ml ഓക്സിജൻ കിട്ടണം. അതിനെയാണ് നമ്മൾ എന്തോന്ന് 20 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. 1 ml ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ ആകുമ്പോൾ അതിൽ നിന്ന് 1 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ ആകുമ്പോൾ എത്ര വോളിയം ഓക്സിജൻ കിട്ടും? അത്രയേ ഉള്ളൂ. 1 ml എടുത്തു കഴിഞ്ഞാൽ 20 ml ഓക്സിജൻ കിട്ടും. നമുക്ക് 500 ml ഓക്സിജൻ കിട്ടണം. 500 ml ഓക്സിജൻ കിട്ടണമെങ്കിൽ എത്ര ml ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കണം? അത് 20 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കണം. അതിൽ എത്ര ml എടുത്താലും കിട്ടും. അതാണ് നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ 20 വോളിയമാണ്. അപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചാൽ മതി. എക്സ് എന്ന് വയ്ക്കുക, എക്സ് ml എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 20, ദറ്റ് ഈസ് 25 ml. ദാറ്റ്സ് ആൻസർ, 25 ml. ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ദ പ്രൈമറി പൊള്യൂട്ടൻ ദാറ്റ് ലീഡ്സ് ടു ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഫോട്ടോകെമിക്കൽ സ്മോഗിലേക്ക് ലീഡ് ചെയ്യുന്ന പ്രൈമറി പൊള്യൂട്ടൻ ഏതാണ്? നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. നൈട്രജൻ ഓക്സൈഡ് ഇതൊരു വോം സണ്ണി ക്ലൈമറ്റിൽ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഓട്ടോമൊബൈൽസ് ആൻഡ് ഫാക്ടറീസ്. അതിലാണ് ഇത് ഒരു ഓക്സിഡൈസിങ് നേച്ചറാണ്. അപ്പോൾ ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് വിളിക്കും. ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ വിളിക്കുന്നവരാണെന്ന് തോന്നുന്നു ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ RMS വെലോസിറ്റി ഓഫ് sulfur dioxide becomes equal to that of oxygen at 303 Kelvin. RMS velocity കണ്ടുപിടിക്കേണ്ട ഫോർമുല √3RT/m. 3RT/m. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ 3 കോൺസ്റ്റൻറ്റ്, 6 കോൺസ്റ്റൻറ്റ്, ടിയും എമ്മും മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ 2 സബ്സ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് സൾഫർ ഡയോക്സൈഡും മറ്റൊന്ന് ഓക്സിജൻ. അപ്പോൾ സൾഫർ ഡയോക്സൈഡിൻ്റെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ T ഡിവൈഡഡ് ബൈ സൾഫർ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് 32 പ്ലസ് 16 × 2 64 ആണ്, ഈക്വൽ ടു ഓക്സിജൻ ടെമ്പറേച്ചർ 303 ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ മോളാർ മാസ് 16 × 2 32 ആണ്. രണ്ട് സൈഡും റൂട്ട് ഉണ്ടാകും. റൂട്ട് വേണ്ടല്ലോ, നമ്മൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ റൂട്ട് എഴുതാതിരിക്കുന്നത്. 3ഉം 6ഉം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ T/m നമ്മൾ ഇക്വേറ്റ് ചെയ്തു. √T/m രണ്ട് സൈഡും റൂട്ട് ഉണ്ടല്ലോ, സ്ക്വയർ എടുത്താൽ പോകും. 2 T ഈക്വൽ ടു 2 × 303 606 Kelvin. അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് നെഗറ്റീവ് ഡിവിയേഷൻ ഫ്രം റവോൾസ് ലാ. നെഗറ്റീവ് ഡിവിയേഷൻ ഫ്രം റവോൾസ് ലാ കാണിക്കുന്നത് ഏതാണ്? നെഗറ്റീവ് ഡിവിയേഷൻ ആണ്. നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന ഫീനോൾ ആൻഡ് അനലീൻ ആണ്. ഫീനോൾ ആൻഡ് അനലീൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന മറ്റേ എക്സാമ്പിൾ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഒരു എക്സാമ്പിൾ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. പിന്നെ നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. ഒരു ഇനോർഗാനിക് ആസിഡും വാട്ടറും എപ്പോഴും നെഗറ്റീവ് ഡിവിയേഷനാണ് കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എത്തനോൾ അസറ്റോൺ, അസറ്റോൺ കാർബൺ ഡൈസൾഫൈഡ്, എത്തനോൾ വാട്ടർ, അതെല്ലാം പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്നതാണ്. അത് മൂന്നും പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിളാണ്. അപ്പം ഈ പോസിറ്റീവ് ഡിവിയേഷൻ നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കണം. ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 16. What is the maximum number of electrons that can be accommodated in an atom in which the highest principal quantum number of the electron is 4? Highest principal quantum number 4 വരണമെങ്കിൽ അത് 4th പീരിയഡിലെ എലിമെന്റ് ആയിരിക്കും. 4th പീരിയഡിലെ എലിമെന്റ് ഏറ്റവും ലാസ്റ്റ് എലിമെന്റ് ക്രിപ്റ്റോൺ ആണ് അങ്ങനെ വരുന്നത്. 4s 4p ഇത് രണ്ടും മാത്രമേ വരാൻ പാടുള്ളൂ. 4d ഒക്കെ വരണമെങ്കിൽ പിന്നെ 5s ഒക്കെ കഴിഞ്ഞേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഹൈയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാറും. അപ്പോൾ 4th പീരിയഡിലെ അവസാനത്തെ എലിമെന്റ് ക്രിപ്റ്റോൺ, അറ്റോമിക് നമ്പർ 36 ആണ്. സോ ദ ആൻസർ ഈസ് 36. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, choose the correct order of decreasing basic strength of the following compounds in aqueous solution. നമുക്ക് തന്നിരിക്കുന്നത് അനിലിൻ C6H5NH2. അനിലിനിൽ നൈട്രജനിൽ ഇരിക്കുന്ന ലോൺ പെയർ ബെൻസീൻ റിംഗിൽ റെസൊണൻസിൽ ഇൻവോൾവ് ചെയ്യും. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് തീരെ കുറയും. അടുത്തത് C2H5NH2 പ്രൈമറി അമീനാണ്. അമോണിയ C2H5 twice NH. അലിഫാറ്റിക് അമൈൻസ് അമോണിയ കമ്പയർ ചെയ്യുമ്പോൾ മോർ ബേസിക് ആണ്.
അപ്പൊ അതിൽ പ്രൈമറി സെക്കൻഡറി വരുമ്പോൾ സെക്കൻഡറി ആണ് മോർ ബേസിക് ആയിട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും മോർ ബേസിക് ആയിട്ട് വരുന്നത് സെക്കൻഡറി അമീനായ ഫോർത്ത്, അതാണ് മോർ ബേസിക്. അടുത്തത് പ്രൈമറി അമീൻ സെക്കൻഡ്, അടുത്തത് അമോണിയ തേർഡ് വൺ, ഏറ്റവും അവസാനം വരുന്നത് ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് അനലിൻ. നൈട്രജൻ ഇരിക്കുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ റെസൊണൻസിൽ മൂവ് ചെയ്യുന്നത് കാരണം അവിടെ ബേസിക്സ് എന്ന് പറയും. സോ ദ കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ 4 2 3 1. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 4 2 3 1. നെക്സ്റ്റ് വൺ, which of the following pairs consist of only plus ആർക്കും പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ഈസോമറിക് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് പേരാണ്? NO2 മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്നത്, CHO അത് മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്നത്, അതിലെല്ലാം മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ മൈനസ് ആർ അതല്ല. സെക്കൻഡ് വൺ NHCOCH3 അത് പ്ലസ് ആർ എഫക്റ്റ് ആണ് കാണിക്കുക. നൈട്രജന്റെ പുറത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. NH2 അതിൽ നൈട്രജന്റെ പുറത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഡയറക്റ്റ് ലിങ്കായിരിക്കുന്ന ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പ്ലസ് ആർ എഫക്റ്റ് ആയിരിക്കും കാണിക്കും. ഡയറക്റ്റ് ലിങ്കായിരിക്കുന്ന ആറ്റത്തിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് മൈനസ് ആർ എഫക്റ്റ് കാണിക്കും. COR അത് കീറ്റോൺ ആണ്, മൈനസ് ആർ എഫക്റ്റ്. OCOR അത് പ്ലസ് ആർ എഫക്റ്റ്. പക്ഷേ രണ്ട് പ്ലസ് ആർ ഉള്ളതാണ് നമുക്ക് വേണ്ടത്. ഫോർത്ത് വൺ COR അത് മൈനസ് ആർ ആണ്. NHCS3 അത് പ്ലസ് ആർ ആണ് കാണിക്കുക. അപ്പോൾ പ്ലസ് ആർ രണ്ടും വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, NHCOCH3 NH2. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 90. The heat of atomization of PH3 and P2H4 are 954 kilojoule per mole and 1485 kilojoule per mole respectively. The phosphorus bond energy in kilojoule per mole is. ഇവിടെ നോക്കുകയാണെങ്കിൽ PH3 ൽ 3 ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ട് ആണ് ഉള്ളത്. അപ്പോൾ ബോണ്ട് എനർജി ഓഫ് ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ട് കണ്ടുപിടിക്കാം. അവിടെ അതിന്റെ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ തന്നിട്ടുണ്ട് 954 ആണ് തന്നിട്ടുള്ളത്. 954 ആണ് തന്നിട്ടുള്ളത്. ആ 954 എന്ന് പറഞ്ഞാൽ 3 ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ടിന്റെയാണ്. അപ്പോൾ ഒരെണ്ണത്തിന് കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 3 1 8. ഇനി P2H4 എടുക്കുമ്പോൾ അതിൽ ഒരു ഫോസ്ഫറസ് ബോണ്ട് ഉണ്ട്. അതുകൂടാതെ 4 ഫോസ്ഫറസ് ഹൈഡ്രജൻ ഉണ്ട്. 4 ഫോസ്ഫറസ് ഹൈഡ്രജൻ. അതിന്റെ ഇതാണ് 1485. അപ്പൊ അതിൽ ഒരെണ്ണത്തിന് നോക്കുകയാണെങ്കിൽ 318 ആണ്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ഓഫ് ഫോസ്ഫറസ് ഈക്വൽ ടു 4085 മൈനസ് 4 into 3. That is 1485 minus 22 3 7 1485 3 1 2 1. That is first option is the correct answer. Next one, the incorrectly matched pair among the following is first one BRF. Number of hydroorbital central atom bromine atom balance shell 7 electron ഉണ്ട്. Surrounding monovalent atom 5 divided by 2. That is 12 by 6 sp3d2 hybridization. ഇനി ലോൺ പെയർ കണ്ടുപിടിക്കുമ്പോൾ ലോൺ പെയർ ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈഡ്രോഓർബിറ്റൽ 6 മൈനസ് നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം 5 1. sp3d2 hybridization with one lone pair on square pyramid. അത് തെറ്റാണ്. സ്ക്വയർ pyramid. That is the correct answer. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞാൽ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ് വേണ്ടത്. DRF അത് സ്ക്വയർ പിരമിഡിലാണ്, ട്രയാഗണൽ ബൈപിരമിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. SO4 സീസ് അതിന് CLF3 T ഷേപ്പിന് NH4 പ്ലസ് ടെട്രാഹൈഡ്രൽ അതെല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് question number 21. For the redox reaction MnO4 minus plus C2O2 minus plus H plus gives Mn2 plus CO2 plus H2. The correct coefficient of the reactants for the balance reaction are MnO4 നെ C2O4 minus നെ H plus നെ coefficient ആണ് വേണ്ടത്. നമ്മൾ ആ റിയാക്ഷൻ MnO4 minus C2O4 2 minus Mn2 plus CO2
അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അത് MnO4 മൈനസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ആണ്. C2O4 മൈനസ് അതിനോട് 2 കാർബൺ ആദ്യം അതിൽ അത്ര ആറ്റങ്ങൾ ബാലൻസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. മാംഗനീസ് സെയിം ആയിരുന്നു. ഇവിടെ സെൻട്രൽ ആറ്റം കാർബൺ 2 ഉണ്ട്, അവിടെ 2. അപ്പൊ ഈ 2 കാർബണിന്റെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ +6 ആണ്. ഇവിടെ 2 കാർബണിന്റെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ +8 ആണ്. 2 കാർബൺ നമുക്ക് ഒരു ടോട്ടൽ ആയിട്ടാണ് എടുക്കുന്നത്, ടോട്ടൽ ചേഞ്ച്. ഇനി +7 2 ആയിട്ട് മാറുമ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇത് ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെ 5 വരും, ഇവിടെ 2 ഉണ്ട് ഓൾറെഡി. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് 10 ആണ്. നമുക്ക് MnO4 C2O4 2 മൈനസ് പിന്നെ H+ ന്റെ കോഎഫിഷ്യന്റ് ആണ് വേണ്ടത്. MnO4 ഉം C2O4 ഉം കിട്ടി 2 5 2 5. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. അത്രേ ഉള്ളൂ. 2 5 എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് H+ ബാലൻസ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. പറഞ്ഞാൽ നമ്മൾ ഇതിനെ 5 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻക്രീസും ഡിക്രീസും സെയിം ആകണം. അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് H+ നോക്കണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തത് ഓക്സിജൻ ബാലൻസ് ചെയ്യണം. ഓക്സിജൻ ഇവിടെ 8 20. അപ്പൊ 28 ഓക്സിജൻ ഉണ്ട് ലെഫ്റ്റ് സൈഡ്. ഇവിടെ ആണെങ്കിൽ 20 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 8 വാട്ടർ ഇവിടെയാണ്, 8 വാട്ടർ. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുമ്പോൾ അസിഡിക് മീഡിയത്തിൽ 16 ഹൈഡ്രജൻ റൈറ്റ് സൈഡിലുണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ എത്ര ഹൈഡ്രജൻ കുറവുള്ള അത്ര H+ ഉണ്ടാവും. അപ്പൊ 16 H+. ഓക്കെ, ഇപ്പൊ 16 ആണ് H+. അതെന്താ? ഓക്കെ, അതിന്റെ ആൻസർ എഴുതാൻ അത്ര ആവശ്യമില്ല, 2 ആൻസർ മാത്രം മതി. നമ്മൾ ടോട്ടൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ടോട്ടൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുക്കുക, രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലേ ഈക്വൽ ആകും. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടാം. അസിഡിക് മീഡിയത്തിൽ ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ എവിടെ കുറവുണ്ടോ അവിടെ വാട്ടർ എടുക്കുക, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ എവിടെ കുറവുണ്ടോ അവിടെ H+ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. For the gas phase reaction PCl5 reversible, PCl5 reversible, PCl3 plus Cl. Which of the following conditions are correct? Delta H and delta S ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, ഡീകമ്പോസിഷൻ ഓഫ് PCl. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആവുമ്പോൾ ഡെൽറ്റ H ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി 1 മോൾ 2 മോളായിട്ട് ഡിസോസിയേഷൻ ആവുന്നു. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുകയാണ് ചെയ്യുന്നത്. Entropy increase ചെയ്യും. അപ്പോൾ delta S is also greater than 0. But delta H greater than 0, delta S less than greater than 0. So fourth option is the correct answer. Next one. The end product of the following sequence is calcium oxide, carbon കൂടെ ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബൈഡ്, കാൽഷ്യം കാർബൈഡ്. ഇതിനെ നമ്മൾ ഹൈഡ്രോസ് ചെയ്യുമ്പോൾ ഈഥൈൻ അസറ്റലീൻ ഉണ്ടാവും. അസറ്റലീന്റെ ഒരു മാനുഫാക്ചറിംഗ് മെത്തേഡാണ്. ലൈംസ്റ്റോണിനെ കോക്കുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ലൈംസ്റ്റോണിൽ നിന്ന് കാൽഷ്യം ഓക്സൈഡ് ക്വിക്ലൈം ഉണ്ടാകും. ഇവിടെ ക്വിക്ലൈം എടുത്ത് എഴുതിക്കുന്നത് ഇതിനെ സൾഫ്യൂരിക് ആസിഡ് Ag2+ ന്റെ പ്രസൻസ് there is hydration reaction. Hydration reaction, water addition. Water addition ആകുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ വിനൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഒരു ഈനോൾ ഫോം ഉണ്ടാകും. ഈനോൾ ഫോം, വിനൈൽ ആൽക്കഹോൾ. ആ വിനൈൽ ആൽക്കഹോൾ ഐസോമറൈസേഷൻ അല്ലെങ്കിൽ ടോട്ടമറൈസേഷൻ ആയി നമുക്ക് അസെറ്റാൾഡിഹൈഡ് ആയി. ടോട്ടമറൈസേഷൻ, അസെറ്റാൾ അല്ലെങ്കിൽ ഐസോമറൈസേഷൻ പറയും. നമുക്ക് അസെറ്റാൾഡിഹൈഡ് അല്ലെങ്കിൽ എത്തനാൽ, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം, ഇത് എത്തനോൾ ആണ്. നമുക്ക് അസെറ്റാൾഡിഹൈഡ്, അതാണ് അസെറ്റാൾഡിഹൈഡ് ഈസ് കറക്റ്റ് ആൻസർ. ഈ ഇന്റർമീഡിയറ്റ് പറഞ്ഞിരിക്കണം. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ചോദിക്കും. ഇങ്ങനെ H2SO4G+A അത് റീഅറേഞ്ച് ചെയ്ത് B കിട്ടുന്നു. അപ്പോൾ എയും ബിയും ചോദിക്കാം. അപ്പോൾ അത് കാരണം ഇവിടെ H ഇവിടെ H ഇത് സിമെട്രിക്കൽ ആൽക്കീനാകുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ H എഴുതിയാലും കുഴപ്പമില്ല. അൺസിമെട്രിക്കൽ ആൽക്കീനാണെങ്കിൽ മാർക്കോണിക് അഡീഷൻ ആയിരിക്കും നടക്കുന്നത്. നമുക്ക് ഒരു അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നത്. ഈനോൾ ഫോം എന്ന് പറയും. ഈനോൾ ഫോം റീഅറേഞ്ച് ആയിരിക്കും കീറ്റോൺ ഫോമായിട്ട് മാറും. നെക്സ്റ്റ് വൺ. Which one of the following is not aromatic? Aromatic അല്ലാത്തത്. ഫസ്റ്റ് വൺ സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയൻ. സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയൻ അത് aromatic ആണ്. aromatic എന്ന് പറയുന്നത് ഹക്കൽസ് റൂൾ ഉപയോഗിച്ചാണ്. ഹക്കൽസ് റൂൾ പഠിച്ചിട്ടുണ്ടാകും. ഇനി cyclic planar conjugated system having 4n+5 electrons are aromatic. Any cyclic planar conjugated system having 4n+5 electrons are aromatic. ഇതിന് പകരം 0 ഇടാം, 1 ഇടാം, 2 ഇടാം, 3 etc.
0 ഇട്ട് കഴിഞ്ഞാൽ 2 പൈ ഇലക്ട്രോൺ, 1 ഇട്ട് കഴിഞ്ഞാൽ 6 പൈ ഇലക്ട്രോൺ, 2 ഇട്ട് കഴിഞ്ഞാൽ 10 പൈ ഇലക്ട്രോൺ, 3 ഇട്ട് കഴിഞ്ഞാൽ 14 പൈ ഇലക്ട്രോൺ. ഇങ്ങനത്തെ പൈ ഇലക്ട്രോൺസ് വരുമ്പോഴാണ് അരോമാറ്റിക് ആകുന്നത്. ഇവിടെ 2 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ ഈ ഒരു പൈ കൊണ്ട്. അപ്പൊ 2 പൈ ഇലക്ട്രോൺ പിന്നെ കോൺജുഗേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഡബിൾ, സിംഗിൾ, പോസിറ്റീവ് ചാർജ്, സിംഗിൾ, ഡബിൾ അങ്ങനെ വരുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഡീലോക്കലൈസേഷൻ ആകും. അപ്പൊ ഇത് അരോമാറ്റിക് ആണ്. ഇനി നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് സൈക്ലോപെന്റാഡൈനൽ ആനൈൻ. സൈക്ലോപെന്റാഡൈനൽ ആനൈൻ അതും അരോമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ 2 പൈ ഇലക്ട്രോൺ ആണുള്ളത്. ഇവിടെ 2, 4 പിന്നെ ഈ ലോൺ പെയർ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. അതും കൂടെ ചേർത്ത് 6 പൈ ഇലക്ട്രോൺ. ഇവിടെ കോൺജുഗേറ്റഡ് ആണ്. ഡബിൾ, സിംഗിൾ, ഡബിൾ, സിംഗിൾ പിന്നെ ഒരു പെയർ, അടുത്ത സിംഗിൾ, ഡബിൾ അങ്ങനെ ഡീലോക്കലൈസേഷൻ ആകും. അപ്പൊ ഇതും അരോമാറ്റിക് ആണ്. തേർഡ് വൺ നോക്കിക്കഴിഞ്ഞാൽ സൈക്ലോപെന്റാഡൈനൽ കാറ്റിയം. കാറ്റിയം അവിടെ പൈ ഇലക്ട്രോൺ 4 പൈ ഇലക്ട്രോൺ വരുന്നുള്ളൂ. 2, 4 പോസിറ്റീവ് ചാർജ് ഇല്ല. 4 പൈ ഇലക്ട്രോൺ ഇതിന്റെ അകത്ത് വരുന്നില്ല. സോ ദാറ്റ് ഈസ് ആൻസർ അരോമാറ്റിക് ആണ്. The fourth one, pyridine. Pyridine എന്ന് പറഞ്ഞാൽ അതൊരു ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്. ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ബെൻസീൻ പോലെ 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. നൈട്രജനിൽ ഇരിക്കുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വേറൊരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അത് ഒരിക്കലും അവിടെ ഡീലോക്കലൈസേഷൻ ആകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ നൈട്രജന്റെ ഒരു പി ഓർബിറ്റൽ ഇതിലൂടെ പൈ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ മറ്റേ പി ഓർബിറ്റലാണ് ലോൺ പെയർ ഇരിക്കുന്നത്. അത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നത്. അത് കാരണം അത് ഒരിക്കലും ഒരു പ്ലെയിനിൽ വരത്തില്ല, ഡീലോക്കലൈസേഷൻ ആകില്ല. അപ്പൊ 6 പൈ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അത് ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അത് കാരണം തേർഡ് വൺ ആണ് ആൻസർ സൈക്ലോ പെന്റാഡൈനൈൽ കാറ്റിയം എന്ന് പറയും. അതാണ് ആരോമാറ്റിക് അല്ലാത്ത. സൈക്ലോപെന്റാഡൈനൽ ആനയോൺ ഓക്കെയാണ്. അതുപോലെ സൈക്ലോപ്രോപ്പീനൽ കാറ്റിയം ആരോമാറ്റിക് ആണ്. അതിൽ 4 പൈ ഇലക്ട്രോൺ വരുന്ന കാരണമാണ് ആരോമാറ്റിക് ആണ്. ഇതിൽ 2, 6, 10, 14 വരും. നെക്സ്റ്റ് the percentage of s character of hybrid orbitals of carbon in graphite and diamond. Graphite and diamond the s character എന്ന percentage hybridization. Graphite നോക്കുകയാണെങ്കിൽ sp2 hybridization. Diamond നോക്കുകയാണെങ്കിൽ sp3 hybridization. sp2 hybridization ആകുമ്പോൾ അതിന്റെ s character 33.3%. sp3 ആകുമ്പോൾ അതിന്റെ s character 25%. So the correct answer is first option. 33.3 and 25. Next one. Question number 26. When XO2 is fused with an alkali metal hydroxide in presence of an oxidizing agent such as KNO3, a dark green product is formed, which is disproportionate in acidic solution to give a dark purple solution. X6. When XO2 എടുത്തിട്ട് അതിനെ ആൽക്കലി വെച്ച് ഫ്യൂസ് ചെയ്യും. ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ് in presence of an oxidizing agent KNO3 using a dark green colored product which is disproportionate to give a dark purple solution. KMnO4 preparation dark purple solution or KMnO4, dark green color or potassium manganate. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് MnO2 pyrolusite M1. X എന്ന് പറഞ്ഞാൽ manganese. Second option. Next one. The time taken for 90% completion of a radioactive substance is 200 minutes. Calculate the time taken to complete 99.99% of its initial effort. 90% complete ചെയ്യാൻ 200 minutes വേണം. അങ്ങനെയാണെങ്കിൽ 99.99% complete ചെയ്യാൻ എത്ര സമയം വേണം? 49. That is 4 into 200. That is 800. Second option is correct. Next one. The two forms of D-glucopyranose obtained from aqueous solution of D-glucose is called. D-glucopyranose ന്റെ രണ്ട് ഫോം. ആ രണ്ട് ഫോമും കാർബണിൽ കാർബൺ, that is first കാർബൺ ഉണ്ട്. H-ന്റെ OH-ന്റെ കോൺഫിഗറേഷൻ ഡിഫറൻസ് ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആനോമസ് എന്നാണ് വിളിക്കുന്നത്. ആനോമസ്. ഒരെണ്ണം ആൽഫ ഗ്ലൂക്കോസും മറ്റൊന്നും ബീറ്റ ഗ്ലൂക്കോസ്. ഒരെണ്ണം ആൽഫ ഗ്ലൂക്കോസും മറ്റൊന്നും ബീറ്റ ഗ്ലൂക്കോസും. So the answer is ആനോമസ്. Next one. Match list 1 with list 2 and select the correct answer using the codes given below. First one, fog. Fog എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ aerosol ആണ്. Dispersed phase നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ആയിരിക്കും, ഡിസ്പെർഷൻ മീഡിയം ഗ്യാസ്.
പോകുന്ന പറഞ്ഞാൽ എറോസോൾ. യെസ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ എമൾഷൻ. അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്നതായിരിക്കും പറഞ്ഞാൽ ലിക്വിഡ് എമൾഷൻ. അടുത്തത് ചീസ് എന്ന് പറഞ്ഞാൽ ജെല്ലാണ്. അവിടെ ഡിസ്പേർഷൻ ഫേസ് എന്നതാണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. ഡിസ്പേർഷൻ മീഡിയം എന്നതായിരിക്കും പറഞ്ഞാൽ സോളിഡ്. സോപ്പ് ലേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ലിക്വിഡ് ഫോം. So the correct answer is first option. SRP. Next one. The fluoride ion concentration in a saturated aqueous solution of calcium fluoride at a given temperature is 4 into 10 raised to minus 4 mol per liter. Then the Ksp value of calcium fluoride at this temperature. Calcium fluoride Ca2 solid Ca2 plus 2F minus 1. ഇങ്ങനത്തെ കാൽഷ്യം ഫ്ലൂറൈഡിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഇരിക്കുന്ന ഫ്ലൂറൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് 4 into 10 raised to minus. ഇതിന്റെ സോളിബിലിറ്റി S moles per liter എന്ന് വെക്കുവാണെങ്കിൽ ഇത് S ഉണ്ടാകും, ഇത് 2S ഉണ്ടാകും. എന്നാണ് പറഞ്ഞാൽ 1 mol അയണൈസ് ആകുമ്പോൾ 2F minus ഉണ്ടാകും. ആ 2S ന്റെ വാല്യൂ ആണ് 4 into 10 raised to minus. സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ ഫ്ലൂറൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ 2S ന്റെ വാല്യൂ ആണ്. S ന്റെ വാല്യൂ ഇതിന്റെ പകുതി. ഇനി ഇത് AB2 ടൈപ്പ് സോൾട്ട്. AB2 ടൈപ്പ് സോൾട്ടിൽ Ksp മെസ്സും തമ്മിലുള്ള റിലേഷൻ ആണ്. Ksp equal to 4Sq. 4 into Sq 2 into 10 raised to minus 4. That is 4 into 2 cube 8 into 10 raised to minus 4. 32 into 10 raised to minus 4. Or minus 11 എന്നാണ് ഇരിക്കുന്നത്. So the correct answer is first option. അത് 32 എന്നല്ല 3.2 ആണ്. 32 into 10 raised to minus 12 ആണ്. പക്ഷേ അത് 3.2 into 10 raised to minus 12. First option is that. Next one. The IUPAC name of the following നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. OH ഇവിടെ വരണം. നമ്മളൊരു പാരന്റൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ലിങ്ക് ആയിരിക്കുന്ന കാർബൺ, മൾട്ടിപ്പിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്ന കാർബൺ ഇതൊക്കെ പാരന്റൈൻ. നമ്പർ ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ലിങ്ക് ആയിരിക്കുന്ന കാർബൺ ലീസ്റ്റ് നമ്പർ എഴുതാം. There is 3 methyl 5 കാർബൺ പെന്റ്. Third position double bond 3 2. So the correct answer is 3 methyl pen 3 into 1. 3 methyl pen 3 into 1. That is second option is the correct answer. Second option. Next one. The complex ion which has the highest magnetic moment among the four. Highest magnetic moment is FeCN 6 times 4 times. Similar time 26 3d6 4s. And oxidation number X minus 6 equal to minus 4, X equal to plus 2. So Fe2 plus ആകുമ്പോൾ 3d6 strong ligand ആകുമ്പോൾ 6 ഇലക്ട്രോൺ ഹാൻഡ്സൺ നെഗറ്റീവ് ആയിട്ട് പെയറിംഗ് ആകും. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. പറഞ്ഞാൽ 3d6 ഇങ്ങനെയായിരിക്കും. 3d6 ഹാൻഡ്സൺ നെഗറ്റീവ് ആയിട്ട് പെയറിംഗ് ആകും. അപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. Then next one NiNH3 6 times 2 plus. ഇവിടെ നിക്കൽ 28 3d8 4s. ഇവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോൾ ഇത് 0 ആണ്. അപ്പോൾ +2 നിക്കൽ 2 പ്ലസ് ആകുമ്പോൾ 4s 3d8 ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും. അമോണിയ ഇവിടെ വീക്കായിട്ട് ആക്കി 1 2 3 4 5 6 7 8 രണ്ടാണ്. COF63 minus cobalt 27 3d7 4s. ഇവിടെ കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ X minus 6 equal to minus 3, X equal to plus 3. CO3 plus എടുക്കുമ്പോൾ 4s ൽ ഒരെണ്ണം രണ്ടെണ്ണം പോകും, 3d ൽ ഒരെണ്ണം പോകും, 3d6 വീക്ക്ലി കാർഡ് ആണ്. വീക്ക്ലി കാർഡ് ആകുമ്പോൾ പെയറിംഗ് നടക്കത്തില്ല. 1 2 3 4 5 6
4 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പൊ ഇതുവരെ കണ്ടുപിടിച്ചാൽ ഇതാണ് 4. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ MnH2O 6 times 2 plus. Manganese 25 ആണ് atomic. അപ്പോൾ 3d5 forest. Manganese oxidation number water 0 ആയതുകൊണ്ട് 2 plus എന്ന് വരും. Manganese 2 plus 3d5 water weak ligand. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. 5 അൺപെയർഡ് n equal to 5. So maximum paramagnetic character ആയിട്ട് വരുന്ന maximum highest magnetic moment വരുന്ന fourth option MnH2O 6 times 2 plus 5 electrons. അപ്പോൾ ആദ്യത്തെ ലീനിയർ ഇലക്ട്രോൺ 0, രണ്ടാമത്തെ 2 ആണ്, മൂന്നാമത്തെ 4 ആണ്, ഫോർത്ത് ഓപ്ഷനിൽ 5 ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഫ്രം ദി ഫോളോവിങ്. ഇവിടെ ഇത് PTNH3 4 ടൈംസ് ആണ്. PTNH3 4 times Cl2 plus ആണ്. PTNH3 Cl2 ആണെങ്കിൽ 2 plus ആണെങ്കിൽ എത്രയേ ഉള്ളൂ? അത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ PTNH3 4 times Cl2. PTNH3 4 times Cl2 2 plus ആണ്. ഇനി സിസ് ഐസോമർ ട്രാൻസ് ഐസോമർ ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കത്തില്ല. എല്ലാത്തിലും മൈനസ് സിമെട്രി ഉണ്ടാകും. അത് മോണോഡൈലേറ്റ് ലിഗാണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ MA4B2 ടൈപ്പ് ലിഗാണ്ട് ഒരിക്കൽ വരുന്ന കോംപ്ലക്സ് ഒരിക്കൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാറില്ല. ട്രാൻസ് COEN Cl2 plus അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. COEN Cl2 ട്രാൻസ് ആണ്. അപ്പോൾ ട്രാൻസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ക്ലോറിൻ ഇരിക്കുന്നത്. EN ഇങ്ങനെ ആയിരിക്കും. ഇവിടെ പ്ലെയിനാർ സിമെട്രി ഉണ്ട്. സൂപ്പർ ഇമ്പോസിബിൾ മിററിലേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ്. Cis COEN Cl2 ഇതാണ് COEN Cl2. സിസ് ഐസോമർ ആകുമ്പോൾ 2 Cl അടുപ്പിക്കണം, 2 EN. ഇത് പ്ലെയിനാർ സിമെട്രി ഇല്ല. ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിററിലേക്ക് ഉണ്ടാകും. നോൺ ഒപ്റ്റിക്കലി ആക്റ്റീവ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഫോർത്ത് ഓപ്ഷൻ CrNH3 5 times Cl. അത് പ്ലെയിനാർ സിമെട്രി ഉണ്ട്. സൂപ്പർ ഇമ്പോസിബിൾ മിററിലേക്ക് ഉണ്ടാക്കപ്പെടും. അത് കാരണം അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് വണ്ണാണ് ഒപ്റ്റിക്കൽ ഐസോമർ കാണിക്കുന്നത്. ഇങ്ങനെ ബൈഡന്റേറ്റ് ലിഗാണ്ട് വരുന്നത് സാധാരണ സിസ് ഐസോമർ ആണ് കൂടുതൽ കാണിക്കുന്നത്. മോണോഡൈലേറ്റ് ലിഗാണ്ട് വരുന്നത് കാണിക്കാറുണ്ട്. മോണോഡൈലേറ്റ് ലിഗാണ്ട് A2B2C2 എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ സിസ് ഐസോമർ വരികയാണെങ്കിൽ അത് കാണിക്കും. ബാക്കി കൂടുതൽ ബൈഡന്റേറ്റ് ലിഗാണ്ട് വരുന്നത് സിസ് ഐസോമർ അല്ലെങ്കിൽ 3 ബൈഡന്റേറ്റ് ലിഗാണ്ട് വരുന്നത് ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ജോമെട്രിക്കൽ ഐസോമർസ് കാണിക്കുന്ന എക്സാമ്പിളായിട്ട് വരും. നെക്സ്റ്റ് വൺ, the vapor density of a gas is 11.2. The volume occupied by 11.2 gram of the gas at STPT. ഒരു ഗ്യാസിന്റെ വേപ്പർ ഡെൻസിറ്റി 11.2. അപ്പോൾ അതിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into വേപ്പർ ഡെൻസിറ്റി ആണ്. അപ്പോൾ 2 into 11.2 that is 22.4. അതിന്റെ 11.2 gram ഗ്യാസ് STP ഓക്കുപൈ ചെയ്യുന്ന 22.4 gram ആണെങ്കിൽ അത് 22.4 ലിറ്റർ. അത് മോളാർ മാസ് അല്ലേ? ഒരു മോൾ ഓക്കുപൈ ചെയ്യുന്നതാണ് 22.4 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ 11.2 ലിറ്റർ ഗ്രാം എന്ന് പറഞ്ഞാൽ 11.2 ലിറ്റർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിലും 2 into വേപ്പർ ഡെൻസിറ്റി ആണ് മോളാർ മാസ്. അപ്പോൾ അതിന്റെ പകുതിയാണ്, ഹാഫ് മോളിന്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ആ വെയിറ്റ് ചെയ്യുന്നത് ഹാഫ് മോൾ ആകുമ്പോൾ 11.2 ലിറ്റർ അത്രയേ ഉള്ളൂ. C6H5CHO plus CH3CHO ഡയലൂട്ട് NaOH എഴുതി ഹീറ്റ് ചെയ്യും. P എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതാണ്. ഇത് വേറെ ഒന്നുമില്ല, ക്രോസ് ത്രെഡോൾ കണ്ടൻസേഷൻ. C6H5CHO ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്, CH3CHO ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ് എടുത്തിട്ട് ക്രോസ്ഡ് അൾഡോൾ കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ ഡയലൂട്ട് NaOH ആഡ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യും. 2 സ്റ്റെപ്പും കൂടെ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഇതിന്റെ ഓക്സിജനും ഇതിനുള്ള ആൽഫ ഹൈഡ്രജൻ രണ്ടും കൂടെ ചേർന്ന് ഉണ്ടാകും. അങ്ങനെ ആദ്യം അൾഡോൾ ഉണ്ടായിട്ട് പിന്നെ വാട്ടറിംഗ് പോയി ക്രോസ് അൾഡോൾ കണ്ടൻസേഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് C6H5CH ഡബിൾ ബോണ്ട് CH സിനമോൾഡിഹൈഡ് എന്ന് പറയും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് C6H5CH ഡബിൾ ബോണ്ട് CH. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. C6H5CH ഡബിൾ ബോണ്ട് CH. ഇതിന് മാത്രമേ ആൽഫ ഹൈഡ്രജൻ ഉള്ളൂ, ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഇങ്ങനെ മാത്രമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ക്രോസ് അൾഡോൾ കണ്ടൻസേഷൻ ആണ്.
Next one. Question number 36, section B. In the following pairs halogen compounds, which compound undergoes faster resonance reaction? നമുക്ക് ആദ്യത്തെ പെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്, ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. resonance reaction റിയാക്ടിവിറ്റി ഓർഡർ ടെർഷ്യറി സെക്കൻഡറി പ്രൈമറി. അപ്പോൾ ആദ്യത്തെ പെയർ ഇതായിരിക്കും resonance reaction മോഡൽ. രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. അതിൽ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും മോഡൽ. അപ്പോൾ ഇതാണ് ഇത് രണ്ടും വരുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ആൻസർ. So the correct answer is second option. Second option. First pair idum, second pair second. Okay. Next one. One phenyl ethanol can be prepared by the reaction of C6H5CHO. One phenyl ethanol. One phenyl ethanol എന്ന് പറഞ്ഞാൽ ethanol അതിൽ ഫസ്റ്റ് ഇത് ബെൻസീൻ. ബെൻസാൾഡിഹൈഡ് എങ്ങനെ പറയും? C6H5CH. ബെൻസാൾഡിഹൈഡ്. First option CH3MgI in presence of ether വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇത് അഡീഷൻ ആകുമ്പോൾ ഇവിടെ അഡീഷൻ ചെയ്യും, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇത് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ CH3 ഈ കാർബണും MgI ഈ കാർബണും ഒന്ന് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അഡീഷൻ കോമ്പൗണ്ട് ഉണ്ട്. C6H5 CH ഇവിടെ CH3 വന്ന് ചെയ്യും. MgI. ഇതിനെ നമ്മൾ ഫർദർ ആയിട്ട് ഹൈഡ്രോളിസ് ചെയ്യും. ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ വൺ ഫിനൈൽ ethanol ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ കോമ്പൗണ്ടിനെ കിട്ടും CH3CHOH. വൺ ഫിനൈൽ ethanol കിട്ടും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ക്രിപ്റ്റോൺ റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്യും. ഇതേ കോമ്പൗണ്ടിനെ കിട്ടും C6H5 CH3CHOH. ഓക്കേ. നെക്സ്റ്റ് വൺ. An organic compound of molecular formula C4H10 does not react with sodium. Sodium ആയിട്ട് റിയാക്ട് ചെയ്യില്ല. സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഫീനോൾ അല്ല, ആൽക്കഹോളും അല്ല. With excess HI it gives only one type of alkyl halide. Excess HI യുടെ ഒരേ ഒരു ടൈപ്പ് ആൽക്കൈൽ ഹാലൈഡ് തന്നെ ഉണ്ടാക്കും. അതാണ് സിമെട്രിക്കൽ ഈഥർ. അതാണ് 2-methoxypropane. അത് സിമെട്രിക്കൽ ഈഥർ അല്ല. 1-methoxypropane സിമെട്രിക്കൽ ഈഥർ അല്ല. ഈഥോക്സിനേൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സിമെട്രിക്കൽ ഈഥർ ഈഥോക്സിനേൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈഥോക്സി രണ്ട് സൈഡും ഒരുപോലത്തെ ആൾക്കാർ വരും. 2-methoxypropane അങ്ങനെ അല്ല. ഒരെണ്ണം മീഥൈൽ ഒരെണ്ണം ഐസോപ്രോപ്പൈലോ ആണ്. 1-methoxypropane ഒരെണ്ണം മീഥൈലും ഒരു പ്രൊപ്പൈലോ ആണ്. ബ്യൂട്ടൈൽ ആണോ ആൽക്കഹോളാണ്. സോഡിയമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതെടുത്തിട്ട് സോഡിയമായിട്ട് റിയാക്ട് ചെയ്തില്ല എക്സസ് HI വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് രണ്ടും ആൽക്കഹോളും ആൽക്കഹൈഡ് രണ്ട് സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം. ഒരു ആൽക്കഹൈഡ് ഒരു ആൽക്കഹോൾ, പിന്നെ ആൽക്കഹോൾ വീണ്ടും റിയാക്ട് ചെയ്ത ആൽക്കഹൈഡ് എഴുതാം. അപ്പോൾ എക്സസ് HI വെച്ച് ട്രീറ്റ് only one type of alkyl. Next one. If 3 farads of electricity is passed through the solution of AgNO3, CuSO4 and AuCl3, the molar ratio of the cations deposited at the cathode will be. AgNO3 എടുക്കുമ്പോൾ അതിൽ Ag+ ആണ് ഉള്ളത്. Ag+ ഒരു ഇലക്ട്രോൺ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മോൾ Ag. ഒരു ഫാരഡേ ഇലക്ട്രിസിറ്റിക്ക് ഒരു മോൾ ഉണ്ട്. നമ്മൾ അവിടെ 3 ഫാരഡേയാണ് കടത്തിവിടുന്നത്. അപ്പോൾ 3 മോൾ Ag കാഥോഡ് ഡെപ്പോസിറ്റ്. ഇനി അടുത്ത CuSO4 Cu2+ ആണുള്ളത്. അവിടെ 2 ഇലക്ട്രോൺ കടത്തിവിടുമ്പോൾ ഒരു മോൾ Cu ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ 2 ഫാരഡേക്ക് ഒരു മോൾ. നമ്മൾ 3 മോളാണ് എല്ലാത്തിനും കടത്തിവിടുന്നത്. അപ്പോൾ 3 മോൾ ആകുമ്പോൾ 3/2 മോളായിരിക്കും ഡെപ്പോസിറ്റ് ആവുന്നത്. ഇനി അടുത്തത് AuCl3 Au3+ ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ കടത്തിവിടുമ്പോൾ ഒരു മോൾ Au ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 3 ഫാരഡേ കടത്തിവിടുമ്പോൾ ഒരു മോൾ. അവിടെ 3 ഫാരഡേന്ന് നമ്മൾ എല്ലാവർക്കും കടത്തിവിടുമ്പോൾ ഒരു മോൾ. അപ്പോൾ അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 എല്ലാത്തിനെയും 2 കൊണ്ട് കൂടിയുമ്പോൾ 6:3:2. So the correct answer is 4. Fourth option is the correct answer. Next one. The molar conductivities of sodium chloride HCl and CH3CON at infinite dilution are.
126.45, 426.16 and 91 ohm raised to minus 1 centimeter square respectively. The molar conductivity of CH3COH at infinite dilution. Limiting molar conductivity CH3COH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന അയോൺസ് വരുന്നത് ആഡ് ചെയ്യണം. That is limiting molar conductivity of CH3COMa plus limiting molar conductivity of HCl. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് limiting molar conductivity of NaCl എന്ന് പറയും. NaCl നമുക്ക് ആവശ്യമില്ല. CH3COH ന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ 90. HCl ന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 426.16 minus 126.44. ഇതാണ് ആൻസർ. 426.16 90 167 126.45 170 390.7 on ohm raised to minus 1 centimeters. That is third option is correct. Next one. The depression in freezing point will be maximum. Depression in freezing point delta T. That is a colligating property. Number of particles are directly proportional. Number of particles കൂടുമ്പോൾ കൂടും. 1 molar solution of NaCl. NaCl ന്റെ ഐഡിയ വാല്യൂ 2 ആണ്. അപ്പോൾ 1 molar ആണ്. 1 molar aqueous solution of glucose. അവിടെ non electrolyte ഐഡിയ വാല്യൂ 1 ആണ്. 1 molar aqueous solution of acetic acid. അവിടെ ഐഡിയ വാല്യൂ ശരിക്കും പറഞ്ഞാൽ 2നേക്കാളും കുറവായിരിക്കും 1നേക്കാളും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പോൾ മുഴുവനും അയണൈസ് ആകത്തില്ല. 1 molar aqueous solution of CaCl2. CaCl2 ന്റെ ഐഡിയ വാല്യൂ നമുക്കായിരിക്കും 1.3 ആണ്. ഒരു Ca2 പ്ലസും 2 Cl മൈനസും ഉണ്ടാകും. എല്ലാം പൊളാരിറ്റി സെയിം ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ഫാക്ടറിന്റെ വാല്യൂ വെച്ചിട്ട് വേണം നോക്കേണ്ടത്. വാല്യൂ ഓഫ് ഫാക്ടറിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ CaCl2 ആണ്. അതിനാണ് മാക്സിമം ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വരിക. നെക്സ്റ്റ് വൺ. Identify the major monohalide product in the following reaction. ഈ റിയാക്ഷനിൽ മേജർ ആയിട്ടുള്ള മോണോഹാലജൻ പ്രോഡക്റ്റ്. ഒരു ബെൻസീൻ റിംഗിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു NO2 ഗ്രൂപ്പ് ഉണ്ട്. ബ്രോമിൻ ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇങ്ങനെ ലൈറ്റിനെ ഹീറ്റിനെ പ്രസൻസിൽ ബ്രോമിൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ സൈഡ് ചെയിനിലാണ് ബ്രോമിനേഷൻ നടക്കുന്നത്. ബെൻസീൻ റിംഗിലല്ല. ബെൻസീൻ റിംഗിൽ നടക്കണമെങ്കിൽ ലൂയിസ് ആസിഡ് വേണം. സൈഡ് ചെയിനിൽ നടക്കും. സൈഡ് ചെയിനിൽ 2 കാർബൺ ഉണ്ട്. ബെൻസൈലിക് കാർബൺ ആയിരിക്കും എന്നത് ബ്രോമിൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മേജർ മോണോഹാലജനേറ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് NO2 ഗ്രൂപ്പ് അവിടെ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. CH Br CH. ബെൻസൈലിക് പൊസിഷനിലായിരിക്കും ആദ്യത്തെ ബ്രോമിൻ വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ CH Br CH. Next one. Ratio of ionization energy of hydrogen and beryllium clustering. Beryllium clustering എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അയണൈസേഷൻ എനർജി കണ്ടുപിടിക്കാൻ ഫോർമുല എഴുതണം. അയണൈസേഷൻ എനർജി ഈക്വൽ ടു Z2 into ionization energy of hydrogen. Ionization energy hydrogen like particles കണ്ടുപിടിക്കാൻ ഇതാണ്. Ionization energy of hydrogen like particles equal to Z2 atomic number square into ionization energy of hydrogen. ഇവിടെ നമുക്ക് ionization energy of Be+3 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇത് ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറിലിയം 4 square 16 into ionization energy of hydrogen. അപ്പോൾ ratio of ionization energy of hydrogen that is 1/16 അല്ലേ 1/16 equal to ionization energy of hydrogen divided by ionization energy of beryllium. 1:16. 1:16. Next one. Question number 44. Equimolar aqueous solutions of which of the following compounds possess maximum pH? എല്ലാത്തിനും molarity same ആണ്, maximum pH. ഇതിന്റെ acidic strength ഓർഡർ എഴുതി നോക്കാം. ഫീനോൾ ഉണ്ട്, മീഥൈൽ ആൽക്കഹോൾ, ഫോമിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്. ഏറ്റവും acidic strength കൂടുതൽ ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. അടുത്തത് ബെൻസോയിക് ആസിഡ്.
കാർബോക്സിലിക് ആസിഡില് ഫോമിക് ആസിഡിന് ബെൻസോയിക് ആസിഡ് ഒക്കെ പറയുമ്പോൾ സ്ലൈറ്റ്ലി മോർ അസിഡിക്. അടുത്തത് ഫീനോളാണ്. ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവ് മീഡിയം. ഹൈയസ്റ്റ് pH വാല്യൂ എന്ന് പറഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കുറവായിട്ടുള്ളതാണ്. അപ്പോൾ മീഡിയം ഒരു കോളം അസിഡിറ്റി കൂടുമ്പോൾ pH ന്റെ വാല്യൂ കുറഞ്ഞോണ്ടേ. pH 7 ആണെങ്കിൽ 7 കുറവാകുമ്പോൾ അസിഡിക്, 7 കൂടുതലാണെങ്കിൽ ബേസിക് ആണ്. അപ്പോൾ ഇവിടെ ഈ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഫോമിക് ആസിഡ് ആണ്. അപ്പോൾ pH ന്റെ വാല്യൂ ഏറ്റവും മിനിമം ആണ്. pH ന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ള അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ളൂ മീഡിയം. നെക്സ്റ്റ് വൺ, the rate constant of the reaction A gives 2B is 1 into 10 raised to minus 3 mole per liter per minute. If the initial concentration of A is 1 mole per liter, what would be the concentration of B after 100 minutes? നമുക്ക് rate constant value 1 into 10 raised to minus 3 mole per liter per minute. ആ rate constant യൂണിറ്റ് നോക്കിയേ, mole per liter per minute. Zero order reaction. Zero order reaction. Zero order reaction. A zero order reaction integrated rate expression ഇതാണ്. K equal to R0 minus R divided by T. ഇവിടെ K യുടെ വാല്യൂ തന്നിട്ടുണ്ട് 1 into 10 raised to minus 3. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ 1 mole per liter. ആഫ്റ്റർ 100 minutes ഉള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ 100 into 1 into 10 raised to minus 3 into 10 square equal to 1 minus R equal to 1 minus ഇത് 10 raised to minus 1 ആണ്. അപ്പോൾ വരുമ്പോൾ point that is 9. Point. So the correct answer is 0.9. Next one. The volume of carbon dioxide obtained by the complete decomposition of 25 gram calcium carbonate at ST. Calcium carbonate heat ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. ഇതിന്റെ 1 മോളിന്റെ മാസ് കാൽഷ്യം 40, കാർബൺ 12, ഓക്സിജൻ 16 വെച്ച് 48. 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 മോൾ STP-യിലെ 22.4 ലിറ്റർ. നമുക്ക് 25 ഗ്രാം ആണ് ചോദിച്ചത്. 25 ഗ്രാം 100 ഗ്രാം എടുത്താൽ 22.4 ലിറ്റർ കിട്ടും. 25 ഗ്രാം എടുത്താൽ x ലിറ്റർ. x കണ്ടുപിടിക്കുക. x equal to 22.4 into 25 divided by 100 for 5.6 liter. 5.6 liter. That is second option is the correct answer. Next one. Which of the following compound will give colored crystalline compound? ഇവിടെ തന്നിരിക്കുന്ന ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,4-DNP 2,4-dinitrophenyl beta-acid 2,4-DNP അതാണ് 2,4-DNP 2,4-dinitrophenyl beta-acid. ഈ 2,4-dinitrophenyl beta-acidന്റെ കൂടെ കളേർഡ് precipitate ഉണ്ടാക്കുന്ന ആൽഡിഹൈഡ്സോ കീറ്റോൺസോ മാത്രമേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ആസിഡ് ക്ലോറൈഡ്, രണ്ടാമത്തത് കീറ്റോൺ, അതാണ് ആൻസർ. മൂന്നാമത്തെ എസ്റ്റർ, നാലാമത്തത് ആസിഡാമൈഡ്. അതൊന്നും ആൻസർ ചെയ്യത്തില്ല. ആൽഡിഹൈഡ്സും കീറ്റോൺസും മാത്രമേ ആൻസർ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള ഒരു കോമ്പൗണ്ടും ആൻസർ ചെയ്യത്തില്ല. സോ ആൽഡിഹൈഡ് ആണെങ്കിൽ ആൻസർ വരും. ഇവിടെ കീറ്റോൺ മാത്രം ഒരു ഓപ്ഷൻ മാത്രമേ അങ്ങനെ കീറ്റോൺ വന്നിട്ടുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഫോർ എ ജനറൽ റിവേഴ്സിബിൾ റിയാക്ഷൻ 3A plus 2B റിവേഴ്സിബിൾ ആണ് കേട്ടോ. ഇവിടെ റിവേഴ്സിബിൾ ആണ്. 2C plus D. The initial moles of A are double of at equilibrium. Moles of A and D are equal. The percentage dissociation of X is. നമുക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് 3A plus 2B reversible 2C plus D. Initial number of moles of A are double of B. A B പോലെ ഡബിൾ ആണ്. ഇത് രണ്ടും എടുക്കുക, ഇത് ഒന്നും എടുക്കുക, അത്രയേ ഡബിൾ ആണ്. A യുടെ നമ്പർ ഓഫ് മോൾസ് രണ്ടും എടുക്കുക, B യുടെ നമ്പർ ഓഫ് മോൾസ് ഒന്നും. ഇത് 0, ഇത് 0. At equilibrium A യിൽ നിന്ന് ഒരു ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യുന്നു. നമ്മൾ A യിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നതിന് ഇത് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 ആയിട്ട് 3x നോക്കി 3x നോക്കി x എന്ന് എടുക്കാം. x എന്ന് എടുത്താൽ അതിനനുസരിച്ച് ഇവിടെ കണ്ടുപിടിക്കണം. ഇതാകുമ്പോൾ ആ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 3x റിയാക്ട് ചെയ്യുന്നു, ഇവിടെ 3 റിയാക്ട് ചെയ്യുന്നു, ഇവിടെ 2 റിയാക്ട്.
3 റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 റിയാക്ട് ചെയ്യും, ഇവിടെ 2 ഫോം ചെയ്യും, ഇവിടെ 1 ഫോം ചെയ്യും. അതാണ് സ്റ്റോയിയോമെട്രിക് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ 3x റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2x റിയാക്ട് ചെയ്യും, ഇവിടെ 2x ഫോം ചെയ്യും, ഇവിടെ x ഫോം ചെയ്യും. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, at equilibrium moles of A and D are equal. A യും D യും ഈക്വൽ. A യും D യും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. A യുടേത് 2 - 3x, dx equal 2 equal to 4x, x equal to 2/4, 0.5. But 2 minus 3 into 0.5, 2 minus 1.5, 0.5 ആണ് തീർച്ചയായും. നമുക്ക് the percentage dissociation of A ആണ് വേണ്ടത്. percentage dissociation of A എന്ന് പറഞ്ഞാൽ A എത്ര dissociation ആണ്? 1.5 ആണ് dissociation ആണ്. ബാക്കി ഇരിക്കുന്നതാണ് 0.5. A എത്ര എടുത്തു? 2 എടുത്തു. into 2. So 0.5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 4 എന്ന് വരും. 25 75%. So the correct answer is 7. ഇത് നമ്മൾ ഇവിടെ x റിയാക്ട് ചെയ്യുന്നതായിട്ട് കണക്കാക്കാം. x റിയാക്ട് ചെയ്താൽ ഇവിടെ 3 റിയാക്ട് ചെയ്യുമ്പോൾ 2 വരും. അപ്പോൾ x റിയാക്ട് ചെയ്താൽ 2x/3 എന്നൊക്കെ വരും. അത് ഒഴിവാക്കാനാണ് ഇവിടെ 3x റിയാക്ട് ചെയ്യുന്നതായിട്ട് എടുത്തത്. അപ്പോൾ ഇത് 2x. അപ്പോൾ ആ രീതിയിൽ ഇത് 3 റിയാക്ട് ചെയ്താൽ ഇത് 2. അപ്പോൾ 3x ആണ് 2x. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് ചെയ്യാം. ഓക്കേ, നെക്സ്റ്റ് question number 14. On monochlorination of 2-methyl butane, the total number of compounds including stereoisomers formed are 2-methyl butane ഇതാണ് 2-methyl. ഇതിനെ മോണോക്ലോറിനേഷൻ ചെയ്യുമ്പോൾ എത്ര കോമ്പൗണ്ട്സ് ഉണ്ടാകും ഇൻക്ലൂഡിംഗ് സ്റ്റീരിയോഐസോമേഴ്സ് ആണ് ചോദിച്ചത്. ഇതിനെ മോണോക്ലോറിനേഷൻ ചെയ്യുമ്പോൾ സാധാരണ സ്ട്രക്ചറൽ ഐസോമർ ആയിട്ട് 4 മോണോക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ 4 മോണോക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ക്ലോറിൻ വരുന്നത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കും, ഇവിടെ ക്ലോറിൻ വരുന്നത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കും. ഇത് 2 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കും. അപ്പൊ അങ്ങനെ 4 സ്ട്രക്ചറൽ ഐസോമർ ഉണ്ട്. അതിൽ 2 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കും. അപ്പൊ അങ്ങനെ 2 കൂടെ വരും. 6 ഐസോമർ ആണ്. അത് എങ്ങനെയാണ്? ഒന്ന് ഇത് ഒരു മോണോക്ലോറൈഡ് ഡെറിവേറ്റീവ് ഇതാണ് Cl CH2 CH CH3 CH2 CH3. ഇതിൽ ഈ കാർബൺ ക്ലോറിൻ കിട്ടുന്ന കാർബൺ അല്ല, അതാണ് എന്റെ പ്രത്യേകത ക്ലോറിൻ. അപ്പൊ അതിന് ഒരു ഡെക്സ്ട്രോ ഉണ്ടാകും, ഒരു ലീവ്, അത്രയേ ഉള്ളൂ. ഇത് ഇല്ല, ഇത് എണ്ണാൻ പറ്റില്ല. ഒന്ന് ഇത് ഡെക്സ്ട്രോ ആയിരിക്കും, ലീവ് വരും. 2 ആയിട്ടാണ്. അടുത്ത രണ്ടാമത്തത് ഇതാണ് CH3 C Cl CH3 CH2 Cl. അത് ഒപ്റ്റിക്കൽ ഐസോമർ കാണിക്കുന്ന ഒരു സ്ട്രക്ചർ. മൂന്നാമത്തെ ഇതാണ് CH3 CH CH3 CH Cl CH3. ഇതിൽ ഈ കാർബൺ കാർബൺ. അപ്പൊ അത് ഒപ്റ്റിക്കൽ ഐസോമർ കാണിക്കും. അപ്പൊ അതിനൊരു ഡെക്സ്ട്രോ ഉണ്ട്, ഒരു ലീവ്. അപ്പൊ ഇത് 2 ആയിട്ട് കൂട്ടണം. ഇത് 2 ആയിട്ട് കൂട്ടണം. ഇത് 1 ഇത് 2. ഇനി ഫോർത്ത് വൺ CH3 CH CH3 CH2 CH2 Cl. ഇതിന് ഒപ്റ്റിക്കൽ ഐസോമർസ് ഇല്ല. അപ്പൊ ഇത് അങ്ങനെയാണ് 1 2 3 4 5 6 അങ്ങനെയാണ്. ഇല്ലാതെ ഇത് സ്ട്രക്ചർ ആയിട്ട് ഒന്ന് കൂട്ടിയിട്ട് പിന്നെ 2 കൂട്ടും. അങ്ങനെ പറ്റരുത്. നീ എക്സ്ട്രാ ആയിരിക്കും അല്ലെങ്കിൽ വരും, അത്രേ. അപ്പൊ ഇങ്ങനെയാണ് 6 വരുന്നത്. ഇവിടെ ക്ലോറിൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ക്ലോറിൻ 2, ഇത് 3, അങ്ങനെ 6 ഐസോമർസ്. The last question. Question number 50. The number of Cl double bond bonds in chloric acid, chlorous acid and perchloric acid respectively. Cl double bond oxygen എത്രയാണ്? Chloric acid എന്ന് പറഞ്ഞാൽ HClO3 ആണ്. HClO3. ഇവിടെ ക്ലോറിൻ 2 ക്ലോറിൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. ഇനി ക്ലോറസ് ആസിഡ് HClO2 അതിന് പറഞ്ഞേ HClO3 പെർക്ലോറിക് ആസിഡ് അതിൽ 3 HClO4 ഇത് HClO2 ഇത് HClO3. So the correct answer is 2 1 3. First option is the correct answer. The hypochlorous acid ആണെങ്കിൽ HOCl. ഓ അത്രേ hypochlorous acid.
HOC അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് ക്ലോറിൻ ഓക്സിജൻ തമ്മിൽ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്കഷൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെന്ന് നീറ്റ് ഹോൾ ടോപ്പിക് ഒരു ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. ഇതിലെനിക്ക് പറയാനുള്ളത്, ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആവശ്യമുള്ള ആൾക്കാർ കാണുക, ബാക്കി സമയം നിങ്ങൾ വേറെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: an O group son is born to parents A group. What will be the chance that their next child's O group? ഇതാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ അറിയാവുന്നത് O ഗ്രൂപ്പാണ് സൺ എന്നറിയാം, പാരൻസ് എ ഗ്രൂപ്പും ആണെന്നറിയാം. അപ്പോൾ ഉറപ്പായിട്ടും പാരൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് ആയിരിക്കും. ശരി, അപ്പോൾ നമുക്ക് ചാൻസ് എന്ന് പറയുന്ന ഐ എ എന്ന് പറയുന്ന ഒരു എ ഗ്രൂപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ IO എന്ന് പറയുന്ന ഒരു എ ഗ്രൂപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ വീണ്ടും IO എന്ന് പറയുന്ന എ ഗ്രൂപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളൊരു O ഗ്രൂപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ എ ഗ്രൂപ്പ് 75%, ഇത് നമുക്ക് 25% മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സോ ആൻസർ ഇസ് 25% തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് മാച്ച്. അമീബ ഉണ്ട്, പാരമീസിയം ഉണ്ട്, ട്രിപ്പനോസോമ ഉണ്ട്, പ്ലാസ്മോഡിയം ഉണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് പ്രോട്ടോസോവയുടെ ക്ലാസിഫിക്കേഷനാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റേ നമ്മൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ് ആൻഡ് പ്രോട്ടോസോവ. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ന്യൂട്രീഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഫോട്ടോസിന്തറ്റിക് ക്രൈസോഫൈറ്റ്സ് ആണ്, ഫോട്ടോസിന്തറ്റിക് ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്, മിക്സോട്രോഫിക് യൂഗ്ലിനോയിഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് സാപ്രോഫൈറ്റിക് സ്ലൈമോഡ്സ് ആൻഡ് പാരസൈറ്റിക് പ്രോട്ടോസോവ എന്ന് പറയും. ഇനി ക്രൈസോഫൈറ്റ്സിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഡയാറ്റംസ്, ഡിസ്മിഡ്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളാണ്. അതേസമയം നമ്മൾ പ്രോട്ടോസോവയിലാണ് പിന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. പ്രോട്ടോസോവയെ ക്ലാസിഫൈ ചെയ്യുന്നത് അയാളുടെ ലോക്കോമോട്ടറി ഓർഗൻ്റെ ബേസിൽ തന്നെയാണ്. അവിടെ സീഡോപോഡിയ ഉപയോഗിക്കുന്ന ആളെ നമ്മൾ അമീബോയിഡ് പ്രോട്ടോസോവ എന്നും, സീലിയോ ഉപയോഗിക്കുന്ന ആളെ നമ്മൾ സീലിയേറ്റഡ് പ്രോട്ടോസോവ എന്നും, ഫ്ലജലോ ഉപയോഗിക്കുന്ന ആളെ നമ്മൾ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ എന്നും, ലോക്കോമോട്ടറി ഓർഗൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ആളിനെ നമ്മൾ സ്പോറോസോവ എന്നും പറയാറുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്ന അമീബോയിഡ് പ്രോട്ടോസോവയിൽ നമ്മൾ 3 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് അമീബ, എൻഡമീബ ആൻഡ് റേഡിയുലാറിൻ എന്ന് പറയുന്ന മെമ്പർ. അത് കഴിഞ്ഞിട്ട് സീലിയേറ്റ് എടുത്ത ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ, അത് പാരമീസിയം തന്നെയാണ്. അതേസമയം ഫ്ലജലേറ്റിൽ നമ്മൾ 2 എക്സാമ്പിൾസ് പറയാറുണ്ട്, ട്രിപ്പനോസോമ ആൻഡ് ലേഷ്മേനിയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോറോസോവയിൽ 2 എക്സാമ്പിൾസ് ആണ് പറയാ, പ്ലാസ്മോഡിയം ആൻഡ് ബേബ്സിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസീസ് കാസിങ്സ് ആണ് പറയുന്നത്, കാരണം പാരസൈറ്റിക് പ്രോട്ടിസ്റ്റ എന്നാണ് പ്രോട്ടോസോവയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഡിസീസും, ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആഫ്രിക്കൻ സ്ലിപ്പിംഗ് സിക്നസ്, കല അസാർ, ഇവിടെ വരുമ്പോൾ മലേറിയ ആൻഡ് ബെബ്സിയാസിസും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുന്നു എങ്കിൽ ഇത് നമുക്ക് പറയാം പ്രോട്ടോസോവയെ നമ്മൾ ലോക്കോമോട്ടറി ഓർഗൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ സെലക്ട് ദ കറക്റ്റ് മാച്ച്. അമീബ എന്ന് പറയുന്നത് മൂവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ അല്ല വരേണ്ടത്, ഏതുമായിട്ടാണ് വരേണ്ടതെന്ന് നമുക്ക് അറിയാം, പ്യൂഡോഫോഡിയ. അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് 1 എന്ന് പറയുന്ന അമീബ എന്ന് പറയുന്ന സീഡോപോഡിയായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ 1B കിട്ടും. പാരമീസിയം എന്ന് പറയുന്നത് സീലിയ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരേണ്ടത്. പാരമീസിയം സീലിയ എന്ന് പറയുന്നതിലാണ് എക്സാമ്പിൾ വരേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം സെക്കൻഡ് 1 എന്ന് പറയുന്നത് A ആയിട്ട് പറയാം. ശരി, അടുത്ത ട്രിപ്പനോസോമ എന്ന് പറയുന്നത് ഫ്ലജലേറ്റഡ് ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ 3 എന്ന് പറയുന്നത് C തന്നെ വരും. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് നമുക്ക് അറിയാം സ്പോർ ലൈക്ക് സ്റ്റേജസ് പ്രസന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് 4D കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന 1B, 2A, 3C, 4D എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മോസസ് ദ സ്പോറോഫൈറ്റ് ഇസ് ഇൻ മോസസ്. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നതിലാണ്. പ്ലാൻ കിങ്ഡത്തിനെ നമ്മൾ 2 സബ് കിങ്ഡംസ് ആയിട്ടാണ് മാറ്റുക. അതാണ് ക്രിപ്റ്റോഗമേ ആൻഡ് ഫാൻഡ്രോഗമേ. ക്രിപ്റ്റോഗമേ വീണ്ടും നമ്മൾ 3 ഡിവിഷൻസ് ആക്കി മാറ്റുന്നുണ്ട്, ആൽഗി, ബ്രയോഫൈറ്റ, ടെഡോഫൈറ്റ. അതേപോലെ ഫാൻഡ്രോഗമേ ഓർ സ്പെർമാറ്റോഫൈറ്റയെ നമ്മൾ 2 ഡിവിഷൻസ് ആക്കി മാറ്റുന്നുണ്ട്, ജിംനോസ്പെം, ആൻജിയോസ്പെം.
ആൽഗയിൽ വരുന്നത് ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, അല്ലെങ്കിൽ ക്ലോറോഫൈസെ, ഫിയോഫൈസെ, റോഡോഫൈസെ. അതേപോലെ ബ്രയോഫൈറ്റയിൽ നമുക്ക് ഉള്ളത് ലിവർ വേഴ്സ്, ഹോൺവേഴ്സ്, മോസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈസെ, ആന്തോസിറസ്, മൂസി. അത് കഴിഞ്ഞിട്ട് ടെറിഡോഫൈറ്റയെ നമ്മൾ സിലോപ്സിറ, ലൈക്കോപ്സിറ, സ്പിനോപ്സിറ, ടീറോപ്സിറ എന്നും, ജിംനോസ്പെമിനെ നമ്മൾ സൈക്ലോപ്സിറ, കോണിഫറോപ്സിറ, നീറ്റോപ്സിറ എന്നും, ആൻജിയോസ്പെമിനെ നമ്മൾ ഡൈക്കോട്ട്, മോണോക്കോട്ട് എന്നാണ് തിരിക്കുക. ഇവിടെ മോഡേൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് 5 പേരാണ്: ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പെം, ആൻജിയോസ്പെം. ഇത് ലെഫ്റ്റ് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് എപ്പോഴും സിംപ്ലറും പ്രിമിറ്റീവുമായിരിക്കും. റൈറ്റിലോട്ട് പോകുന്തോറും അഡ്വാൻസ്ഡും കോംപ്ലക്സും ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മോസസ് ദ സ്പോറോഫൈറ്റ്. ശരി, അപ്പോൾ നമുക്ക് ആരെ വേണം പഠിക്കണമെങ്കിൽ, ഏത് പ്ലാൻ ഗ്രൂപ്പാണ് പഠിക്കുന്നത്, ആൽഗെ ആണെങ്കിലോ, ബ്രയോഫൈറ്റ് ആണെങ്കിലോ, ടെറിഡോഫൈറ്റ് ആണെങ്കിലോ, ജിംനോസ്പെം ആണെങ്കിലോ, ആൻജിയോസ്പെം ആണെങ്കിലോ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അയാളുടെ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് സൈക്കിൾ പറയുന്നു, പിന്നെ സൈലന്റ് ഫീച്ചേഴ്സ്, പിന്നെ ടെക്സ്റ്റ്, ഫിഗേഴ്സ്, എക്സാമ്പിൾസ് പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയേണ്ട ഇൻ മോസസ് ദ സ്പോറോഫൈറ്റ് ഈസ്, മോസസിൻ്റെ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആദ്യം സ്പോറ് കിട്ടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഗ്യാമിറ്റോഫൈറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ആന്ത്രഡിയം, ആർക്കിഗോണിയം, അത് കഴിഞ്ഞിട്ട് ആന്ത്രോസോയിഡ്സ്, എഗ്, ഓവം, സൈഗോട്ട്, എംബ്രിയോ, സ്പോറോഫൈറ്റ്. എംബ്രിയോ ഡെവലപ്പ് ചെയ്താണ് സ്പോറോഫൈറ്റ് ആവുക. അവിടെ നമുക്ക് മെച്ചർ സ്പോറോഫൈറ്റിനകത്ത് ഫുഡ്, സിറ്റ്, ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന 3 റീജിയൻ കാണാം. ആ ക്യാപ്സ്യൂളിനകത്ത് സ്പോർ മദർ സെല്ല് ഫോം ചെയ്യുകയും ആ സ്പോർ മദർ സെല്ലിന് മിയോസിസിലൂടെ സ്പോറായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് പറയാം ഒരു മോസിനകത്ത് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എംബ്രിയോയിൽ നിന്നുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പ്രൊഡ്യൂസേഴ്സ് ഗമീറ്റ്സ് ഫോർ ഫോമിങ് ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സെക്കൻഡ് വൺ, എറൈസസ് ഫ്രം എ സ്പോർ പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്യാമിറ്റോഫൈറ്റ്, ഒരിക്കലുമല്ല. അടുത്ത, ഇറ്റ് ഈസ് പാർഷ്യലി പാരസൈറ്റിക് ഓൺ ദ ഗ്യാമിറ്റോഫൈറ്റ്, ശരി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസിന്തറ്റിക് താലോയിഡ് നേച്ചർ, ഫോട്ടോസിന്തറ്റിക് അല്ല, അയാൾ പാർഷ്യലി പാരസൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഇവിടെ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിക്കുക, ഓക്കെ, കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോം, ആൻജിയോസ്പോം. ഇവിടെ നമ്മൾ പഠിക്കുന്ന മെയിൻ പ്ലാൻ ബോഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇയാളുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, അത് N ആണ്. ഇയാളുടെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ്, അത് 2N ആണ്. ഇവിടെ സ്പോറോഫൈറ്റ് ആണ്, 2N തന്നെയാണ്. സ്പോറോഫൈറ്റ് ആണ്, 2N തന്നെയാണ്. അപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ദ മെയിൻ പ്ലാൻ ബോഡി ഓഫ് ടെറിഡോഫൈറ്റ, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം. ബ്രയോഫൈറ്റ് എടുത്താൽ അത് ഹാപ്ലോയിഡ് ഗ്യാമിറ്റോഫൈറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ലൈഫ് സൈക്കിൾ പറയുക എന്നുള്ളതാണ്. ഇയാളുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഇയാളുടെ ലൈഫ് സൈക്കിൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഇയാളുടെ ലൈഫ് സൈക്കിൾ ഡിപ്ലോണ്ടിക് ആണ്. ഇയാളുടെ ലൈഫ് സൈക്കിൾ ഡിപ്ലോണ്ടിക് ആണ്. ഇനി റിലേഷൻ വിത്ത് ഗ്യാമിറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്. ഗ്യാമിറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്, ശരി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ബ്രയോഫൈറ്റ് ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് ഡിപ്പെൻഡൻ്റ് ഓൺ ഗ്യാമിറ്റോഫൈറ്റ്, ദാറ്റ് ഇസ് കാൾഡ് പാർഷ്യലി ഓർ ടോട്ടലി പാരസൈറ്റിക് നേച്ചർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതേസമയം ജിംനോസ്പെമും ആൻജിയോസ്പെമും നോക്കിക്കഴിഞ്ഞാൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്, സ്പോറോഫൈറ്റ് എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ്. ഇങ്ങനെ പഠിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ സ്പേം മോട്ടൈലിറ്റി ഓർ മെയിൽ ഗമേറ്റ് മോട്ടൈലിറ്റി. ശരിയാണല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് മോട്ടൈലാണ് ഓർ ഫ്ലജല്ലേറ്റഡ് ആണ്. ഇവിടെയും മോട്ടൈലാണ്. ജിംനോസ്പെമിനകത്ത് നോൺ മോട്ടൈലാണ് മെജോറിറ്റി, റെയർലി മോട്ടൈൽ, റെയർലി. സൈക്കസ്, ജിങ്കോയൊക്കെ മോട്ടൈലായിട്ട് നമ്മൾ പറയുന്നു. ഇവിടെ മോട്ടൈലാണ്, നോൺ മോട്ടൈലാണ്. ആൻജിയോസ്പെർമ നോൺ മോട്ടൈലാണ്. അപ്പോൾ ഈ മോട്ടൈലിറ്റി ഇത്രയും നന്നായിട്ട് അറിയാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ട് പോകാം. ഇനി വേണമെങ്കിൽ നമ്മൾ ഇവിടെ ആൽഗയെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്യാമിറ്റോഫൈറ്റ് തന്നെ എന്ന് പറയാം. അയാളുടെ മെയിൻ പ്ലാൻ ബോഡി. ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഹാപ്ലോണ്ടിക്ക് കാണിക്കും, ഹാപ്ലോ ഡിപ്ലോണ്ടിക്ക് കാണിക്കും, ഡിപ്ലോണ്ടിക്ക് കാണിക്കും. ദാറ്റ് ഈസ് ദ മേജർ. അപ്പോൾ വെറുതെ പറയുന്നുവെങ്കിൽ നമ്മൾ പറയും ആൽഗെ മെജോറിറ്റി എന്തിനാ ഹാപ്ലോണ്ടി ലൈഫ് സൈക്കിൾ തന്നെയാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് അയാളുടെ ആവശ്യമില്ല. മോട്ടൈലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അയാൾ മോട്ടൈൽ തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലജലേറ്റ് തന്നെയാണ്, എക്സെപ്റ്റ് റോഡോഫൈസിയെ ഓർ റെഡ് ആൽഗെ.
അപ്പോൾ ഇതാണ് ഈ പ്ലാൻ ഗ്രൂപ്പ്. ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി കഴിഞ്ഞാലും ഇത്രയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് സാധാരണ പ്ലാൻ ഗ്രൂപ്പത്തിന് ബേസ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ പഠിച്ചെടുക്കാം. അതല്ല, നമ്മൾ ഓരോ ഗ്രൂപ്പിനകത്തും ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്ലാൻ ഗ്രൂപ്പ് ചോദിച്ചാലും അയാളുടെ പ്ലാൻ ബോഡിയെക്കുറിച്ച് പറയണം, മെയിൻ പ്ലാൻ ബോഡി, അയാളുടെ ലൈഫ് സൈക്കിൾ, അവിടെ ഗ്യാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് റിലേഷൻ പറയണം, സ്പെർം മോർട്ടാലിറ്റി പറയണം, എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും പഠിച്ചെടുക്കാം. ഓക്കെ, അടുത്ത ദിവസം female gametophyte of Pinus differs from that of Salvia is heavy. ഇവിടെ പറഞ്ഞേക്കുന്നത് ഒന്ന് പൈനസ് ആണ്. നമുക്കറിയാം പൈനസ് എന്ന് പറയുന്നത് ജിംനോസ്പേം ആണ്. സൈക്കോഡോപ്സറ, കോണിഫറോപ്സറ, നീറ്റോപ്സറ അല്ലെങ്കിൽ സൈക്കോഡോപ്സറയിൽ വരുന്ന ഒരു മെമ്പറാണ് ജിംനോസ്പേം അല്ലെങ്കിൽ പൈനസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സാൽവിയ. സാൽവിയ എന്ന് പറയുന്നത് ആൻജിയോസ്പേം ആണ്. നമുക്ക് ഇയാളെ പഠിക്കാനുള്ളത് മോർഫോളജിയിൽ ഇയാൾ എന്ത് കാണിക്കുന്നു എന്ന് പറയുന്നത് ഡൈഡിനാമസ് നേച്ചർ കാണിക്കുന്നു. ഔട്ട് ഓഫ് 4 stamens, 2 is long and 2 is short. That is called ഡൈഡിനാമസ് നേച്ചർ. ഈ ഡൈഡിനാമസിനകത്താണ് നമുക്ക് ആരെ പഠിക്കാനുള്ളത്? സാൽവിയ എന്ന് പറയുന്ന എക്സാമ്പിൾ. ഇപ്പോൾ സാൽവിയ ഇസ് ആൻ ആൻജിയോസ്പേം ആണെന്നും പൈനസ് ഇസ് എ ജിംനോ. അപ്പോൾ ജിംനോസ്പേമും ആൻജിയോസ്പേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയേണ്ട. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഓഫ് പൈനസ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ വേറൊരു പേരായിട്ട് നമുക്ക് ജിംനോസ്പേമിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് എൻഡോസ്പേം എന്ന് വിളിക്കാം. അത് മെനി സെൽസ് ആണ്, അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് സെൽസ് ആണെന്ന് അറിയാം. ആൻജിയോസ്പേമിന്റെ കേസിനകത്താണെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ വേറെ പേര് എംബ്രിയോസാക്ക് എന്നാണ്. അത് 7 celled 8 ന്യൂക്ലിയസ് സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാൻ പറ്റുന്നു എന്ന് പറയുന്ന ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അവിടെ ആർക്കിഗോണിയാണ്. എന്താണ് ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് ജിംനോസ്പേമിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ബിയേഴ്സ് 2 or more ആർക്കിഗോണിയ ഈച്ച് കണ്ടെയ്ൻ എഗ്. എഗ് എന്ന് പറയുന്നത് ഫീമെയിൽ ഗമീറ്റ് ആണ്. ഫീമെയിൽ ഗമീറ്റ് ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ എന്നാണ്. അപ്പോൾ ആർക്കിഗോണിക്കകത്താണ് എഗ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ആർക്കിഗോണിയ ഇസ് ദ ഫീമെയിൽ സെക്സ് ഓർഗൻ ഓഫ് ജിംനോസ്പേം എന്ന് പറയാം. ഒപ്പം തന്നെ പറയാം ടെഡോഫൈറ്റ ആൻഡ് ബ്രയോഫൈറ്റ എന്നും പറയാം. അതേസമയം ആൻജിയോസ്പേമിനകത്ത് സെക്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ഇരിക്കുന്നത് എഗ്ഗപ്പാറ്റസിനകത്താണ്. അതുകൊണ്ട് എഗ്ഗപ്പാറ്റസിനെയാണ് നമ്മൾ അവിടെ ആർക്കിഗോണിയത്തിന് ഈക്വലായിട്ട് പറയുന്നു എങ്കിൽ നമ്മൾ ആൻജിയോസ്പേമിൽ പറയേണ്ടത് എഗ്ഗപ്പാറ്റസ് ആണ്. അപ്പൊ ഈ ആർക്കിഗോണിയ എന്ന് പറയുന്ന സാധനം ഫീമെയിൽ സെക്സ് ഓർഗൻ ഇത് കാണപ്പെടുന്നത് ആരിലൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബ്രയോഫൈറ്റിലുണ്ട്, ടെറിഡോഫൈറ്റിലുണ്ട്, ജിംനോസ്പേമിലുണ്ട്. ദാറ്റ് മീൻസ് പൈനസിലുണ്ട് എന്നർത്ഥം. ഇത് ഒരിക്കലും എവിടെയില്ല? ആൻജിയോസ്പേമിനകത്തില്ല. അപ്പോൾ സിംഗമി ടേക്സ് പ്ലേസ്. സിംഗമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രൂ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പ്ലാന്റ്സിൻ്റെയും ക്യാരക്ടറാണ്. അപ്പോൾ ആൽഗ എടുത്താലും ബ്രയോഫൈറ്റ് എടുത്താലും ടെറിഡോഫൈറ്റ് എടുത്താലും ജിംനോസ്പേം എടുത്താലും ആൻജിയോസ്പേം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്താണ് ബയോളജി ക്ലാസിഫിക്കേഷൻ പറയാം. മുണീറ ഒഴികെ എല്ലാ കിങ്ഡത്തിനകത്തും നമുക്ക് സിംഗമി കാണാൻ പറ്റും. അടുത്ത ഓവം. ഓവം ഈസ് ദ ഫീമെയിൽ ഗമീറ്റ്. ശരി, അപ്പോൾ അത് എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനകത്തുണ്ട്. ഫോർമേഷൻ ഫ്രം മെഗാസ്പോർ. മെഗാസ്പോർ മൈക്രോസ്പോർ എന്ന് പറയുന്ന ഹെട്രോസ്പോറസ് നേച്ചർ കാണിക്കുന്നത് ജിംനോസ്പേമും ആൻജിയോസ്പേമാണ്. പിന്നെ പ്ലസ് റയറായിട്ട് ഹെട്രോസ്പോറസ് ആരും കാണിക്കാറുണ്ട്, ടെഡോഫൈറ്റ, സാൽവീനിയ, സെലാജിനെല്ലയും കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ആർക്കിഗോണിയ പ്രസന്റ് ഓൺലി ഇൻ പൈനസ്, നോട്ട് ഇൻ ഇത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത മെസോഫോളോയിങ് ആണ്. ചീഫ് പ്രൊഡ്യൂസർ ഇൻ ഓഷൻ ഉണ്ട്, റെപ്റ്റൈഡ് ഉണ്ട്, മിക്സോട്രോപ്സ് ഉണ്ട്, സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ഉണ്ട്, പാരസൈറ്റിക് പ്രോട്ടിസ്റ്റ് ഉണ്ട്. പ്രോട്ടിസ്റ്റയിൽ നിന്നാണ് ക്ലാസിഫിക്കേഷൻ. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട് വിച്ച് കണക്ട് വിത്ത് പ്രോക്യാരിയോട്സ് ഓർ കിങ്ഡം മുണീറ വിത്ത് മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് കിങ്ഡംസ് ലൈക്ക് ഫംജൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഓക്കെ, നമുക്ക് പറയാം ചീഫ് പ്രൊഡ്യൂസർ ഇൻ ഓഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡയാറ്റംസിനെയാണ്. ഡയാറ്റംസ് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ആദ്യം അയാളുടെ ഹാബിറ്റേറ്റ് പറയുക, രണ്ടാമത് ന്യൂട്രീഷൻ പറയുക, മൂന്നാമത് അയാളുടെ സെൽവാളിനെ കുറിച്ച് പറയുക, നാലാമത് ലോക്കോമോട്ടീവ് ഓർഗനെ കുറിച്ച് പറയുക, അഞ്ചാമത് നമ്മൾ പറയേണ്ടത് അയാളുടെ സ്പെഷ്യൽ ക്യാരക്ടറാണ്. ആ സ്പെഷ്യൽ ക്യാരക്ടറാണ് ഡയാറ്റംസിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടർ. നമ്മൾ 3 സ്പെഷ്യൽ ക്യാരക്ടറാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയാറ്റോമിഷ്യസ് എർത്ത്, 2 എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസർ ഇൻ ഓഷൻ എന്ന് പറയുന്നത്, മൂന്നാമത് പ്ലാങ്ക്ടോണിക് ഫോംസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ജുവൽ ഓഫ് മൈക്രോബയോളജിക്കൽ വേൾഡ് എന്നും പറയാം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചീഫ് പ്രൊഡ്യൂസർ ഇൻ ഓഷൻ എന്നറിയപ്പെടുന്നത് ഡയാറ്റംസിനെയാണ് അല്ലെങ്കിൽ ക്രൈസോഫൈറ്റ്സിനെയാണ്. ഇവിടെ ഡയാറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1E എന്ന് പറയാം. Second one, red tide. Rapid multiplication of red dinoflagellates goniolates make the sea appear red. That is called a red tide. It is caused by goniolates or dinoflagellates. അല്ലെങ്കിൽ red dinoflagellate. ഇവിടെ goniolates ഉണ്ട്.
Are the mixotrophs or amphitrophs or dual mode nutrition present in euglenoids? In the presence of sunlight, they act as photoautotrophs, which contain chlorophyll, which is similar to that of the higher plants. In the absence of sunlight, they act as heterotrophs. That means the predation nature. Not a parasite, predation nature. അപ്പോൾ മിക്സോട്രോപ്സ് എന്നറിയപ്പെടുന്നത് യൂഗ്ലിന തന്നെയാണ്. അപ്പോൾ 3B എന്ന് പറയാം. സാപ്രോഫൈറ്റ് പ്രോട്ടിസ്റ്റ എന്നറിയപ്പെടുന്നത് സ്ലൈമോഡ്സിനെയാണ് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അറിയാം. അഞ്ചാമത്തെ പാരസൈറ്റ് പ്രോട്ടിസ്റ്റ എന്നറിയപ്പെടുന്നത് പ്രോട്ടോസോവയെ ആണ്. അപ്പോൾ നമുക്ക് 1E 2D 3B 4C 5E എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which set contain flagellate male gametes? മെയിൽ ഗമീറ്റ്സ് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ളത്. മെയിൽ ഗമീറ്റ് ഫ്ലജലേറ്റഡ് ഉള്ളത് ആൽഗകളെല്ലാം തന്നെ മെയിൽ ഗമീറ്റ്സ് ഫ്ലജലേറ്റഡ് ആണ്. എക്സെപ്ഷൻസ് ഉണ്ട്. ഇവിടെ എക്സെപ്റ്റ് എന്ന് പറയുന്നത് റെഡ് ആൽഗയാണ്. ഓക്കെ, രണ്ടാമത്തെ ബ്രയോഫൈറ്റ ക്ലിയർ ആണ്. മൂന്നാമത്തെ ടെറഡോഫൈറ്റ ക്ലിയർ ആണ്. പിന്നെ സം ആരാണെന്ന് പറയാം, ജിംനോസ്പെംസ് ഉണ്ട്. ഇത്രയിലാണ് മെയിൽ ഗമീറ്റ്. ഈ സം ജിംനോസ്പെംസ് ആണ്. സൈക്കസും ജിംഗോയുമാണ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ സ്പൈറോഗൈറ, ഓക്കെ ശരിയാവാം. അത് കഴിഞ്ഞിട്ട് ജിങ്കോ സംഭവിക്കാം. ഫ്യൂണേറിയ വൂൾഫിയ ഈസ് എ ആൻജിയോസ്പെം. അപ്പോൾ 1 റോങ് തന്നെയാണ്. 2 നോക്കാം. ലാമിനേറിയ ഉണ്ട്, ക്ലാമിഡോമോണാസ് ഉണ്ട്, മാർക്കാൻഷ്യ ഉണ്ട്, എക്യുസെറ്റം ഉണ്ട്. എല്ലാം ശരി തന്നെയാണ്. ലാമിനേറിയ എന്ന് പറയുന്നതും ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നതും ആൽഗകളാണ്. മാർക്കാൻഷ്യ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റയാണ്. എക്യുസെറ്റം എന്ന് പറയുന്നത് ടെറഡോഫൈറ്റയാണ്. ഓക്കെ, മൂന്നാമത്തെ റിക്സിയ, മാർക്കാൻഷ്യ, പൈനസ്. പൈനസ് വരില്ല. സാൽവിയും വരില്ല. അടുത്ത സെക്കോയ, ഫ്യൂണേറിയ, വോൾവോക്സ്, സൈക്കസ്, പൈസം വരില്ല. കാരണം പൈസം ഒക്കെ ആൻജിയോസ്പെമിൽ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഫൈഗോഎർത്രൻ, ആൽജിൻ, ഹാപ്ലോയിഡ് എൻഡോസ്പെം, ഫ്രീ ലിവിംഗ് ഗാമെറ്റോഫൈറ്റ്, പൈർനോയിഡ്. ഇവിടെ നമുക്കറിയാം ആൽഗയിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ പഠിക്കുക, ലൈഫ് സൈക്കിൾ പറയുക, പ്ലോയിഡ് പറയുക. അതിനുശേഷം നമ്മൾ പറയുന്നത് സൈലന്റ് ഫീച്ചേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയുന്നത് ഗ്രീൻ ആൽഗയുടെ മാത്രം ക്യാരക്ടറാണ്. അവിടെ വരുന്ന 2 ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് എക്സാമ്പിൾ, രണ്ടാമത്തത് പൈർനോയിഡ് എന്ന് പറയുന്ന സംഭവം. ബ്രൗൺ ആൽഗയിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ബ്രൗൺ ആൽഗയുടെ താലസിനെ കുറിച്ച് പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക, പൈറിഫോം ഗമീറ്റ്സിനെ സ്പോസിനെയും കുറിച്ച് പറയുക. റെഡ് ആൽഗയിലാണെങ്കിൽ പ്രസൻസ് പറയുക. ദെൻ അയാളുടെ ഫ്ലജല്ലയെ കുറിച്ച് പറയുക. അത് കഴിഞ്ഞിട്ട് അയാളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗമി കാണിക്കുന്നു എന്ന് പറയുക. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസണിൽ 9 കോളം വരച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ഫസ്റ്റ് വൺ എല്ലാ ആൽഗയുടെയും ക്ലാസ് പറയുക, രണ്ടാമത് കോമൺ നെയിം പറയുക, മൂന്നാമത് കളർ പറയുക, നാലാമത് ഹാബിറ്റേറ്റ് പറയുക, അഞ്ചാമത് സെൽ വാൾ കോമ്പോസിഷൻ പറയുക, ആറാമത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് പറയുക, ഏഴാമത് ക്യാരക്ടർ പിഗ്മെന്റ്സ് പറയുക, എട്ടാമത് സ്റ്റോറേജ് ഫുഡ് പറയുക, 9 എന്ന് പറയുന്ന ഫ്ലജല്ല നമ്പർ ആൻഡ് പൊസിഷൻ പറയുക. അങ്ങനെ നോക്കാം. അപ്പോൾ ഫൈക്കോഎറിത്രിൻ എന്ന് പറഞ്ഞാൽ RBC ആണെന്ന്. അപ്പോൾ ഫൈക്കോഎറിത്രിൻ ഫൈക്കോഎറിത്രിൻ എന്ന് പറയുന്നത് ആരുടേതാണെന്ന് നമുക്ക് അറിയാം. റെഡ് ആൽഗയുടെ ക്യാരക്ടർ ആണെന്ന് അറിയാം. അപ്പോൾ റെഡ് ആൽഗെ അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. റെഡ് ആൽഗെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജലീഡിയം ഗ്രാസിലേറിയ റെഡ് ആൽഗകളാണ്. സെക്കൻഡ് വൺ ആൽജിൻ ഈസ് എന്താ, നമുക്ക് പറയാം ഹൈഡ്രോക്ലോറൈഡ് സബ്സ്റ്റൻസ്. ഇക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടുന്നതാണ്. സെൽവാൾ കോമ്പോസിഷൻ ആണ് സെല്ലോസ് ആൻഡ് അൾജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗൺ ആൽഗെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സർഗാസം ലാമിനേറിയ കിട്ടുന്നതായി. അടുത്ത ഹാപ്ലോയിഡ് എൻഡോസ്പം എന്ന് പറയുന്നത് ജിംനോസ്പെമിന്റെ ക്യാരക്ടറാണ്. ജിംനോസ്പെമിന്റെ എൻഡോസ്പെം എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ്, പ്രീ ഫെർട്ടിലൈസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ട്രിപ്പിൾ ഫ്യൂഷൻ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ ആബ്സെന്റ് ആയത് അതുകൊണ്ടാണ്. അപ്പോൾ ഹാപ്ലോയിഡ് എൻഡോസ്പെം എന്ന് പറയുന്നത് ജിംനോസ്പെം ക്യാരക്ടറാണ്. അത് B ആണെന്ന് നമുക്കറിയാം. അടുത്ത ഫ്രീ ലിവിംഗ് ഗാമെറ്റോഫൈറ്റ് കാണിക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ. അത് ഫ്രീ ലിവിംഗ് ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ടെറഡോഫൈറ്റിലും ഫ്രീ ലിവിംഗ് ആണ്. പക്ഷേ ടെറഡോഫൈറ്റിലെ 2 പേരും ഫ്രീ ലിവിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഫ്രീ ലിവിംഗ് ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്പാഗ്നം പോളിട്രൈക്കമാണ് നമുക്കവിടെ കിട്ടുക. അടുത്ത പൈർനോയിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ, സ്റ്റാർച്ച്, സ്റ്റോറേജ് ബോഡി ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മെജോറിറ്റി ഗ്രീൻ ആൽഗെ, നോട്ട് ആൾ, മെജോറിറ്റി ഗ്രീൻ ആൽഗെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5A കിട്ടും. ശരിയല്ലേ? ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാം.
Consider following statement A to D and choose the options that contain wrong statements only. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റോങ് ഒക്കെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വേണം നമുക്ക് തുടങ്ങേണ്ടത്. റോങ് ആണ് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ബൊഗൈൻവില്ല ആക്സിലറി ബഡ്സ് ആർ മോഡിഫൈഡ് ഇൻ തോൺസ്. ശരി തന്നെയാണ്. ബൊഗൈൻവില്ല ആക്സിലറി ബഡ്സ് മോഡിഫൈ ചെയ്തതിനാണ് തോണാവുന്നത്, ടെൻഡറിലാവുന്നത്. ഓക്കെ, ബൊഗൈൻവില്ലയിൽ ആക്സിലറി ബഡ് മോഡിഫൈ ചെയ്ത് തോന്നുന്നത്. ബൊഗൈൻവില്ല ആൻഡ് സിട്രസ്. നിമാറ്റോഫോസ് ആർ സെയിൻ ആൻഡ് റൈസോഫോറ, ഹെറിറ്റീറ, സോണറേഷ്യ, അവിക്സീനിയ, മാൻഗ്രോവ്സ് എക്സെട്ര. ബിയും ശരി തന്നെയാണ്. The first word of monocot flower is bract. തെറ്റാണ്. ഫസ്റ്റ് വേർഡ് ഓഫ് മോണോകോട്ട് ഫ്ലവർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പെരിയാന്തെന്ന് പറയാം. In Gulmohar, the anterior standard petal overlap the lateral wing petals which then overlap the posterior keel petals. തെറ്റാണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് വിങ്സ് കീലൊക്കെ വരുന്നത് ആരുടേതാണ്? ഫെബേസിയൻ ക്യാരക്ടറാണ്. ഇത് കാണിക്കുന്ന ഇംബ്രിക്കേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗുൾമോഹർ കാണിക്കുന്നത്. അപ്പോൾ ഡി ഓപ്ഷൻ റോങ് തന്നെയാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സി ആൻഡ് ഡി റോങ് ആണെന്ന് കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്ന 3 ആണെന്ന് പറയാം. Consider the following and choose the position that contain a false statements only. ഇവിടെയും ഫാൾസ് തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. False statements only. Ovary is half inferior, half superior in rose, plum and peach ആണ് വരേണ്ടത്. ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ എന്ന് പറയുന്നത് എപ്പിഗൈനസ് ആണ്, ഇൻഫീരിയർ ഓവറി ആണ് വരേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്ന റോങ് തന്നെയാണ്. മോഡിഫൈഡ് സ്റ്റെംസ് ഓഫ് ഗ്രാസസ് ആൻഡ് സ്ട്രോബെറി ഹെൽപ്സ് ഇൻ പ്രൊപ്പഗേഷൻ. ശരി തന്നെയാണ്, നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ്. വെയിൻസിന്റെ ജോലി എന്ന് പറയുന്നത് കണ്ടക്ഷൻ, റിജിഡിറ്റി കൊടുക്കുന്നുണ്ട്. അടുത്ത ഡി ഓപ്ഷൻ നോക്കിയാൽ എ ബഡ് ഈസ് പ്രസന്റ് ഇൻ ആക്സിൽ ഓഫ് ലീഫ്ലെറ്റ്സ് ഓഫ് എ കോമ്പൗണ്ട് ലീഫ് ഓഫ് നീം. തെറ്റാണ്. ബഡ് വരുന്നത് എപ്പോഴും ആക്സിൽ ഓഫ് ദ സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ് ആണ്. ലീഫ്ലെറ്റ്സിൽ ഒരിക്കലും വരില്ല. ബഡ് ഈസ് ദ region of stem, not a leaf. അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഫാൾസ് എന്ന് പറയുന്നത് എ ആൻഡ് ഡി ആണ്. ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ ആൻസർ ആയിട്ട് വരും. Consider the following and find the how many of them are correct mates. How many of them are correct mates? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓവൽ സെൽ, പാലിസൈഡ് പാരൻകൈമ. പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത് ലീഫിലാണെന്നും അത് എന്താണ് ഇലോങ്ങേറ്റ് ആണ്, റെക്റ്റാങ്കിൾ ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ എ എന്ന് പറയുന്നത് റോങ് തന്നെയാണ്. ട്രക്കേഡ്സ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. ട്രക്കേഡ്സ് ഈസ് ദ കണ്ടക്റ്റീവ് ടിഷ്യൂ ഇൻ ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം, അല്ലെങ്കിൽ ചീഫ് കണ്ടക്റ്റീവ് ടിഷ്യൂ ഇൻ ജിംനോസ്പം ഇസ് കാൾഡ് ട്രക്കേഡ്സ്. ആൻജിയോസ്പമിൽ വരുമ്പോൾ അത് വെസലാണ്. കറക്റ്റ് തന്നെയാണ്, കണ്ടക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. പെർഫറേഷൻ പ്ലേറ്റ് വെസൽ കാണിക്കുന്നതാണ്. നമുക്ക് അറിയാം അഡ്ജസന്റ് വെസൽസ് ആർ കണക്റ്റഡ് ബൈ എ പെർഫറേഷൻ പ്ലേറ്റ്. പൈനസ് എന്ന് പറയുന്നത് പോറസ് വുഡ്. പൈനസ് എന്ന് പറയുന്നത് നോൺ പോറസ് വുഡ് ആണ്, കാരണം അവിടെ വെസൽസിന്റെ ആബ്സെന്റ് ഉണ്ട്. അപ്പോൾ ഡി റോങ് ആണ്. അപ്പോൾ എയും ഡിയും റോങ് ആണ്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഹൗ മെനി ഓഫ് ദം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 റോങ് ആണ്, 2 കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം 2 തന്നെയാണ് ആൻസർ. വാസ്കുലാർ ക്യാമ്പിയം ഗിവ്സ് റൈസ് ടു സൈലം ഫ്ലോയം ആൻഡ് മെഡുലറി റേസ് ഉള്ളി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി മെഡുലൈസ് ഉണ്ട്. വുഡ്, കോർക്ക്, ഉള്ളി, സൈലം, ഫ്ലോയം ആൻഡ് കോർക്ക്. നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചേക്കണം വാസ്കുലാർ ക്യാമ്പിയം. വാസ്കുലാർ ക്യാമ്പിയം അല്ലെങ്കിൽ ക്യാമ്പിയൽ റിങ്, മിഡുലറി റേസ് എന്നൊരു വാക്കുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അത് സ്റ്റെം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം ഒരു ഡൈക്കോട്ട സ്റ്റെമ്മിൻ്റെ വാസ്കുലാർ ക്യാമ്പിയം അല്ലെങ്കിൽ ക്യാമ്പിയൽ റിങ് എന്ന് പറയുന്നത് പാർഷ്യലി പ്രൈമറി ആൻഡ് പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇൻട്രാ എന്ന് പറയുന്ന പ്രൈമറി ആണ്, ഇന്റർ എന്ന് പറയുന്ന സെക്കൻഡറി ആണ്. ബോത്ത് ഇൻട്രാ ആൻഡ് ഇന്റർ ഫസ്കുലാർ ക്യാമ്പിയം ജോയിൻഡ് ടുഗദർ വാസ്കുലാർ ക്യാമ്പിയം. സോ ഇറ്റ് ഇസ് എ പാർഷ്യലി പ്രൈമറി, പാർഷ്യലി സെക്കൻഡറി. ഇവിടെ നമുക്ക് 2 ടൈപ്പ് സെൽസിനെ കാണാം. അതാണ് ഫ്യൂസിഫോം ഇനിഷ്യൽസും റേ ഇനിഷ്യൽസും. ഫ്യൂസിഫോം ഇനിഷ്യൽസ് gives rise to secondary vascular tissue, that means secondary xylem and secondary phloem.
റീ ഇനിഷ്യൽസ് ഗിവ്സ് റൈസ് ടു സെക്കൻഡറി മെഡുലറി റേസ്. അപ്പോൾ നമുക്ക് പറയാം വാസ്കുലാർ ക്യാമ്പിയം എന്തിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരും അത് സെക്കൻഡറി സൈലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ഫ്ലോയത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി മെഡുലറി റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഈസ് സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി മെഡുലറി റേസ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ. In dicot leaf, protoxylem is towards the abaxial surface, phloem towards the abaxial surface, xylem towards the abaxial surface, phloem is towards the adaxial surface. നമുക്ക് നോക്കാം. ഒരു ഡൈക്കോട്ട് ലീഫാണ് നോക്കുന്നത്. ഡൈക്കോട്ട് ലീഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പറയുന്ന അപ്പർ എപ്പിഡെർമിസ് ഓർ അഡാക്സിയൽ. ഇവിടെ നമ്മൾ ലോവർ എപ്പിഡെർമിസ് ഓർ അബാക്സിയൽ അല്ലേ. ഇനി നമുക്ക് അറിയേണ്ടത് ലോവർ എപ്പിഡെർമിസിനെ അല്ലെങ്കിൽ അബാക്സിയലിനെയാണ് നമ്മൾ ആരായിട്ട് കാണേണ്ടത്? ഔട്ടറായിട്ട് കാണേണ്ടത്. ഔട്ടർ. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ അബാക്സിയൽ സർഫസ് എന്ന് പറയുന്നത്. പ്രോട്ടോസൈലം മെറ്റാസൈലം വരുന്നത് എപ്പോഴും നമുക്ക് അറിയാം അത് രണ്ട് ടൈപ്പ് സൈലമാണെന്നും അത് പ്രൈമറി ഒറിജിൻസ് ആണെന്നും ഇനി അവരുടെ നേച്ചർ വെച്ചിട്ട് നമുക്ക് അതിന് എക്സാർച്ച് എൻഡാർച്ച് പറയാം. അപ്പോൾ എക്സാർച്ച് എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ക്യാരക്ടറും എൻഡാർച്ച് എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെയും ലീഫിൻ്റെയും ക്യാരക്ടറാണ്. അപ്പോൾ ലീഫ് ആകുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കേണ്ടത് എൻഡാർച്ച് നേച്ചറാണ്. എൻഡാർച്ച് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ സെൻറ്റർ, പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് മെറ്റാസൈലം സീൻ ടുവേഴ്സ് ദ പെരിഫറി. അപ്പോൾ മെറ്റാസൈലം പെരിഫറിയിൽ വരണമെങ്കിൽ അത് അബാക്സിയൽ സർഫസിൽ വരണം. ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രോട്ടോസൈലം അബാക്സിയൽ എന്നാണ് പറഞ്ഞത്. പ്രോട്ടോസൈലം ഒരിക്കലും അബാക്സിയൽ വരത്തില്ല, അഡാക്സിയലേ വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റോങ് തന്നെയാണ്. ഫ്ലോയം സീൻ ടുവേഴ്സ് ദ അബാക്സിയൽ സർഫസ് ആൻഡ് സൈലം സീൻ ടുവേഴ്സ് ദ അഡാക്സിയൽ. നമുക്കറിയാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺജോയിന്റ് കൊളാട്രലാണ് ആരെന്ന് പറയുന്നത്? ലീഫ് എന്ന് പറഞ്ഞാൽ കൺജോയിന്റ് കൊളാട്രൽ ക്ലോസ്ഡ് ആണ് നമുക്കറിയാം. ഇനി എന്താണ് കൺജോയിന്റ്? സിംഗിൾ സെറ്റ് ഫ്ലോയം സീൻ ടുവേഴ്സ് ദ പെരിഫറി. സിംഗിൾ സെറ്റ് ഫ്ലോയം സീൻ ടുവേഴ്സ് ദ പെരിഫറി ഈസ് കാൾഡ് കൺജോയിന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. സിംഗിൾ സെറ്റ് ഫ്ലോയം സീൻ ടുവേഴ്സ് ദ, അപ്പോൾ ഫ്ലോയം ഇവിടെ വരും, സൈലം ഇവിടെ വരും. പെരിഫറി ആയിട്ട് നമ്മൾ ആരെ കാണണം? ഔട്ടർ അല്ലെങ്കിൽ പെരിഫറി ആയിട്ട് ലോവർ എപ്പിഡെർമിസിന്. അപ്പോൾ ഫ്ലോയം സീൻ ടുവേഴ്സ് അബാക്സിയൽ തന്നെ വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോയം സീൻ ടുവേഴ്സ് ദ അബാക്സിയൽ. സെക്കൻഡ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. മനസ്സിലാകുക? കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സിംഗിൾ സെറ്റ് ഫ്ലോയം വിച്ച് is seen towards outer or periphery or epidermis. ഇവിടെ നമ്മൾ ഔട്ടറായിട്ട് ആരെ കൺസിഡർ ചെയ്യണം? ലോവർ എപ്പിഡെർമിസിനെ കൺസിഡർ ചെയ്ത് അത്രേ മാത്രമേ ഉള്ളൂ. അടുത്ത സൈലം സീൻ ടുവേഴ്സ് ദ അബാക്സിയൽ. സൈലം ഒരിക്കലും അബാക്സിയൽ വരില്ല, സൈലം അഡാക്സിയലേ വരുള്ളൂ. അടുത്ത ഫ്ലോയം ടുവേഴ്സ് ദ അഡാക്സിയൽ. ഫ്ലോയം ടുവേഴ്സ് ദ അബാക്സിയൽ. ഫ്ലോയം ഒരിക്കലും അഡാക്സിയൽ വരില്ല. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. പഠിക്കുമ്പോഴത്തേക്ക് ലോവർ എപ്പിഡെർമിസിനെ നമ്മൾ പെരിഫറി ആയിട്ട് കാണുക, ബാക്കി കൺജോയിന്റും നമ്മൾ ഈ പറയുന്ന എൻഡാർച്ച് നേച്ചറും ക്ലിയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ. കൺസിഡർ ഫോളോയിങ് A to D, find the option containing true statements only. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളിയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ട്രൂ അണ്ടർലൈൻ ചെയ്യാം. വാസ്കുലാർ ക്യാമ്പിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ഈസ് പാർഷ്യലി പ്രൈമറി ആൻഡ് പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ. ട്രൂ തന്നെയാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് പ്രൈമറി ആണ്, ഇന്റർഫസിക്കുലാർ ക്യാമ്പിയം സെക്കൻഡറി ആണ്. ബോത്ത് ആർ ജോയിൻഡ് ടുഗദർ ടു ഫോം വാസ്കുലാർ ക്യാമ്പിയം ഓർ ക്യാമ്പിയൽ റിംഗ്. സോ ഇറ്റ് ഇസ് എ പാർഷ്യലി പ്രൈമറി പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ. ശരി തന്നെയാണ്. അടുത്ത കോർക്ക് ക്യാമ്പിയം ഇൻ ഡൈക്കോട്ട് റൂട്ട് ഈസ് പാർഷ്യലി പ്രൈമറി പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ. തെറ്റാണ്. പിന്നെ റൂട്ടിനകത്ത് ഏത് ക്യാമ്പിയം, കാരണം പ്രൈമറി റൂട്ടിനകത്ത് ക്യാമ്പിയം ഇല്ല, സെക്കൻഡറിക്കകത്ത് മാത്രമാണ് ക്യാമ്പിയം വരിക. സെക്കൻഡറിയിൽ വരുമ്പോഴത്തേക്ക് എല്ലാം സെക്കൻഡറി, റൂട്ടിനകത്ത് എല്ലാ ക്യാമ്പിയവും സെക്കൻഡറി ആണ്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് തന്നെയാണ്. ഇനി വാസ്കുലാർ ക്യാമ്പിയം ഇൻ ഡൈക്കോട്ട് റൂട്ട് ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഒറിജിൻ. ശരി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കോർക്ക് ക്യാമ്പിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ഈസ് സെക്കൻഡറി ഒറിജിൻ. കോർക്ക് ക്യാമ്പിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ഈസ് സെക്കൻഡറി ഒറിജിൻ. ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ട്രൂ ആണ്, ബി എന്ന് പറയുന്നത് ഫാൾസ് ആണ്, സി ട്രൂ ആണ്, ഡി ട്രൂ ആണ്. അപ്പോൾ നമുക്ക് എയും സിയും ഡിയും കിട്ടും. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്ക് പറയാം ക്യാമ്പിയത്തിൻ്റെ കേസാണ് പറയുന്നത്. ക്യാമ്പിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാസ്കുലാർ ക്യാമ്പിയം ഉണ്ട്, കോർക്ക് ക്യാമ്പിയം ഉണ്ട്. ഇതിൽ ഡൈക്കോട്ട് സ്റ്റെമ്മാണ് എടുക്കുന്നതെങ്കിൽ ഇത് പാർഷ്യലി പ്രൈമറി പാർഷ്യലി സെക്കൻഡറി, റൂട്ടാണെങ്കിൽ സെക്കൻഡറി തന്നെയാണ്.
ശരി, കോർക്കിയാമ്പിയം രണ്ട് പേരുടേതും എന്ത് തന്നെയാണ്? സെക്കൻഡറി തന്നെയാണ്. റൂട്ട് എടുത്താലും സ്റ്റെം എടുത്താലും സെക്കൻഡറി. ഇങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെച്ച് നമുക്കിത് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In polysaccharide, the individual monosaccharides are linked by polysaccharides എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം more than 10 monomers. അതിന് ആ മോണോമേഴ്സിനെ നമ്മൾ പറയുന്ന മോണോസാക്കറൈഡ്സ് എന്നാണ്. അത് എല്ലാം സിമിലർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഹോമോജീനസ് നേച്ചർ ആണെങ്കിൽ നമ്മളതിനെ ഹോമോപോളിസാക്കറൈഡ്സ് എന്നും, ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മളതിനെ ഹെട്രോ പോളിസാക്കറൈഡ്സ് എന്നും പറയും. ഹോമോപോളിസാക്കറൈഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലൈക്കോജൻ പഠിക്കാനുണ്ട്, സ്റ്റാർച്ച് പഠിക്കാനുണ്ട്, സെല്ലോസ് പഠിക്കാനുണ്ട്, ഇനുലിൻ പഠിക്കാനുണ്ട്, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കൈറ്റിൻ പഠിക്കാനുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ മോണോമേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എപ്പോഴും ഏത് ബോണ്ട് ഇട്ട് തന്നെയാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് ബോണ്ടിങ്ങിൽ നമുക്ക് നോക്കാം. ബയോമോളിക്യൂൾസ് എടുത്താൽ നമുക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ബോണ്ടിങ് കാണാൻ പറ്റുന്നുണ്ട്? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് കാണാൻ പറ്റുന്നുണ്ട്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം അത് ന്യൂക്ലിക് ആസിഡിനകത്ത് ആരൊക്കെ തമ്മിലാണ്? ഫോസ്ഫേറ്റും ഷുഗറും തമ്മിൽ, പെൻഡോ ഷുഗറും തമ്മിൽ, റൈബോസോ ഡിയോക്സി റൈബോസോ പ്ലസ് ഫോസ്ഫേറ്റും തമ്മിലാണ് നമുക്ക് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. എവിടെയാണെന്ന് അറിയാലോ പെപ്റ്റൈഡ് ബോണ്ട് കാണുന്നത്? പ്രോട്ടീൻസിനകത്ത് അമിനോ ആസിഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് കാണുന്നത്. പിന്നെ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത് 2 നൈട്രജൻ ബേസുകൾ അഡനിൻ തൈമിനൊക്കെയാണ് എങ്കിൽ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട് വരുന്നുണ്ട്. ആരൊക്കെ തമ്മിൽ? നൈട്രജൻ ബേസും അതേപോലെ തന്നെ പെൻഡോ ഷുഗറും തമ്മിൽ എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്ലൈക്കോസിലിക് ബോണ്ട് വരുന്നത് മോണോസാക്രൈഡ്സ് തമ്മിലാണ്. ഒലിഗോസാക്രൈഡ്സിലോ പോളിസാക്രൈഡ്സിനകത്തോ മോണോമേഴ്സ് തമ്മിലുള്ള മോണോസാക്രൈഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോസിലിക് ബോണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഗ്ലൈക്കോസിലിക് ബോണ്ട് തന്നെയാണ്. ഓക്കെ, how many types of macromolecules are found in living system? നമുക്ക് മൈക്രോ എന്ന് പറയുന്നത് മോളിക്യൂൾസിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാം സെല്ലാർ പൂൾസിനകത്ത് കാണപ്പെടുന്ന മോളിക്യൂൾസിനെ നമ്മൾ സൈസിന്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതാണ് മൈക്രോ ആൻഡ് മാക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ് ഓർ ബിഗിൻ സൈസ് ആണെന്നും, പോളിമറൈസ്ഡ് മൈക്രോ ആണെന്നും, സോലിബിലിറ്റി റേറ്റ് ലോ ആണെന്നും, മോളിക്കുലാർ വെയിറ്റ് ഗ്രേറ്റർ ദാൻ 1000 ആണ്. അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ പറയും 10,000 ഡാൾട്ടനെക്കാട്ടിയും കൂടുതലാണെന്നും പറയാറുണ്ട്. പിന്നെ ആസിഡ് ഇൻസോളബിൾ ആണെന്നും പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള 3 മാക്രോ മോളിക്യൂൾസുകളെ ഉള്ളൂ, അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റത്തിൽ 3 പേരേ ഉള്ളൂ. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ്. രണ്ടാമത്തെ ആരെന്ന് ചോദിച്ചാൽ പോളിസാക്കറൈഡ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് അടിക്കറി പറയരുത്. കാർബോഹൈഡ്രേറ്റ് പോളിസാക്കറൈഡ്സ് ആവാം, ഒലിഗോസാക്കറൈഡ്സ് ആവാം, മോണോസാക്കറൈഡ്സ് ആവാം. പിന്നെ ഉള്ളത് ന്യൂക്ലിക് ആസിഡ് ആണ്, RNA or DNA. ശരിയല്ലേ? ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് 10,000 ഡാൾട്ടനെക്കാട്ടിയും കൂടുതൽ കിട്ടാം. പിന്നെ 10,000 ആ ഒരു എക്സെപ്ഷൻസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ലിപ്പിഡാണുള്ള. ലിപ്പിഡിനെ നമ്മൾ പറയുന്നത് നോട്ട് ട്രൂ മാക്രോ മോളിക്യൂൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ട്രൂ ആയിട്ടുള്ളത് 3 പേരേ ഉള്ളൂ. സോ ആൻസർ ഈസ് 3 തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, dietary proteins are the source of unsaturated fatty acids, non-essential amino acids, essential amino acids, starch. നമുക്ക് അറിയാം നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് നടക്കണം നമ്മുടെ ബോഡിക്കകത്ത്. അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് സിന്തസൈസ് ചെയ്യാത്തതുകൊണ്ട്. സിന്തസൈസ് ചെയ്യാത്ത അമിനോ ആസിഡിനെ നമ്മൾ പറയുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാത്തതിനെ നമ്മൾ പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്. ആ എസെൻഷ്യൽ അമിനോ ആസിഡിന് നമുക്ക് കിട്ടുന്നത് ഡയറ്ററി പ്രോട്ടീൻ വഴി തന്നെയാണ്. അപ്പോൾ സോഴ്സ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ് ഈസ് ദ ഡയറ്ററി പ്രോട്ടീൻസ്. ശരിയാണല്ലോ? പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് അത്രയും വരുന്നത് കെമിസ്ട്രി ബേസ് ചെയ്തിട്ടായിരിക്കും. Okay. If N denotes the haploid chromosome number and C denotes the amount of DNA, what will be the chromosome number and genome level in diploid cell? ഒന്നുമില്ല, നമുക്കറിയാം N എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആണെന്നും C എന്ന് പറയുന്നത് അവിടുത്തെ ഹാപ്ലോയിഡ് ജീനോമിൻ്റെ DNA കണ്ടന്റുമാണ്. ഈ സി എന്ന് പറയുന്നത് ഡബിൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എസ് ഫേസിൽ വെച്ചിട്ടാണെന്ന് നമുക്കറിയാം. എൻ എന്ന് പറയുന്നത് ഡബിൾ ചെയ്യണമെങ്കിൽ നമുക്കറിയാം അത് അനാഫേസിനകത്ത് പോകണം. അനാഫേസിൽ വെച്ചിട്ട് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് മാറണം. ഓക്കെ, അപ്പോൾ നമുക്ക് വിട്ടേക്കാം. അനാഫേസിലോ അല്ലെങ്കിൽ അനാഫേസ് 2ലോ വെച്ചിട്ടായിരിക്കും എൻ ചേഞ്ച് നടക്കുക. നമ്മളെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ഡിപ്ലോയിഡ് ഇത് എപ്പോഴും 2N തന്നെയാണ്.
ഇതെപ്പോഴും ആരായിട്ട് മാറും? 2n എന്ന് പറയുന്നത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 4c ആയിട്ട് മാറും. കാരണം എസ് ഫേസിലെത്തുമ്പോഴത്തേക്ക് അത് മാറാം. അപ്പോൾ നമുക്ക് 2n 4c എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. Question number 18. Chiasma represents site at which homologous pairing occurred, recombination between non-homologous chromosomes have occurred, procentric pairing have occurred, recombination between homologous chromosomes have occurred. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പറയുന്നത്. കയാസ്മ നമുക്ക് അറിയാം. പ്രോഫേസ് 1നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കേറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസ്, ഈ 5 സ്റ്റെപ്പ് എന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരിക. ശരി, ഒന്നുകിൽ എസ് ഫേസ് എന്ന് വരാം, അല്ലെങ്കിൽ പിന്നെ വരുന്നത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് എന്ന് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ പ്ലാന്റ് സൈറ്റോകൈനസ്, അനിമൽ സൈറ്റോകൈനസ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന സ്ഥലമാണ് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കേറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. പിന്നെ ഡയാഡ് ഫോർമേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനാഫേസ് 2 ആണ്. പിന്നെ G0 ഫേസ് പ്ലസ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസും അതേപോലെ തന്നെ മെരിറ്റുമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കയാസ്മ. അപ്പോൾ ലിപ്റ്റോഡിയൻ സ്റ്റേജിൽ എന്താ നടക്കുക? ലിപ്റ്റോഡിയൻ സ്റ്റേജ് മിയോസ് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് സെൽസിൽ മാത്രമേ നടക്കുള്ളൂ. ഡിപ്ലോയിഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ആ സെൽസിൻ്റെ ന്യൂക്ലിയസിനകത്ത് 2 സെറ്റ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. ഒരു സെറ്റ് എന്ന് പറയുന്നത് മെറ്റേണൽ പെയർ ആയിരിക്കും, മറ്റേതെന്ന് പറയുന്നത് പെറ്റേണൽ സൈഡുമായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ വഴി ക്രോമസോമായിട്ട് മാറി. ലിപ്റ്റോഡിനിലെ കേസാണ് പറയുന്നത്. കണ്ടൻസേഷൻ വഴി ക്രൊമാറ്റിൻ ക്രോമസോമായിട്ട് മാറുകയും ചില കേസിനകത്ത് നമുക്ക് അവിടെ ബൊക്കർ സ്റ്റേജും കാണാം. അപ്പോൾ ബൊക്കർ സ്റ്റേജ് മാത്രം നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. രണ്ടാമത്തത് സൈഗോട്ടിൻ സ്റ്റേജിലാണ്. ലിപ്റ്റോഡിൻ കഴിഞ്ഞ് സൈഗോട്ടിൻ. സൈഗോട്ടിൽ എന്താ ചെയ്യുക? ഹോമോലോഗസ് ക്രോമസോംസിൽ തമ്മിൽ പെയർ ചെയ്യുന്നു. സിനാപ്റ്റോമൽ കോംപ്ലക്സ് കാണാൻ പറ്റുന്നു. അതേപോലെ ക്രോമസോമൽ ക്രോമസോംസിന്റെ പെയറിങ്, അതിനെ നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നുണ്ട്. പ്രസൻസ് ഓഫ് പ്രോട്ടീൻ കാൾഡ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ആണ്. അതിന്റെ ഫലമായിട്ട് ബൈവാലന്റ് ഫോം ചെയ്യുന്നു. പിന്നെ പാക്കറ്റിലോട്ടാണ്. പാക്കറ്റിൽ ചെല്ലുമ്പോഴാണ് ടെട്രാഡ് ഫോർമേഷൻ കാണിക്കുന്നത്. ക്ലിയർ ടെട്രാഡ് കാണുന്നത് നമ്മൾ എവിടെ തന്നെയാണ്? പാക്കറ്റ് സ്റ്റേജിലാണ്. അവിടെ വെച്ചിട്ട് ക്രോസിംഗ് ഓവർ നടക്കും. ആര് തമ്മിൽ? എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ദ ഹോമോലോഗസ് ക്രോമസോംസ്. ദിസ് സൈറ്റ് ഈസ് കാൾഡ് റീകോമ്പിനേഷൻ നോഡ്യൂൾ. അപ്പോൾ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ നോഡ്യൂള്, ടെട്രാഡ്, റീകോമ്പിനൻസ്, വേരിയേഷൻ, ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെ? പാക്കറ്റ് സ്റ്റേജ്. അടുത്ത ഡിപ്ലോട്ടിക് സ്റ്റേജിൽ ആഫ്റ്റർ ക്രോസിംഗ് ഓവർ ദ സിനാപ്റ്റോണിമൽ കോംപ്ലക്സസ് എന്ത് ചെയ്യുന്നുണ്ട്? വീക്ക് ആവുന്നുണ്ട്. ശരി, അതിന്റെ ഫലമായിട്ട് ഹോമോലോഗസ് ക്രോമസോംസുകൾ പെയർ ചെയ്യാൻ തുടങ്ങും. എക്സെപ്റ്റ് ദ റീകോമ്പിനേഷൻ നോഡ്യൂൾ സൈറ്റ്, ക്രോസിംഗ് ഓവർ സൈറ്റ്, വെയർ ഇറ്റ് ഇസ് ആൻ എക്സ്ട്രേബ്ഡ്, ദാറ്റ് ഇസ് കാൾഡ് കയാസ്മ. ശരിയല്ലേ? പിന്നെ നമുക്ക് ഡിപ്ലോട്ടിക് സ്റ്റേജിനകത്താണ് oocytes ഓഫ് സം വെർട്ടിബ്രേറ്റ്സ് ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്റ്റിങ്ഷൻ പറയുന്നത്, പിന്നെ ടെർമിനലൈസേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഡയാകൈനസ് പറയാം, ഡയാഡ് ഫോർമേഷനും പറയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോംസ് ഹാവ് ഒക്കേർഡ്, ആ സ്ഥലത്തിനെയാണ് നമ്മൾ എക്സ്ട്രേപ്ഡ് ആയിട്ട് കാണിക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? കയാസ്മ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് പറയാം റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ ഹോമോലോഗസ് ക്രോമസോം അല്ല, ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ റീകോമ്പിനേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കുള്ളൂ. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. അവിടെ ലിപ്റ്റോഡിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോഡിൻ, ഡയാകൈനസിനകത്തുള്ള മെയിൻ സ്റ്റേജുകൾ പറയുക. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ്. ന്യൂക്ലിയസ് ആസ് എ സെൽ ഓർഗനൽ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ റോബർട്ട് ബ്രൗൺ. ശരിയാണ്. In 1838, Matthew Schleiden, a German botanist, examined a large number of plants and observed that all plants are composed of different kinds of cells to which the tissues. ശരി തന്നെയാണ്. Lysosome contain hydrolyse active in acidic pH or low pH. Mesosomes are formed from Golgi bodies. തെറ്റാണ്. Mesosomes എന്ന് പറയുന്നത് നമുക്കറിയാം മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് ഓഫ് പ്രോകാരിയോട്സ് ഓർ മുണീറൻസ്. മുണീറൻസിൻ്റെ ഔട്ടറായിട്ടുള്ള സെൽ എൻവലപ്പ് എടുത്താൽ അത് ട്രിപ്പിൾ ലെയർ ആണെന്നും ഏറ്റവും പുറമേ ഉള്ളതിനെ ഗ്ലൈക്കോ കാലിക്സ് എന്നും രണ്ടാമത്തെ ലെയറിനെ നമ്മൾ സെൽ വാളത്ത്, മൂന്നാമത്തിന് നമ്മൾ സെൽ മെംബ്രെയിൻ എന്നും പറയും. ഇതിൽ ഈ സെൽ എൻവലപ്പിന് സർഫസ് എക്സ്റ്റൻഷൻസ് ലൈക്ക് ഫ്ലജല്ല ഫോർ ലോക്കമോഷൻ, അത് കഴിഞ്ഞിട്ട് ഫിംബ്രി ഫോർ അറ്റാച്ച്മെന്റ് ആൻഡ് പൈലി ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള സെൽ മെമ്പറിന് ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതിലൊന്നിൻ്റെ പേരാണ് മീസോസോം എന്ന് പറയുന്നത്. അത് സെക്രീഷനെ സഹായിക്കുന്നുണ്ട്, സെൽ വാൾ ഫോർമേഷനെ സഹായിക്കുന്നുണ്ട്, DNA റെപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂഷനെ സഹായിക്കുന്നുണ്ട്, റെസ്പിറേഷനെ സഹായിക്കുന്നുണ്ട്. കാരണം എന്ന് പറയാം അതിനകത്ത് എൻസൈംസ് ഉള്ളത് കൊണ്ട്. പിന്നെ ഉള്ളത് ക്രൊമാറ്റോഫോഴ്സ് ആണ് പ്രസന്റ് ഓൺലി ഇൻ ഫോട്ടോസിന്തറ്റിക് ഫോംസ്. അപ്പോൾ മീസോസോം എന്ന് പറയുന്ന മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് ഓഫ് ആൾ പ്രോക്യാരിയോട്സ് ഓർ മോണിറൻസ്. ഫോർത്ത് ഓപ്ഷൻ റോങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം 1, 2, 3 കറക്റ്റായിട്ട് വരണം. 1, 2, 3 കറക്റ്റ്, 4 ഈസ് റോങ്. അപ്പോൾ നമുക്ക് ആൻസർ അവിടെ പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. വിച്ച് ഈസ് ഓർ ആർ ആൻഡ് എനുക്ലിയേറ്റ് സെൽ ഓർ സെൽസ്. എനുക്ലിയേറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ മെച്ചുർ RBCയും, അനിമൽസിനകത്ത് മെച്ചുർ RBCയും അതേപോലെ പ്ലാന്റ്സിനകത്ത് സേവി ട്യൂബുമാണ് പറയുന്നത്. പിന്നെ പ്ലാന്റ്സിനകത്ത് സേവി ട്യൂബ് മെച്ചുർ ആകുമ്പോൾ അതിനകത്ത് ന്യൂക്ലിയസ് ഇല്ലാതാകുന്നു. അപ്പോൾ അവിടെ അതിനോട് ചേർന്ന് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് ആയിട്ടുള്ള കമ്പാനിയൻ സെൽസ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്ന പ്രഷർ ഗ്രേഡിയൻ്റ് പോലും എന്നും പറയുന്നുണ്ട്. അപ്പോൾ മെച്ചുർ RBC ആൻഡ് സേവി ട്യൂബ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ബോത്ത് 2 and 3 പറയാം. ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോയിഡ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂക്ലിയോയിഡ് ഈസ് ആൻ ഏരിയ കണ്ടെയ്ൻ എന്താണെന്ന് പറയാം ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൾ പ്രോക്യാരിയോട്സ്. അപ്പോൾ ന്യൂക്ലിയോയിഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് ന്യൂക്ലിയോയിഡ് ഈസ് ആൻ ഏരിയ കണ്ടെയ്ൻ genetic material in prokaryotes. പ്രോക്യാരിയോട്സിൽ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയുക. കാരണം ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട്. ഇത് യൂക്യാരിയോട്സിൽ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ന്യൂക്ലിയസ് എന്നായിരിക്കും. അപ്പോൾ യൂക്യാരിയോട്സിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആയിട്ട് ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ് എന്ന് പറയും. പ്രോക്യാരിയോട്സിൽ മെംബ്രെയിൻ ബൗണ്ട് അല്ല, ആ ഏരിയ നമ്മൾ പറയുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്നാണ്. പിന്നെ അയാളുടെ ജീനോം എന്ന് പറയുന്നത് സിംഗിളാണ്. പ്രോക്യാരിയോട്സിന്റെ ജീനോം എന്ന് പറഞ്ഞാൽ സിംഗിളാണ്, സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് നേക്കഡ് DNA ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു സാറ്റ് ക്രോമസോമിന്റെ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഒരു സാറ്റ് ക്രോമസോംസ് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കാണപ്പെടുന്നതാണ്. അവിടെ നമുക്ക് പ്രൈമറി കൺസ്ട്രക്ഷനും കാണാം, സെക്കൻഡറി കൺസ്ട്രക്ഷനും കാണാം. ആഫ്റ്റർ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ദ ക്രോമാറ്റിഡ്സ് ലുക്ക് ലൈക്ക് എ ബട്ടൺ ഓർ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കാൾഡ് സാറ്റലൈറ്റ്. ആഫ്റ്റർ സെക്കൻഡറി ഇത് പ്രൈമറി കൺസ്ട്രക്ഷൻ, ഇതിനെ നമ്മൾ സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയും. ആഫ്റ്റർ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ദ ക്രോമാറ്റിഡ് ലൈക്ക് എ button or balloon like structure is called a satellite. Such chromosomes are called sat chromosome. അപ്പോൾ നമുക്ക് ഇതിനെ സാറ്റലൈറ്റ് എന്നും ഇതിനെ സെക്കൻഡറി കൺസ്ട്രക്ഷൻ പ്രൈമറി കൺസ്ട്രക്ഷൻ്റെ വേറൊരു പേരാണ് സെൻട്രോമിയർ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് സാറ്റലൈറ്റ്, B എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, C എന്ന് പറയുന്നത് സെൻട്രോമിയറും കിട്ടണം. അപ്പോൾ ഫോർത്ത് ഓപ്ഷനെ നമുക്ക് ആൻസറായിട്ട് മാറ്റാൻ പറ്റും. Pollen tablets are available in the market for in vitro fertilization, breeding programs, supplementary food, etc. Supplementary food ആണ് നമുക്കറിയാം പോളൻ. ഗ്രെയിൻസിന് നമുക്ക് ടാബ്ലറ്റ് ആയിട്ടും സിറപ്പായിട്ടും കിട്ടും. പിന്നെ അത് പോളൻ കൺസപ്ഷൻ എന്ന് പറയുന്നത് ക്ലെയിം ആണെന്നൊക്കെ നമ്മൾ പഠിക്കണം. Consider the following and choose a false statement. Absorption of water by dry seeds is facilitated diffusion. കണ്ടുപിടിക്കേണ്ടത് false statement. ഫസ്റ്റ് വൺ റോങ് തന്നെയാണ്. കാരണം അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഡ്രൈ സീഡ്സ് എന്ന് പറയുന്നത് ഇംബൈബിഷൻ പ്രോസസ്സാണ്. അതെന്ന് പറയുന്നത് ഇംബൈബിഷൻ പ്രോസസ്സാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഫെസിലിറ്റി ഡിഫ്യൂഷൻ അല്ല വരേണ്ടത്, ഇംബൈബിഷൻ ആണ് വരേണ്ടത്. ഇംബൈബിഷൻ ഈസ് എ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ, ശരി തന്നെയാണ്. അടുത്ത വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഓഫ് ഇംബൈബ്ഡ് എസെൻഷ്യൽ ഫോർ ഇംബൈബിഷൻ, ശരി തന്നെയാണ്. സെൽ സ്വെൽസ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ശരി തന്നെയാണ്. അപ്പോൾ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് 1 തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇംബൈബിഷൻ ആണ്. എന്താണ് ഇംബൈബിഷൻ എന്ന് പറഞ്ഞാൽ? വെൻ എ ഹൈഡ്രോക്ലോറൈഡ് സബ്സ്റ്റൻസ് അബ്സോർബ് സോൾവെന്റ് ഓർ വാട്ടർ
and increase its size or volume but not form a solution is called imbibition. അവിടെ പങ്കെടുക്കുന്ന സൊല്യൂഷനെ നമ്മൾ ഇംബൈബൻ്റ് എന്നും മറ്റേ ആളിനെ നമ്മൾ ഇംബൈബേറ്റ് എന്നും പറയും, സോളിഡിനെ ഇംബൈബേറ്റ് എന്നും പറയും. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ട്രൂ ആയിട്ട് തന്നെ വരും. പിന്നെ വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ലിക്വിഡ് ഇംബൈബ്ഡ് ശരി തന്നെയാണെന്ന് നമുക്കറിയാം. പിന്നെ വെൻ എ ലിവിംഗ് പ്ലാന്റ് സെൽ ഈസ് ഓർ സെൽ വാൾ ബേസ്ഡ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻടു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, endosmosis takes place. As a result, the positive hydrostatic pressure takes place inside the cytoplasm or protoplast. It is called Turgor pressure. ശരിയല്ലേ? അപ്പോൾ തേർഡ് ഓപ്ഷൻ അല്ല ഫോർത്ത് ഓപ്ഷനും ട്രൂ തന്നെയാണ്. അപ്പോൾ റോങ് എന്ന് പറയാൻ പറ്റുന്നത് ആര് തന്നെയാണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഡ്രൈ സീഡ്സ് എന്ന് പറയുന്നത് ഇംബൈബേഷൻ പ്രോസസ്സാണ്. ഓക്കെ. ട്രാൻസ്പിറേഷൻ ആൻഡ് റൂട്ട് പ്രഷർ കോസ് വാട്ടർ ടു റൈസ് ഇൻ പ്ലാന്റ്സ് ബൈ. നമുക്ക് നോക്കാം ഒരു പ്ലാന്റ്സിനകത്തുള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ നമ്മൾ റൂട്ടായിട്ടും ഇതിനെ നമ്മൾ ലീഫായിട്ടും ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്ന് എന്താ വരിക? ഇങ്ങോട്ട് നടക്കുന്നു എന്ന് പറയുന്ന ട്രാൻസ്പിറേഷനാണ്. ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്നത് റൂട്ട് പ്രഷറാണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ബോത്താണ്. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ബോത്ത് ട്രാൻസ്പിറേഷൻ ആൻഡ് റൂട്ട് പ്രഷറാണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് പുള്ളാണ് എന്ന് നമുക്കറിയാം, വലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പുഷാണ് വരിക. പുള്ളിനെ നമ്മൾ നെഗറ്റീവ് എന്നും ഇതിനെ നമ്മൾ പോസിറ്റീവ് എന്നും പറയും. അപ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ പുൾ ആൻഡ് പുഷാണ്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നതിന് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പുള്ളായിട്ടോ പറയുക. അപ്പോൾ നമുക്ക് പുള്ളിങ് ആൻഡ് പുഷിങ് എന്ന് പറയുന്ന റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്ന ഫോർത്ത് ഓപ്ഷന് ആൻസർ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. ട്രാൻസ്ലൊക്കേഷൻ ഇൻ ഫ്ലോയം ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൻ്റെ വേറൊരു പേരാണ് നമുക്കറിയാം. ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ക്യാരക്ടർ പറയാൻ പറ്റും, കോമൺ ക്യാരക്ടർ പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ത്രൂ വാസ്കുലാർ ടിഷ്യൂ. ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് വാസ്കുലാർ ടിഷ്യൂയിലൂടെ ആയിരിക്കും. സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. മീൻസ് ഹൈ ടി പി ടു ലോ ടി പിയിലോട്ടായിരിക്കും നടക്കുക. അടുത്ത സാപ്പ് ഫോമിൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുള്ളൂ. നോട്ട് ആൻഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് ഒരിക്കലും നടക്കത്തില്ല, സാപ്പായിട്ടേ പോകാൻ പറ്റും. വാട്ടർ ഉള്ളിൽ പോകില്ല, മിനറൽസ് ഉള്ളിൽ പോകില്ല, സാപ്പായിട്ട് മാത്രമേ പറ്റൂ. അടുത്തത് എന്ന് പറയുന്നത് എൻ മാസായിട്ടേ പോവുള്ളൂ, ഹോളായിട്ട് അല്ലെങ്കിൽ മാസായിട്ട് മാത്രമേ മൂവ്മെൻറ്റ് നടക്കുള്ളൂ. അടുത്തത് ഫ്രമിനെ നമ്മളെപ്പോഴും വിളിക്കുന്നത് നമുക്കിവിടെ പറയാം ഫ്രമും ഉണ്ട്, അതേപോലെ തന്നെ ടൂവും ഉണ്ട്. അപ്പോൾ ഫ്രമിനെ നമ്മൾ വിളിക്കുന്ന സോഴ്സ് എന്നും ഇതിനെ നമ്മൾ വിളിക്കുക സിങ്ക് എന്നുമാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും വയ്ക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ട്രാൻസ്ലൊക്കേഷൻ ഫ്ലോയം എന്ന് പറയുന്നത് ടർഗർ ഗ്രേഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഹൈ ടി പി ടു ലോ ടി പി. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ. ഈ 5 ക്യാരക്ടറിൽ നിന്ന് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് which is a wrong statement. Phosphorus is absorbed as, magnesium is absorbed as, sulfur is absorbed as, boron is absorbed as. ഇത് നമുക്ക് അറിയാം. മെൽനോട്ടേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്നാണ്. അവിടെ മൈക്രോ മിനറൽസിനെ പഠിക്കുക. 118 എലമെൻറ്റ്സ്, അതിൽ 60 എലമെൻറ്റ്സ് നമുക്ക് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണാം. അതിൽ നമ്മൾ 17 എലമെൻറ്റ്സ് എന്ന് പറയുന്ന എല്ലാ പ്ലാന്റ്സിനകത്തും കാണാം. അതിൽ നമ്മൾ മൈക്രോ തിരിക്കുന്നുണ്ട്. അതിൽ ഓരോ എലമെൻറ്റ്സിൻ്റെയും അന്തക പഠിക്കണം, നമ്മൾ അബ്സോർബ്ഡ് അയോണിക് ഫോം പഠിക്കണം, ഫിസിയോളജിക്കൽ റോൾ പഠിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഈസ് അബ്സോർബ്ഡ് ആസ് എന്ന് പറയുന്നത് തെറ്റാണ്. H2PO4- അല്ലെങ്കിൽ HPO4 എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഫോസ്ഫറസ് അബ്സോർബ് ചെയ്തത്. H2PO4- അല്ലെങ്കിൽ HPO4- എന്ന് പറയുന്ന ഫോമിലാണ് ഫോസ്ഫറസ് അബ്സോർബ് ചെയ്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ട്രൂ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് റോങ് എന്ന് പറയുന്നത്. ഓക്കെ. ഫിക്സേഷൻ ഓഫ് 1 molecule ഓഫ് നൈട്രജൻ റിക്വേഴ്സ്. നമുക്ക് അറിയാം മെൽനോട്ടേഷനകത്ത് വരുന്ന നൈട്രജൻ ഫിക്സേഷൻ ഇക്വേഷൻ ആണ് N2 + 8E + 8H + 16 ATP 2NH3. ഇവിടെ പറഞ്ഞേക്കുന്ന 1 മോളിക്യൂൾ നൈട്രജൻ ആണ്. അപ്പോൾ N2 എടുക്കുന്നു എങ്കിൽ എന്ത് തന്നെ വരും? 16 തന്നെ വരും. അതല്ല ഇവിടെ N ആയിരുന്നു എങ്കിൽ ഇവിടെ ആൻസർ 8 ആയിരിക്കും. അതേപോലെ 2NH3 ആണ് എങ്കിൽ ആൻസർ 18 തന്നെയാണ്. അതല്ല 1NH3 ആണ് എങ്കിൽ ആൻസർ 8 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഇവിടെ N2 ആണോ N ആണോ നോക്കണം. ഇവിടെ 2
NH3 ആണോ NH3 ആണോ നോക്കിയിട്ട് വേണം ഇക്വേഷൻ ക്ലിയർ ചെയ്യണം. ഇവിടുത്തെ ആൻസർ നമുക്ക് എത്ര തന്നെ 16 ATP തന്നെ കിട്ടും. വാട്ടർ സോളബിൾ പിഗ്മെന്റ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ വാക്യൂൾസ് ആർ. നമുക്ക് അറിയാം ഫോട്ടോസിന്റെ പിഗ്മെന്റ്സ് ക്ലോറോഫിൽസ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇവരെല്ലാ പേരും വാട്ടറിൽ ഇൻസോളബിൾ ആണ്. പിന്നെ ഉള്ളത് കരോട്ടിനോയിഡ്സ് ആണ്. സാന്തോഫിൽ, കരോട്ടിൻ വാട്ടറിൽ ഇൻസോളബിൾ തന്നെയാണ്. ആന്തോസയാനിൻ മാത്രമാണ് വാട്ടർ സോളബിൾ ആയിട്ട് പഠിക്കുക. ബീട്രൂട്ടിനകത്തൊക്കെ കാണപ്പെടുന്നത് നമുക്കറിയാം. ഡയറക്റ്റ് ആയിട്ട് വാട്ടർ സോളബിൾ എന്ന് പറയുന്ന ആന്തോസയാനിൻ തന്നെയാണ്. അടുത്ത സ്ട്രോമ ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് എ ഹയർ പ്ലാന്റ്സ് കണ്ടെയ്ൻ ലൈറ്റ് ഡിപ്പെൻഡന്റും ഉണ്ട്, ലൈറ്റ് ഇൻഡിപെൻഡന്റും ഉണ്ട്. അപ്പം നമുക്ക് അറിയാം ഒന്നുകിൽ ഇതോ അല്ലെങ്കിൽ ഇതോ തന്നെയാണ് ആൻസർ. ഇവിടെ ഇതിന് ആവശ്യം നമുക്ക് വരുന്നില്ല തന്നെയാണ് ഒറ്റയടിക്ക് തന്നെ കണ്ട അറിയാം. അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നമുക്ക് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ആണെന്നും അതിന് രണ്ടായിട്ട് പിടിക്കാം, ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ ഓർ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ. ശരിയാണല്ലോ. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന അല്ലെങ്കിൽ തൈലക്കോഡ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ, കരോട്ടിൻ, കരോട്ടിനോയിഡ്സ് അല്ലെങ്കിൽ സാന്തോഫിൽ എക്സെട്ര. അതേസമയം ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എൻസൈംസ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണെന്നും അല്ലെങ്കിൽ തൈലക്കോഡിൽ വെച്ചിട്ടാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോട്ടോസിന്റെ പിഗ്മെന്റ്സ് ആണെന്ന് പറയാം. സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്, കാരണം അവിടെ ആ എൻസൈംസ് എല്ലാം റുബിസ്കോ എൻസൈംസ് അതേപോലുള്ള എൻസൈംസ് എല്ലാം കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാം, സ്ട്രോമയിലാണ്. അപ്പോൾ സ്ട്രോമ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ എൻസൈംസ് ആർ പ്രസന്റ്. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ. What would be the maximum concentration of alcohol in beverages that are naturally fermented by yeast? നമ്മൾ അവിടെ ടെക്സ്റ്റിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അവിടെ ആൻസർ എന്ന് പറയുന്നത് 13% ആണെന്ന് നമുക്ക് ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? അവിടെ നമ്മൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്താണ്, ഈസ്റ്റിന്റെ കേസിനകത്ത് 13 വെച്ചിട്ട് അത് ഹൈലി പോയിസണസ് ആയിട്ട് മാറുന്നതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. Which of the following is incorrect for glycolysis? It means breakdown of sugar. ശരി തന്നെയാണ്. ഗ്ലൈക്കോളിസിനെ വേർഡ് സ്പ്ലിറ്റ് ചെയ്യുക, ഗ്ലൈക്കസ് പ്ലസ് ലൈസിസ്. ഗ്ലൈക്കസ് മീൻസ് ഷുഗർ എന്നും ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ എന്നും കിട്ടുക. ബ്രേക്ക് ഡൗൺ ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് also called EMB pathway. The steps of glycolysis or glycolytic steps were discovered by 3 German scientists, M10, Meyerhof and Parnas. So it is called EMB pathway. ശരി തന്നെയാണ്. It produces and consumes ATP തന്നെയാണ്. ഇറ്റ് ഇസ് എ ലീനിയർ സ്റ്റെപ്സ് ആണെന്നും they have 10 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് 5 സ്റ്റെപ്സിനെ നമ്മൾ പറയുന്ന എനർജി കൺസ്യൂമിങ് സ്റ്റെപ്സ് എന്നും അടുത്ത 6 മുതൽ 10 വരെയുള്ള സ്റ്റെപ്സിനെ നമ്മൾ പറയുന്നത് എനർജി റിലീസിങ് എന്നുമാണ്. അപ്പോൾ കൺസ്യൂമിങ് ഉണ്ട്, എനർജി റിലീസിങ്ങും കാണാൻ പറ്റും. അടുത്ത it is O2 ഡിപ്പെൻഡന്റ് പ്രോസസ്. തെറ്റാണ്. ഗ്ലൈക്കോളിസ് അനൈറോബിക് പാത്വേ, ഓക്സിജന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് പറയാം ഗ്ലൈക്കോളിസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഹിയർ 1 molecule of 6 carbon compound glucose is enzymatically breaks into 2 molecule of 3 carbon compound pyruvic acid. Is a catabolic process എന്നും പറയാം. ക്ലിയർ ആണ്? അടുത്ത ഇത് നമുക്കറിയാം ജെർമിനേഷൻ ആൻഡ് സെൽ ലിങ്ക് ഡെവലപ്മെന്റ്, ആക്സോണോമീറ്റർ ഡിറ്റക്ട് ഗ്രോത്ത്, porometer to detect growth, detection of zones of elongation by parallel diameter arrangement. ഇത് നമുക്ക് ടെക്സ്റ്റ് ഫിഗർ ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് സോൺസ് ആണെന്ന് അറിയാം. ടെക്സ്റ്റ് നോക്കി പഠിക്കാം. The observation of dash when they observed that a coleoptile of canary grass responded to unilateral illumination by growing towards the source of light. നമുക്ക് അറിയാം ഡാർവിൻസ് തന്നെയാണ് ഇലുമിനേഷൻ ലൈറ്റ് കൊണ്ടുവന്നത്, ഡാർവിൻസ് തന്നെയാണ്. അപ്പോൾ ഡാർവിനെ കുറിച്ച് പഠിക്കുക, കുറോസോവയെ കുറിച്ച് പറയുക, സ്ക്യൂജാൻ മില്ലറിനെ കുറിച്ച് പറയുക, കസിനെ കുറിച്ച് പറയുക. ടെക്സ്റ്റിനകത്ത് വരുന്ന പ്ലാന്റ് ഗ്രോത്ത് സ്റ്റേറ്റ്മെന്റും സയന്റിസ്റ്റുകളെല്ലാം അറിയാം. ഇത് പറഞ്ഞത് ആര് തന്നെയാണ്? ഡാർവിൻസ് തന്നെയാണ്. ഒപ്പം തന്നെ ആര് വരുന്നുണ്ട്? തൊട്ട് പിറകെന്ന് FW വെൻഡ് വരുന്നുണ്ട്. അയാൾ ചെയ്തത് കോളിയോപ്റ്റൈൽ ഓഫ് ഓട്ട് സെല്ലിങ്സിലായിരുന്നു. ഓക്സിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഡാർവിൻ പഠിക്കുക, FW വെൻഡ്, ക്രോസോവ, സ്ക്യൂജൻ മില്ലർ, കസൻ. നോൺ ആൽബുമിനസ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. നമുക്ക് അറിയാം സീഡ്സിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സീഡ്സിനകത്ത് എംബ്രിയോയ്ക്കകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സീഡ്സിനകത്ത് എംബ്രിയോ പ്ലസ് കോഡ്ലിഡൻ. എംബ്രിയോ എന്ന് പറയുന്ന അറിയാലോ, കോഡ്ലിഡൻ പ്ലസ് എംബ്രിയോ ലാക്സിനാണ്. നമ്മൾ സീഡ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്താ കാണാൻ പറ്റും? സീഡ് കോട്ട് കാണാൻ പറ്റും, എൻഡോസ്പെമിനെ കാണാൻ പറ്റും, പ്ലസ് എംബ്രിയോയിനെ കാണാൻ പറ്റും. എംബ്രിയോയിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ
നമുക്ക് കാണാൻ പറ്റുന്ന കോളിഡൺ പ്ലസ് എംബ്രിയോണൽ ആക്സിസ് ആണ്. ഇതിൽ എംബ്രിയോണൽ ആക്സിനെ നമ്മൾ എടുത്താൽ കിട്ടുന്നത് ടൈജെല്ലം പ്ലസ് പ്ലിമ്യൂളാണ്. അപ്പോൾ നമുക്ക് സോ therefore embryos equal to plumule പ്ലസ് റാഡിക്കൽ പ്ലസ് കോട്ടിലിഡൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു സീഡ് എടുത്താൽ അതിനകത്ത് സീഡ് കോട്ട് പ്ലസ് എൻഡോസ്പേം പ്ലസ് എംബ്രിയോ കാണും. എംബ്രിയോ എടുത്തു കഴിഞ്ഞാൽ കോൾഡൻ പ്ലസ് എംബ്രിയോണൽ ആക്സിസ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ടൈപ്പ്. ഇനി നമുക്കുള്ളത് എംബ്രിയോണൽ ആക്സിനകത്ത് റാഡിക്കലും പ്ലിമ്യൂളും ഉണ്ട്. അതുകൊണ്ട് എംബ്രിയോസ് ഈക്വൽ ടു പ്ലിമ്യൂൾ പ്ലസ് റാഡിക്കൽ പ്ലസ് കോട്ടിലിഡൻ എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് എൻഡോസ്പേമിനകത്താണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് എൻഡോസ്പേമസ് ഫുഡ് എന്നും അല്ലെങ്കിൽ എൻഡോസ്പേമസ് സീഡ് അല്ലെങ്കിൽ ആൽബുമിനസ് സീഡ് എന്ന് പറയും. അതല്ല കോട്ടിലിഡനാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് നോൺ എൻഡോസ്പേമസ് എക്സ് ആൽബുമിനസ് ഓർ നോൺ ആൽബുമിനസ് എന്നൊക്കെ പറയും. മോണോകോട്ട് സൈഡ് ജനറലി എൻഡോസ്പേമസ് ആണ്. ഡൈക്കോട്ട് സൈഡ് ജനറലി നമുക്ക് പറയാം നോൺ എൻഡോസ്പേമസ് ആണ്. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. സോളനേസിയ ഉണ്ട്. അതേപോലെ തന്നെ കാസ്റ്ററും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോൺ ആൽബുമിനസ്, അപ്പോൾ നോൺ എൻഡോസ്പേമസ് ആണ്. അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് എന്ന് പറയുന്നത് ഡൈക്കോട്ടിൻ്റെ കോമൺ ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാം. എല്ലാ ഡൈക്കോട്ടും അല്ല, ജനറലി ഡൈക്കോട്ട്സ് ആർ നോൺ എൻഡോസ്പേമസ്. പക്ഷേ കാസ്റ്റർ ഡൈക്കോട്ടാണ്. പക്ഷേ കാസ്റ്റർ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷനാണ്, എൻഡോസ്പേമസിൽ വരുന്നതാണ് നമുക്കറിയാം. സോളനേസിയ പ്ലസ് കാസ്റ്റർ. വീറ്റ് എന്ന് പറയുന്നത് മോണോകോട്ടാണ്. പി എന്ന് പറയുന്നത് ഡൈക്കോട്ടാണ്. മെയ്സ് എന്ന് പറയുന്നത് മോണോകോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഡൈക്കോട്ടിനെ കണ്ടുപിടിക്കാൻ രണ്ട് ഡൈക്കോട്ടാണ്. അതിൽ കാസ്റ്റർ എക്സെപ്ഷൻസ് ആണ്, സോളനേസിയും എക്സെപ്ഷൻസ് ആണ്. സോളനേസിയ ഡൈക്കോട്ടാണ്, പക്ഷേ എല്ലാ പേരും എൻഡോസ്പെമസ് സീഡാണ്. ഓക്കെ, ഫാമിലി. അഡ്വാൻറ്റേജ് ഓഫ് ക്ലീസ്റ്റോഗമി നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് അറിയേണ്ടത് ക്ലീസ്റ്റോഗമി അറിയണം, ചാസ്മോഗമി അറിയണം, മൊണീഷ്യസ് അറിയണം, ഡയേഷ്യസ് അറിയണം. അപ്പോൾ നമ്മളിവിടെ പ്ലാൻ അല്ലെങ്കിൽ ഫ്ലവർ ഓർ പ്ലാന്റ് എന്നും പിന്നെ നമ്മൾ ഓട്ടോഗമി, ഗെയ്റ്റ്നോഗമി, സിനോഗമിയാണ് പറയുക. ക്ലീസ്റ്റോഗമി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ, ഗെയ്റ്റ്നോഗമിയും സിനോഗമിയും നടക്കില്ല. കാരണം അത് ക്ലോസ്ഡ് ഫ്ലവർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ചാസ്മോഗമി എടുത്താൽ നടക്കാം. മൊണീഷ്യസ് പ്ലാന്റ് എടുത്താൽ ഓട്ടോഗമി നടക്കില്ല. കാരണം മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ സെപ്പറേറ്റ് ഒറിജിനാണ്. പക്ഷേ ഇങ്ങനെ നടക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ നടക്കുള്ളൂ. ഇതാണ് ചാർട്ട്. അങ്ങനെ നോക്കിയാൽ ക്ലിസ്റ്റോഗമിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ. നോ ഡിപ്പെൻഡൻസ് ഓൺ പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. കാരണം ഇസ് എ ഡു നോട്ട് ഓപ്പൺ. ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലാന്റ് ഹാവിംഗ് ജീനോടൈപ്പ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി? ഇത് വെറുതെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഗമീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇതൊരു ഏത് ക്രോസ് ആണെന്നാണ്. അപ്പോൾ പേര് തിരിക്കുക. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു ട്രൈ ഹൈബ്രിഡ് ക്രോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ട്രൈ ഹൈബ്രിഡ് ക്രോസ് എടുത്താൽ അതിൻ്റെ ഗമീറ്റ്സിനകത്ത് 3 ലെറ്റേഴ്സ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഏത് ക്രോസ് ആണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ ഗമീറ്റ് നമ്പർ, അത് രണ്ടും നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഇതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഹെട്രോസൈഗസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പറയാം. ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, സി, ക്യാപിറ്റൽ എ, സ്മാൾ ബി, ക്യാപിറ്റൽ സി. അപ്പോൾ 2 ടൈപ്പ് ഗമീറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ 2 ആണ് ആൻസർ. അത് ആരൊക്കെയാണ് ചോദിച്ചാൽ നമുക്ക് പറയാം ഇങ്ങനെ ആയിരിക്കും. F2 generation in a Mendelian cross showed that both the genotype and phenotypic ratio is same as 1:2:1. It represents in the case of 1:2:1. ശരിയല്ലേ? മോണോഹൈബ്രിഡ് ക്രോസ് വിത്ത് കംപ്ലീറ്റ് ഡോമിനൻസ്, മോണോഹൈബ്രിഡ് ക്രോസ് വിത്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പോളിജനിക് ട്രൈറ്റ് ആൻഡ് ഡൈഹൈബ്രിഡ്. നമുക്കറിയാം ഇവിടെ പറയുന്നത് ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോസ് ആർ സെയിം എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തെ പഠിക്കാനുള്ള ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് തന്നെയാണ്. സോ ആൻസർ ഈസ് മോണോഹൈബ്രിഡ് ക്രോസ് വിത്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. Multiple alleles are present in generally one character is controlled by a biallelic forms. In some cases more than 2 alleles are control a single character. That is called നമ്മൾ പറയുക multiple alleles എന്ന് പറയും. Multiple alleles are present in same locus of the homologous chromosomes but present only in a population, not a person. So multiple alleles are present in homologous locus of the homologous chromosome but present only in a population, not a person. Okay, at the same locus of the chromosomes, non-sister chromatids on different chromosomes at different loci on the same, at the same locus of the homologous chromosomes but present only in a population, not a person.
If the cross with the RR into RR, capital R small r into small r small r. ഇത് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണ് കിട്ടുക. അപ്പോൾ റിസൾട്ട് 1:1 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ 50% 50% വരും. ഇതിനെ നമ്മൾ പറയുന്ന 1:1 എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 25% നോക്കണ്ട, 50% നോക്കിയാൽ മതി. 50% റെസസീവ് തന്നെയാണ്. അപ്പോൾ ആൻസർ തേർഡ് ഓപ്ഷൻ. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. Which RNA picks up the specific amino acid from the amino acid pool in the cytoplasm of the ribosome during protein synthesis? നമുക്കറിയാം tRNA. tRNA is the adapter RNA. Or identify the wrong statement about DNA. The length of DNA is defined as the number of base pairs per present in it. Cytosine is a common to both DNA and RNA. DNA യിൽ കാണപ്പെടുന്നത് തൈമിനും RNA യിൽ കാണപ്പെടുന്നത് യുറാസിലുമാണ്. ബാക്കി അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന കോമൺ തന്നെയാണ്. In nucleotide, the nitrogen base is linked to phosphate group. Nitrogen base is linked with the phosphate group. ഒരിക്കലും വരത്തില്ല. പെൻഡോ ഷുഗറുമായിട്ടാണ് കണക്ഷൻ വരിക. തൈമിൻ is chemically 5-methyl uracil. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക 3 തന്നെയാണ്. നമുക്ക് നോക്കാം. ഒരു ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫോസ്ഫേറ്റ് പ്ലസ് ന്യൂക്ലിയോസൈഡ് ആണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് പെൻഡോ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ്, അവിടെ നേരെ പെൻഡോ ഷുഗർ, അവിടെ നേരെ നൈട്രജൻ ബേസ്. ഇവിടെ കാണപ്പെടുന്നത് ഗ്ലൈക്കോസിലിക് ബോണ്ടാണ്. ഈ കാണപ്പെടുന്നത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. പോളി ന്യൂക്ലിയോറ്റൈഡ് ആണ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണ? 3 പറഞ്ഞേക്കുന്നത് ന്യൂക്ലിയോറ്റൈഡ് ദ നൈട്രജൻ ബേസ് ഈസ് ലിങ്ക്ഡ് വിത്ത് പെൻഡോ ഷുഗർ, നോട്ട് എ ഫോസ്ഫേറ്റ്. Question number 43. What are those structures that appear as beads on string in the chromosome when viewed under electron microscope? ന്യൂക്ലിയോസോം ഉണ്ട്, ബേസ് പെയർ ഉണ്ട്, ജീൻസ് ഉണ്ട്, ന്യൂക്ലിയോറ്റൈഡ്സ് ഉണ്ട്. ന്യൂക്ലിയോസോംസ് തന്നെ നമുക്ക് അറിയാം. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA is wrapped with the positively charged histone octamer to form beads on string. That is called a nucleosome. So answer is nucleosome. Human insulin is being commercially produced by the transgenic species of. നമുക്കറിയാം ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്നത് 2 ചെയിനുകളാണെന്നും എ ചെയിനും ബി ചെയിനും. എയും ബിയും ചെയിനുകൾ തമ്മിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജറ്റ് കണക്ട് ചെയ്യുന്നുണ്ടെന്നും അറിയാം. ഇത് അമേരിക്കൻ കമ്പനി 1983 അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള എലിലിലി എന്തിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ നമ്മൾ എസ്ചെറിഷ്യ കോളി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ കോളി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്യുകയും അതിനുശേഷം ഡൈസൾഫൈഡ് സെപ്പറേറ്റ്ലി സിന്തസൈസ്ഡ് ഇൻ ഈക്കോളൈ ആണ്. അപ്പോൾ സോ ആൻസർ ഈസ് ഈക്കോളൈ. അതിൻ്റെ ഡൈസൾഫൈഡ് ബ്രിഡ്ജറ്റ് കണക്ട് ചെയ്തു. ഓക്കെ. In test cross, the progeny data shows the following percentage recombination between genes KLY. ഇത് നമ്മൾ നോക്കണ്ട. ഇത് നമുക്ക് ഇവിടെ ജീൻ അറേഞ്ച്മെന്റ് ആണ് പഠിക്കേണ്ടത്, ലിങ്കേജിനകത്താണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഇതിനകത്ത് ഏറ്റവും വലിയ പെർസെൻറ്റേജ് എത്രയും നോക്കുക. അപ്പോൾ 18 ആണ്. അത് തമ്മിൽ കെയും ഒയും തമ്മിലാണ് നമുക്കറിയാം. അത് 18 ആണെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ളത് എൽ ആണ്. അപ്പോൾ ഒയ്യും എല്ലും തമ്മിൽ ഒരു 11 പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം, കാരണം ഇതിൽ 11 കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ട് എൽ കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ജീൻ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒന്നുകിൽ KLY എന്ന് പറയുന്ന രീതിയിലായിരിക്കും, അല്ല എങ്കിൽ YLK ആയിരിക്കും. ശരി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 18 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 11 കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് 7 കിട്ടുന്നുണ്ട്. 18 അപ്പോൾ വലുത് ആദ്യം എഴുതിയിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ആൻസർ KLY ആയിരിക്കും, അല്ലെങ്കിൽ YLK ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KLY എന്ന് പറയുന്ന ഒരെണ്ണം കിട്ടുന്നുണ്ട്. അത് തേർഡ് ഓപ്ഷൻ തന്നെയാണ്. Restriction endonuclease are the enzymes which remove the nucleotides from the ends of the DNA molecules to make it the specific position within the DNA molecule. Restriction enzymes have a specific sequence and a specific site. അപ്പോൾ നമുക്ക് recognize a specific nucleotide sequence for binding DNA. തെറ്റാണ്. Restrict the actions of enzyme. ശരിയല്ലേ? Restriction endonuclease within. XO ആണെങ്കിൽ end.
For transformation, microparticles coated with the DNA to be inserted using നമുക്ക് അറിയാം gold and tungsten. Gold or tungsten. Direct question. Parthenogenesis exhibited by rotifers, honeybees and poultry. Poultry വരത്തില്ല, birds വേണമെങ്കിൽ പറയാം. Rotifers, honeybees and some lizards. Some lizards and birds like turkey പറയുന്നുണ്ട്. Turkey, earthworm വരത്തില്ല. Honeybees, poultry വരത്തില്ല. അപ്പോൾ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്ന rotifers, honeybees, some lizards and birds like turkey പറയാം. ഓർഗാനിസംസ് ശരിയല്ലേ? ഇവിടെ ലൈഫ് സൈക്കിളാണ് പറയേണ്ടത്. നിങ്ങൾ ഒരാളെ കൂടെ ആഡ് ചെയ്യണം. അത് ആരാണെന്ന് ചോദിച്ചാൽ ബട്ടർഫ്ലൈ തന്നെയാണ്. അത് നമുക്ക് കിട്ടുന്ന 1 to 2 weeks ആണ് കിട്ടുക. ശരിയല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്ന 5 പേരാണ്. ടെക്സ്റ്റ് നോക്കി തന്നെ പഠിക്കുക. ആ പ്രിന്റ് ചെയ്തിരിക്കുന്ന മാത്രം പഠിച്ചാൽ മതി. റീപ്രൊഡക്ഷൻ ഓർഗാൻസ് അതിൽ ബട്ടർഫ്ലൈ കൂടി നിങ്ങൾ ആഡ് ചെയ്ത് വേണം പഠിക്കേണ്ട. അങ്ങനെ 5 എണ്ണം പഠിക്കണം. ഓക്കെ. Find out the correct match pairs from the following. Micropropagation, the method of producing thousands of plants through tissue culture. True തന്നെയാണ്. Or the germplasm collection, the entire collection of plants and seeds having all the diverse alleles for genes in a present a given crop. ശരി തന്നെയാണ്. Biofortification, a plant breeding program that increases the nutritional quality and quantity, nutritional quality of a crop variety. True തന്നെയാണ്. Remedy for hidden hunger. Or the pure line, the progeny obtained from a single parent by continuous selfing or inbreeding. ശരി തന്നെയാണ്. SAP, microbial biomass rich in protein is called SAP from uni or multicellular organism. Uni or multicellular microbes. ഒരു മൈക്രോ ഫുഡ് ഒബ്റ്റൈൻഡ് ഫ്രം മൈക്രോ ഓർഗാനിസം, ന്യൂട്രിയൻ്റ് ഒബ്റ്റൈൻഡ് ഫ്രം മൈക്രോ ഓർഗാനിസം, പ്രോട്ടീൻ ഒബ്റ്റൈൻഡ് ഫ്രം മൈക്രോ ഓർഗാനിസം ഇസ് കോൾഡ് SAP എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ തന്നെയാണ്. അപ്പോൾ 1 2 3 and 3 4 and 5 ഇസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക. ആവശ്യമുള്ളതിന് മാത്രം നിങ്ങൾ കീയോ അല്ലെങ്കിൽ ഈ ഡിസ്കഷനോ ഡിപ്പെൻഡ് ചെയ്യുക. ബാക്കി സമയം കളയാതെ ബാക്കി ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു തീർക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഗോഡ് ബ്ലസ് യു. ബൈ. താങ്ക് യു. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾ ടോപ്പിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതായത് 7-ാം തീയതി നടന്ന ഹോൾ ടോപ്പിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ ഇന്നത്തെ ഹോൾ ടോപ്പിക്കിനകത്ത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ 2-3 ക്വസ്റ്റ്യൻസുകൾ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ NCERTയിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നത് തന്നെയാണ്. ഒന്ന് ചിന്തിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെക്ഷൻ എയിൽ നിന്നുള്ള ആദ്യത്തെ 35 ക്വസ്റ്റ്യൻസുകളാണുള്ളത്. അപ്പോൾ അതിലേക്ക് പോവാം. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ വോളിയം ഓഫ് എയർ a person can inspire after a normal expiration is equal to എന്നാണ് ചോദ്യം. This is a topic from the pulmonary volume. That is there are 4 pulmonary volumes and 5 capacities. Pulmonary capacities are there. അപ്പോൾ വോളിയംസുകൾ ടൈഡൽ വോളിയം ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, ആസ് വെൽ ആസ് ഏതുകൊണ്ട് ദാറ്റ് ഈസ് ദി റെസിഡ്യൂവൽ വോളിയം ഉണ്ട്. അതുപോലെ തന്നെ ദെൻ കപ്പാസിറ്റീസിൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. നമുക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ വോളിയം എന്നാണ് എങ്കിൽ നമ്മുടെ ആൻസറിൽ ഒന്നുകിൽ ICO അല്ലെങ്കിൽ ECO ആയിരിക്കും. ഇപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ എന്ന് പറയുമ്പോൾ ഏതാണ്? IC ആണ്. അപ്പോൾ ഇവിടെ എന്താണ് IC എന്നാണ് ചോദ്യം. പക്ഷേ ഓപ്ഷൻസുകളിൽ IC എന്താണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം IC ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും തമ്മിൽ ആഡപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ലഭിക്കുന്നത്.
അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അങ്ങനെ നൽകിയിരിക്കുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഫോർ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ERV പ്ലസ് ആർ വി എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ദെൻ TV പ്ലസ് IRV പ്ലസ് ERV എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി. ദെൻ IC പ്ലസ് FRC അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഹിയർ വി ഹാവ് ദി ആൻസർ that is option 1 tidal volume plus IRV. Clear? Moving to the next question. Next question is related to the topic, that is from the topic എന്ന് പറയുന്നത് നമ്മുടെ acetylcholine. Acetylcholine is released by, so this is a topic from synaptic transmission. At the synapse, അതായത് acetylcholine is released from എന്നാണ്. സിനാപ്സുകളിൽ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് അവൈലബിൾ ആകുന്നത്. അത് ഇപ്രകാരം: ഒന്ന് പ്രീ സിനാപ്റ്റിക് പാർട്ട്, ദിസ് ഈസ് കോൾഡ് എ പ്രീ സിനാപ്റ്റിക് പാർട്ട്. This is the post synaptic part, and in between there is a narrow gap, and that narrow gap is called a synaptic cleft എന്ന് അറിയപ്പെടുന്നു. In the presynaptic part, there you find certain vesicles. Is the presynaptic part ധാരാളം വെസിക്കിൾസുകൾ അവൈലബിൾ ആണ്. ആൻഡ് ദീസ് വെസിക്കിൾസ് ആർ ഫിൽഡ് വിത്ത് ചില കെമിക്കൽ മോളിക്യൂളുകൾ കൊണ്ട് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് കെമിക്കൽസുകളെ വിളിക്കുന്ന പേര് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. And the vesicles are called a synaptic vesicle. The neurotransmitter example ആയിട്ട് പറയുന്നതാണ് acetylcholine. So here ചോദ്യം acetylcholine is released. So when a stimulus is arriving to the presynaptic part, from that presynaptic part there is the release of the acetylcholine. അപ്പോൾ acetylcholine ഇവിടെ നിന്ന് ആണ് റിലീസ് ചെയ്യപ്പെടുന്നത്. സോ റിലീസ് ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ദറ്റ് ഈസ് ദ പ്രീ സിനാപ്റ്റിക് പാർട്ടിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. സോ അസറ്റൈൽകോളൈൻ ഈസ് റിലീസ്ഡ് ബൈ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, ബിക്കോസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലാണ് ഇത് ചെന്ന് ബൈൻഡ് ചെയ്യുന്നത്. പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, അതാണ് നമ്മുടെ ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2-ന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the following statement and find the wrong one. Wrong one ആണ് കണ്ടുപിടിക്കേണ്ടത്. And this is a question related to the locomotion and movement. അതിൽ skeletal systemവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. There are 3 pairs of vertebrochondral ribs. There are 3 pairs of vertebrochondral ribs. Vertebrochondral ribs are also called what? False ribsകൾ എന്നാണ് അറിയപ്പെടുന്നത്. False ribs. And the false ribsകൾ starting from the 8th, 9th and 10th pair. അപ്പോൾ 3 pair of vertebrochondral ribs, 3 ജോഡി പ്രസന്റ് ആണ്. So this statement correct statement ആണ്. Only 7 tarsals are present in each angle. In the hind limb, thigh region, femur is 1, knee patella എന്ന് പറയുന്ന സിംഗിൾ ബോൺ, ദെൻ ഷാങ്കിൽ ടിബിയ എന്നും ഫിബില എന്ന് പറയുന്ന 2 ബോൺ, അത് കഴിഞ്ഞിട്ട് ആംഗിളിനകത്ത് കാണുന്ന ബോണുകളെ വിളിക്കുന്ന പേര് ടാർസൽസ് എന്നാണ്. ആൻഡ് ദെയർ നമ്പർ ഈസ് 7. കാർപ്പൽസ് 8ഉം, അത് റിസ്റ്റില് കാർപ്പൽസ് 8ഉം ടാർസൽസ് 7ഉമാണ്. So that is also correct. Sphenoid is an unpaired cranial bone. Cranial bone total 8 in number. Which are the cranial bones? That is the frontal, that is this one. Then parietal, that is paired. Temporal, that is paired. Occipital, that is unpaired. And sphenoid and ethmoid, inner bones.
ആൻഡ് ദിസ് സ്പീനോയിഡ് ബോണിന്റെ കുഴിയാണ് സെല്ല ടാർസിക്ക. ആ കുഴിയിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ്. സോ ഹിയർ സ്പീനോയിഡ് ഈസ് ആൻ അൺപെയ്ഡ് ക്രേനിയൽ ബോൺ. യെസ്, പെയ്ഡ് ആയിട്ടുള്ള ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത് പെരൈറ്റലും ടെമ്പോറലും മാത്രമാണ്. അതും ശരിയാ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്? ജോയിന്റ് ബിറ്റ്വീൻ ദ വെർട്ടിബ്രേ, വെർട്ടിബ്രയുടെ ഇടയിലുള്ള ജോയിന്റ്, ആൻഡ് ദാറ്റ് ജോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. Intervertebral disc is made up of a fibrocartilage. അപ്പോൾ ഫൈബ്രോ കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് അതൊരിക്കലും ഫൈബ്രസ് ജോയിന്റ് അല്ല, ഇതൊരു കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. കാർട്ടിലേജ് ഉള്ള ജോയിന്റ് ആണ്. അപ്പോൾ കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുന്ന സ്യൂച്ചർ നമ്മുടെ സ്കൾ ബോണുകളുടെ ഇടയിലാണ് അതിന്റെ പ്രസൻസ്. അപ്പോൾ ജോയിന്റ് ബിറ്റ്വീൻ ഏത് വെർട്ടിബ്രേ ഈസ് a cartilaginous joint, but here it is written as the fibrous joint. So the wrong statement is the option 4. So question number 3 യുടെ right answer എന്ന് പറയുന്നത് option 4 ആണ്. Okay, moving to the next one. Choose the correct option showing species diversity of birds. ബേർഡ്സിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഓർഡർ ഏത് എന്നാണ്. നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റിയിൽ ട്രോപ്പിക്കൽ ഏരിയയിലാണ് കൂടുതൽ സ്പീഷീസ് ഉണ്ടെന്ന് കാണിക്കുവാൻ, ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് കാണിക്കുവാൻ നമ്മൾ ബേർഡ്സിൻ്റെ അതായത് ഏവിയൻ സ്പീഷീസിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് കൊളംബിയ, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ഇക്വേറ്റർ, ഹാസ് 1400 ബേർഡ് സ്പീഷീസ്. Then India around 1200 bird species. Then New York. In New York you studied about 105 bird species, and in Greenland that is almost in 70 degree north 56 species. ഇതാണ് നമ്മൾ പഠിച്ച ഓർഡർ. അപ്പോൾ ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കൊളംബിയ ഗ്രേറ്റർ ദാൻ, ഇന്ത്യ ഗ്രേറ്റർ ദാൻ, ന്യൂയോർക്ക് ഗ്രേറ്റർ ദാൻ, ഗ്രീൻലാൻഡ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ ഈസ് ഓപ്ഷൻ 4, ദറ്റ് ഈസ് കൊളംബിയ, ഇന്ത്യ, ന്യൂയോർക്ക്, ഗ്രീൻലാൻഡ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. പാർട്ട് or the parts of the digestive tract where protein digestion takes place is. നമുക്കറിയാം പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസുകളെ കളക്റ്റീവായിട്ട് പ്രോട്ടിയേസസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്രോട്ടിയേസസുകളിൽ അഥവാ പെപ്റ്റിഡേസസ് എന്നും വിളിക്കാം. പ്രോട്ടിയേസസ് അഥവാ പെപ്റ്റിഡേസസ്. ഓക്കെ, ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം അഥവാ പെപ്റ്റിഡേസസ്, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആയ പ്രോട്ടിയേസ് അഥവാ പെപ്റ്റിഡേസുകൾ എവിടെയെല്ലാം കാണപ്പെടുന്നു? വി ആർ ഫൗണ്ട് ദിസ് ഇസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഉണ്ട്. ദാറ്റ് ഈസ് ഇനാക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് ഫോം ദാറ്റ് ഈസ് പെപ്സിൻ ഉണ്ട്. ദെൻ റെനിൻ എന്ന് പറയുന്ന ഇൻഫൻസുകളിൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഉണ്ട്. ദെൻ പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്നവരാണ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇത് മൂന്നും ഇനാക്റ്റീവായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ എൻസൈമിൻ്റെ പേരായിട്ട് എഴുതിയിരുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ്. ദെൻ അതുപോലെ തന്നെ ഏതിലും ഉണ്ട്? സക്കസ് എൻഡറീക്കസിനകത്തും ഉണ്ട്. സക്കസ് എൻഡറീക്കസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ജ്യൂസിനകത്ത് കാണപ്പെടുന്നവരാണ് ഡൈപെപ്റ്റിഡേസ്, അമിനോ പെപ്റ്റിഡേസ് പോലെയുള്ള എൻസൈമുകൾ. ഡൈപെപ്റ്റിഡേസ്. അപ്പോൾ നമ്മൾ എൻസൈമുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. പക്ഷെ ചോദ്യം ഇതല്ല, പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് വെയർ പ്രോട്ടീൻ ഡൈജഷൻ ടേക്സ് പ്ലേസ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇതിൽ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പെപ്സിന്റെ ആക്ഷൻ വരുന്ന എവിടെയാ? ദാറ്റ് ഈസ് ഇൻ ദി സ്റ്റൊമക്ക്. അപ്പൊ സ്റ്റൊമക്കിൽ എന്തുണ്ട്? പ്രോട്ടീൻ ഡൈജഷൻ ഉണ്ട്. അപ്പൊ സ്റ്റൊമക്ക് ഉള്ള ഓപ്ഷൻസുകൾ ശ്രദ്ധിക്കണം. അപ്പൊ സ്റ്റൊമക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഇനി അടുത്തത് പാൻക്രിയാറ്റിക് ജ്യൂസും സക്കസ് എൻഡറീക്കസ്.
ഇത് രണ്ടിൻ്റെയും ആക്ഷൻ എന്ന് പറയുന്നത് ഡിയോഡിനം എന്ന് പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോട്ടിയേസസ് അഥവാ ഡൈജഷൻ ഓഫ് ദ പ്രോട്ടീൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റൊമക്കിലും ഡിയോഡിനത്തിലുമാണ് നടക്കുന്നത്. ഓറൽ ക്യാവിറ്റിയിൽ ഒരു കാരണവശാലും നടക്കത്തില്ല. ഓറൽ ക്യാവിറ്റിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആയ സ്റ്റാർച്ച് മാത്രമാണ്. വേറെ ആരും എവിടെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് എ ഡൈജസ്റ്റഡ് ഇൻ ദി ഓറൽ ക്യാവിറ്റി. ദെൻ സ്റ്റൊമക്കിൽ എത്തുമ്പോഴാണ് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ഡിയോഡിനം. സോ പാർട്ട് ഓർ ദ പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് വെയർ പ്രോട്ടീൻ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഈസ് സ്റ്റൊമക് ആൻഡ് ഡിയോഡിനം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6 ശ്രദ്ധിക്കുക. You have a situation where the pyloric sphincter is blocked. You would expect എന്നുള്ളതാണ്. പൈലോറിക് സ്പിൻഡർ ആണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൈലോറിക് സ്പിൻഡർ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് നോക്കാം. ദിസ് ഈസ് ദി ഈസോഫാഗസ് ആൻഡ് ദിസ് ഈസ് ദ J-shaped ആയിട്ടുള്ള region, that is the stomach, then followed by duodenum. നമുക്കറിയാം പൈലോറിക് സ്പിൻഡർ കാണപ്പെടുന്നത് പൈലോറിക് സ്റ്റൊമക്ക് വന്ന് ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന അവിടെയാണ് നമുക്ക് പൈലോറിക് സ്പിൻഡർ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു സ്പിൻഡർ ഉണ്ട്, ദാറ്റ് ഈസ് ദി കാർഡിയാക് സ്പിൻഡർ എന്ന് പറയും, ഓർ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിൻഡർ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, യു ഹാവ് എ സിറ്റുവേഷൻ വെയർ ദി പൈലോറിക് സ്പിൻഡർ ബ്ലോക്ക്ഡ് ആണ്. പൈലോറിക് സ്പിൻഡർ ബ്ലോക്ക്ഡ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കൈം നോട്ട് ടു ബി റിലീസ്ഡ് ഇൻ ടു ദ ഡിയോഡിനം. കൈമാണല്ലോ ഇവിടെ കാണപ്പെടുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? കൈം എന്ന് പറയുന്നത്. അപ്പൊ കൈം ഇങ്ങോട്ട് എത്തണമെങ്കിൽ പൈലോറിക് സ്പിൻഡർ വർക്ക് ചെയ്യണം. അപ്പൊ പൈലോറിക് സ്പിൻഡർ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? കൈം ഡു നോട്ട് റിലീസ്ഡ് ഇൻ ടു ഡിയോഡിനം. The bolus from the oral cavity not released into the stomach. അത് ഏത് ബ്ലോക്ക്ഡ് ആണെങ്കിലാണ്? കാർഡിയാക് സ്പിൻഡർ അഥവാ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ സ്പിൻഡർ ബ്ലോക്ക്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പം അതല്ല. The feces from the small intestine not reaches into the cecum and it is due to the block in ileocecal valve. Then chyme not to be released into the large intestine. ലാർജ് ഇൻഡസ്റ്റൈനിലേക്കല്ല കൈം റിലീസ് ചെയ്യുന്നത്, സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എടുക്കാൻ കഴിയുന്ന ചൂസിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. മാച്ച് ദി കോളം 1 വിത്ത് കോളം 2 ആൻഡ് ദോസ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കോളം 1 എന്ന് പറയുന്നതാണ് ഈ ABCD എന്ന് എഴുതിയിരിക്കുന്നത്. കോളം 2 1 2 3 4 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഹോർമോണുകളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യം തൈറോ കാൽസിറ്റോണിൻ. നമുക്കറിയാം തൈറോ കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോണാണ്. ഹൈപ്പോ കാൽഷ്യമിക് എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയ്ക്കുന്ന ആളാണ്. അടുത്തത് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഗ്ലൂക്കഗോൺ വന്നിട്ട് ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. അടുത്തത് ഇൻസുലിൻ. ഇൻസുലിൻ വന്നിട്ട് ഹൈപ്പോ ഗ്ലൈസീമിക് ആണ്. പിന്നെ PTH പറഞ്ഞിട്ടുണ്ട്. PTH TCTയുടെ ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് ഹൈപ്പർ കാൽസീമിക് ആണ്. സംശയം വരുമ്പോൾ നമ്മൾ ഇതുപോലെ എഴുതി നോക്കിയിട്ട് വേണം ആൻസർ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. തൈറോ കാൽസിറ്റോണിൻ ഹൈപ്പോ കാൽസീമിക് ഇഫക്റ്റ് ആണ്. സോ A3. ഗ്ലൂക്കഗോൺ ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. B4. PTH ഹൈപ്പർ കാൽസീമിക് ആണ്. C1. ആൻഡ് ഇൻസുലിൻ ഹൈപ്പോ ഗ്ലൈസീമിക് ആണ്. D2. ഇപ്പം A3, B4, C1, D2. So we can rightly choose answer option 4. Next one. Given these statements, choose the correct option stating true or false ones. This is a topic related to muscle contraction. അതിൽ ആ പ്രോട്ടീൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. Myosin head has active binding sites for actin, calcium and ATP. നമുക്കറിയാം കാൽഷ്യത്തിൻ്റെ ബൈൻഡിങ് സൈറ്റ് ഇരിക്കുന്നത് ദാറ്റ് ഈസ് ഇൻ ദി ട്രോപ്പോണിൻ മോളിക്യൂളിലാണ്. ഈ ആക്റ്റിൻ സൈറ്റ് ഉണ്ട്,
ATPയുടെ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, പക്ഷെ കാൽഷ്യത്തിൻ്റെ ബൈൻഡിങ് സൈറ്റ് നമ്മുടെ ഏതിനകത്തില്ല. ദറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി മയോസിൻ ഹെഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും ഫസ്റ്റ് ഫാൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. സെക്കൻഡിലേക്ക് പോവാം. ഇസഡ് ലൈൻ ബൈസെക്ട് ദി എച്ച് സോൺ. നോക്കൂ, എച്ച് സോൺ എന്ന് പറയുന്ന ഇതിനകത്ത് ദാറ്റ് ഈസ് മയോസിൻ മാത്രമുള്ള ഭാഗമാണ് എച്ച് സോൺ എന്ന് പറയുന്ന സോണ്. ആക്റ്റിൻ രണ്ട് സൈഡിലും ഇങ്ങനെ വരും. ഇവിടെ ബൈസെക്ട് ചെയ്ത് കാണുന്ന എച്ച് സോണിനെ ബൈസെക്ട് ചെയ്ത് കാണുന്ന ലൈൻ എം ലൈനാണ്. ഇസഡ് ലൈൻ ബൈസെക്ട് ചെയ്യുന്നത് ഏത് ബാൻഡിനെയാണ്? ദാറ്റ് ഈസ് ദി ഐ ബാൻഡിനെയാണ് ഇസഡ് ലൈൻ ബൈസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് ലൈൻ ബൈസെക്ട് ദി എച്ച് സോൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് ആകാം, സെക്കൻഡ് ആവാം, ഏതാവാം? ദാറ്റ് ഈസ് ദി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആവാം. അപ്പോൾ 3 അല്ല. അടുത്ത ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഈസ് പ്രിസീഡഡ് ബൈ ATP ഹൈഡ്രോളിസിസ്. കാരണം ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാകണമെങ്കിൽ മയോസിന്റെ ഹെഡ് വന്ന് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവണം? എനർജി വേണം. എനർജി വേണമെങ്കിൽ അവിടെ ATPയുടെ ഹൈഡ്രോളിസിസ് ആവശ്യമല്ലേ? സോ ദാറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അതും ആൻസറിൽ എത്താൻ പറ്റത്തില്ല. കാരണം ഇതിൽ 3 ട്രൂ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് മീറോസിൻ മേക്കപ്പ് ദ മയോസിൻ ടെയിൽ. നമുക്കറിയാം ഹെവി മീറോ മയോസിൻ എന്ന് പറയുന്ന HMM പാർട്ടും ലൈറ്റ് മീറോ മയോസിൻ എന്ന് പറയുന്ന LMM പാർട്ടും മീറോ മയോസിൻസിലുണ്ട്. അതിൽ ഹെഡ് ആം ദാറ്റ് ഈസ് ക്രോസ് ആം എന്ന് പറയുന്നത് ഹെവി മീറോ മയോസിനും ടെയിൽ ലൈറ്റ് മീറോ മയോസിനും ആണ്. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു, അത് അവോയ്ഡ് ചെയ്യാം. 3ഉം 4ഉം ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് ഇപ്പോൾ 2 അല്ലെങ്കിൽ 4. ഇപ്പോൾ ഡിസൈഡിങ് 5-മത്തതാണ്. ദ ഗ്ലോബുലാർ ഹെഡ് ഓഫ് മയോസിൻ മോളിക്യൂൾ ഈസ് ആൻ ആക്റ്റീവ് ATPase എൻസൈം. യെസ്, വെരി ഗുഡ്. കാരണം ATPaseന്റെ ആക്ടിവിറ്റി കാണിക്കുന്നത് മയോസിന്റെ ഹെഡാണ്. മയോസിന്റെ ഹെഡിൽ ATPയുടെ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. കൂടാതെ അതിനകത്ത് ATPase എൻസൈം പോലെ അത് ആക്ട് ചെയ്യുന്നു. ATP വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മയോസിന്റെ ഹെഡിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ATP ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ 1, 2 ആർ ഫാൾസ്, 3, 4, 5 ആർ ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 8 അവർ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. All clear? Next, the thin elastic membrane seen above the rows of hair cells of organ of Corti is called. Organ of Cortiയുടെ മേലെ കാണപ്പെടുന്ന സെല്ലുകൾ ഏത്? നമുക്കറിയാം ബേസിലാർ മെംബ്രെയിനിൽ റെസ്റ്റ് ചെയ്ത് കാണപ്പെടുന്ന സെല്ലുകളാണ് ഹെയർ സെൽസുകൾ വരുന്ന ഓർഗൻ ഓഫ് കോർട്ടി. ഓക്കെ, ഈ ഓർഗൻ ഓഫ് കോർട്ടിയുടെ മേലെയായിട്ട് കാണപ്പെടുന്ന ഒരു ജെലാറ്റിനസ് മെംബ്രെയിനാണ്. ആ ജെലാറ്റിനസ് മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയും. ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്കാല മീഡിയയും സ്കാല ടിമ്പാനിയും തമ്മിൽ വേർതിരിക്കുന്ന മെംബ്രെയിനാണ് ഇതാ. റെസിനസ് മെംബ്രെയിൻ എന്ന് പറയുന്ന സ്കാല മീഡിയയും സ്കാല വെസ്റ്റിബ്യൂളിയും തമ്മിൽ വേർതിരിക്കുന്നതാണ് അത്. ടിമ്പാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് മിഡിൽ ഇയറിന്റെ external earന്റെ demarcation ആണ്. But the thin elastic membrane seen above the row of hair cells of organ of Corti is called, that is option 4, tectorial membrane. Next one, select the wrong matching pair. ഇവിടെ ന്യൂട്രോഫിൽസിൻ്റെയും ഇതിൻ്റെയൊക്കെ കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ന്യൂട്രോഫിൽ ഏറ്റവും കൂടുതൽ കാണുന്ന RBC 60 to 65%. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റുകൾ വന്നിട്ട് 20 to 25%. അത് കഴിഞ്ഞിട്ട് WBCയിൽ കൂടുതൽ മോണോസൈറ്റുകളാണ് 6 to 8%. അതിൻ്റെ തൊട്ട് താഴെ കൂടുതലായിട്ട് വരുന്നത് ഈസ്നോഫിൽസുകളാണ്. ഈസനോഫിൽസ് ഏകദേശം ആൻസർ ആയി കഴിഞ്ഞല്ലോ.
2 to 3% ആണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഏറ്റവും ലീസ്റ്റ് അബണ്ടന്റ് WBC ആണ് ബേസോഫിൽ, ദറ്റ് ഈസ് 0.5 to 1%. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സെലക്ട് ദ റോങ് മാച്ചിങ് പെയർ. ന്യൂട്രോഫിൽസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈസ്നോഫിൽ തെറ്റിച്ച് പറഞ്ഞിരിക്കുന്നു, മോണോസൈറ്റും ലിംഫോസൈറ്റും കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. സോ ഹിയർ ആൻസർ ഓപ്ഷൻ 2 ആണ്. Question number 11. Plasma level of which hormone is at its highest during the luteal phase of the menstrual cycle? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 4 ഫേസിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ്. 14 ദിവസം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം കോർപ്പസ് ലൂട്ടിയം ഈസ് ദ ഗ്ലാൻഡ് ദാറ്റ് സെക്രീറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്റ്റിറോൺ അപ് ടു 10 weeks. ആഫ്റ്റർ ദാറ്റ് പ്ലാസന്റ ടേക്ക് ദ റോൾ. അപ്പോൾ ലൂട്ടിയൽ ഫേസിനകത്ത് ഏത് ഹോർമോണിൻ്റെ ലെവൽ കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LHൻ്റെ ലെവലും FSHൻ്റെ ലെവലൊക്കെ എന്ത് ചെയ്യുക ചെയ്യുന്നത് സാധാരണക്കാട്ടിയും കുറഞ്ഞു വരുന്നു. കാരണം അത് പീക്ക് ലെവലിൽ എത്തുന്നത് ഏത് സമയത്താണ്? ദാറ്റ് ഈസ് ഡ്യൂറിങ് ദി എൻഡ് ഓഫ് അല്ലെങ്കിൽ ടുവേഴ്സ് ദി എൻഡ് ഓഫ് ഫോളിക്കുലാർ ഫേസിലാണ്. അപ്പോൾ ഇവിടെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, ലൂട്ടനൈസിങ് ഹോർമോൺ ഉണ്ട്, അത് രണ്ടുമല്ല. പിന്നെയുള്ളത് പ്രൊജസ്റ്റിറോണും ഓക്സിറ്റോസിനുമാണ്. ഇതിൽ നിന്ന് നമുക്ക് റൈറ്റായിട്ട് ചൂസ് ചെയ്യാനുള്ളത് പ്രൊജസ്റ്റിറോൺ ആണ്. ഓക്സിറ്റോസിൻ അറ്റ് ദ എൻഡ് ഓഫ് ദി പാർച്യൂറിഷനിലാണ്, അല്ലെങ്കിൽ ദറ്റ് ഈസ് എൻഡ് ഓഫ് ദി ഗസ്റ്റേഷൻ ഓർ ബിഗിനിങ് ഓഫ് ദ പാർച്യൂറിഷനിലാണ് ഓക്സിറ്റോസിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നത്. അപ്പോൾ പ്ലാസ്മ ലെവൽ ഓഫ് വിച്ച് ഹോർമോൺ ഈസ് അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് ഡ്യൂറിങ് ദ ലൂട്ടിയൽ ഫേസ് ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ? ആൻസർ ഈസ് ഓപ്ഷൻ 3, ദറ്റ് ഈസ് പ്രൊജസ്റ്റിറോൺ. കോമൺ ആൻസിസ്റ്ററി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. കോമൺ ആൻസിസ്റ്ററി എന്ന് പറയുമ്പോൾ ഓർഗൻസ് ഏതായിരിക്കണം? ഹോമലോഗസ് ഓർഗൻസ് ആയിരിക്കണം, ഓർ ഡൈവേർജന്റ് എവല്യൂഷൻ ആയിരിക്കണം. ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലി സിമിലർ, ഫങ്ഷണലി ഡിഫറെൻറ്റ്. ഫങ്ഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് വിങ് ഓഫ് എ ബേർഡ് രണ്ടിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്. അതിനാൽ ഇവർ ഏത് ഓർഗൻസ് ആണ്? ദീസ് ബിലോങ്സ് ടു അനലോഗസ്. ഒക്ടോപ്പസിന്റെ കണ്ണും മാമൽസിന്റെ കണ്ണും ശ്രദ്ധിച്ചാൽ സെയിം ഫങ്ഷൻ ആണ്. സോ അനലോഗസ്. സ്വീറ്റ് പൊട്ടറ്റോ രണ്ടും ട്യൂബേഴ്സ് ആണ്, അനലോഗസ്. ബട്ട് തോൺസ് ഓഫ് ബൊഗെയിൻവില്ലയുടെ തോൺ ആർ യൂസ്ഡ് ഫോർ വാട്ട്? ഡിഫെൻസ്. ആൻഡ് ടെൻഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ട്. So we can say the function of these two are different. So they are examples of what? Homologous organs. Adinal in this question നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. തോൺ ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The visible colored portion of the eye is called. കണ്ണിൻ്റെ വിസിബിൾ കളേർഡ് പോർഷൻ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണിൻ്റെ നടുക്കായിട്ട് ഒരു സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഈ വിസിബിൾ ആയിട്ടുള്ള കളേർഡ് പോർഷനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ദിസ് കളേർഡ് പോർഷൻ വർക്ക് ലൈക്ക് ദി ക്യാമറ ഡയഫ്രം വിച്ച് ഈസ് കോൾഡ് ആസ് iris. So here answer is iris. The visible colored portion of the eye is what? Option 2, that is iris. Next one. Match the items in column 1 with those in column 2. These are all about the ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇത്. അതുപോലെ കുറച്ച് ഡ്രഗ്സുകളുടെ കേസുണ്ട്, കൂടാതെ തന്നെ നമ്മുടെ പ്രിഡേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് കൂടുതലും വന്നിരിക്കുന്നത്. ഓക്കെ, കലോട്രോപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബ്രൗസേഴ്സുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്, ദാറ്റ് ഈസ് കലോട്രോപ്പീസ്. സോ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്, സോ ഡി മാച്ച്ഡ് ആണ്. പോപ്പി പ്ലാന്റ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദാറ്റ് കെമിക്കൽ ഈസ് മോർഫിൻ ഈസ് ആൻ ഒപ്പിയോട്ടിക് നർക്കോട്ടിക്. സോ 2A. ലേഡി
ladybird beetle is used to control aphids. So it is a biocontrol agent. So we can say it as E. Acacia. In acacia there are thorns. Thorns is an example of morphological difference. So B. Peppered moth, that is Biston betularia, two forms, melanic as well as non-melanic forms, white wing and dark winged forms. So it is an example to show cryptic coloration or camouflage. So it is F. So here these are the escaping strategies of the predator. About 1V calotropis, 2A poppy plant, 3E ladybird beetle, 4B acacia and 5F, that is peppered moth in the case. So here answer is option 2, 1T, 2A, 3E, 4B and 5F. Okay. Next one. Which equation explains exponential growth? Exponential growth equation എന്ന് പറയുന്നത് dn by dt is equal to Rn. That is exponential growth equation, and its integrated formula is nt is equal to n0 e raised to rt. Here nt is the population density after a time t, n0 initial density, e base of natural logarithm, and its value is 2.71828. R is intrinsic rate of natural increase, and most of the population നമ്മളതിൻ്റെ values പഠിച്ചിട്ടുണ്ട്. ഫ്ലോർ ബീറ്റിലിന് 0.12, നോർവേ റാറ്റിന് 0.015 and human population 0.0205 in 1981. So natural increase. And what about the T? T is the time. So here which equation explain exponential growth? Exponential growth എന്ന് പറഞ്ഞാൽ resource unlimited ആകുമ്പോൾ population double size-ലാകുന്ന condition ആണ്. അത് equation ആകുന്നത് nt is equal to n0 e raised to rt. dn by dt is equal to ഇതെന്ന് പറയുന്നത് ലോജിസ്റ്റിക് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത്, ദാറ്റ് ഈസ് ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ. ആൻഡ് 3 ഉം 4 എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്, ദാറ്റ് ഈസ് അലക്സാണ്ടർ വോൺ ഹംബൾട്ട് വൈ എക്സ്പ്ലോറിംഗ് ത്രൂ ദ സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ വന്നപ്പോൾ ലോഗ് സ്കെയിലും മറ്റത് ഹൈപ്പർബോളിക് ഇക്വേഷനുമാണ്. സോ വിച്ച് ഇക്വേഷൻ എക്സ്പ്ലെയിൻസ് ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നുള്ള ചോദ്യം. സോ ഹിയർ അവർ ആൻസർ ഈസ് option 1, that is nt is equal to n0 e raised to rt. Clear? Next one. Question number 16 ശ്രദ്ധിക്കുക. Consider the following statement and choose the correct option. This is a topic from the പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ, ദാറ്റ് ഈസ് മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. Malarial parasite initially multiplies in the RBC and then invade liver cells. അങ്ങനെയാണോ പഠിച്ചത്? അല്ല. ഫസ്റ്റ്ലി അവർ അറ്റാക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദി ലിവർ സെൽ, ദെൻ ദേ ഇൻവേർഡ് ദി RBC. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അങ്ങനെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോളോയിങ് ഓപ്ഷൻസിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരി തെറ്റെന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നുണ്ട്. പക്ഷേ 2, 3, 4 ട്രൂ എന്നും 3 and 5 ട്രൂ എന്ന് പറഞ്ഞാലും 1 എന്ത് തന്നെയാണ്? റോങ് തന്നെയാണ്. എലഫന്റിയാസിസ് ഇസ് എ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ് കോസ്ഡ് ബൈ വുച്ചറേറിയ. എലഫന്റിയാസിസ് ഉണ്ടാക്കുന്നത് വുച്ചറേറിയയാണ്, പക്ഷെ അതൊരു ബാക്ടീരിയ അല്ല, അതൊരു ഹെൽമിന്ത് ഡിസീസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 2 ഫാൾസ് ആണ്. 2 ഫാൾസ് എന്ന് പറയുമ്പോൾ ഇതല്ല, കാരണം 2 ഇവിടെ ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 and 4 ഫാൾസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 1 എന്ന് പറയുന്നത് ഫാൾസ് ആണെന്ന് ഇവിടെ പറയുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ 1, 2 ഫാൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റോ ആയിരിക്കാം ശരി. ഡെങ്കു ആൻഡ് ചിക്കൻ ഗുനിയ ആർ വെക്ടർ ബോൺ ഡിസീസസ്. യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് ഡെങ്കു ഫീവർ എന്ന് പറയുന്നതും ചിക്കൻ ഗുനിയായും ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന വെക്ടർ കൊതുകാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പരത്തുന്നത്. സോ അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 3 ഇപ്പോഴും ആൻസർ ഇത് രണ്ടിൽ ഏതെങ്കിലും ആവാം. ടൈഫോയിഡ് ഈസ് ആൻ എയർബോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്.
ടൈഫോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ടൈഫോയിഡ് ഈസ് കോസ്ഡ് ബൈ സാൽമോണല്ല ടൈഫി ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് വാട്ടർ കണ്ടാമിനേഷനിലൂടെയാണ് അത് പകരുന്നത്. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് മാത്രമേ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ളൂ. ദെൻ ടെറ്റനസ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ. നമുക്കറിയാം ആൻറ്റി ടെറ്റനസ് സിറം ആസ് വെൽ ആസ് ആൻറ്റി വെനം, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? പാസീവ്, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണൈസേഷൻ, ദാറ്റ് ഈസ് ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസേഴ്സ് ആവശ്യമുള്ള സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പോൾ 3 and 5 ആർ ശരി എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ലാംപ്രേ, ഫ്രോഗ്, ലിസാർഡ്, ബേർഡ്? അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതേണ്ട രീതി അറിയാം. ലാംപ്രേ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ലിസാർഡ് ഉണ്ട്, ദെൻ എ ബേർഡ് ഉണ്ട്. ലാംപ്രേ ബിലോങ്സ് ടു സൈക്ലോസ്റ്റൊമേറ്റ, ഫ്രോഗ് ആംഫീബിയ, ലിസാർഡ് റെപ്റ്റീലിയ, മറ്റത് ബേർഡാണ്. ദേ ഓൾ വെർട്ടിബ്രേറ്റ് വിത്ത് പെയർഡ് ലിംസ് ഫോർ ലോക്കോമോഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഇവരിൽ സ്റ്റേറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ദേ ഓൾ വെർട്ടിബ്രേറ്റ് വിത്ത് പെയർഡ് ലിംസ് ഫോർ ലോക്കോമോഷൻ. എല്ലാവർക്കും പെയറായിട്ടുള്ള ലിംസുകളുണ്ട്. ബേർഡ്സിന് പെയർഡ് ലിംസ് ഉണ്ട്, ലിസാർഡ്സിനുണ്ട്, ആംഫീബിയൻസിനുണ്ട്. പക്ഷേ ലാംബ്രയ്ക്ക് പെയർഡ് ലിംസുകൾ ഇല്ല, അവർക്ക് പെയർഡ് ഫിൻസേ ഇല്ല. ഓൾ എക്സെപ്റ്റ് ബേർഡ് പൊസസ് എ 3 chambered ഹാർട്ട്. ബേർഡ്സിൻ്റെ ഹാർട്ട് 4 chambered ആണ്, ലിസാർഡ്സിൻ്റെ ഹാർട്ട് 3 chambered ആണ്, ഫ്രോഗിൻ്റെ ഹാർട്ട് 3 chambered ആണ്, ലാംബ്രെ ബിലോ ദ ഫിഷസ് ആണ്, സോ 2 chambered ഹാർട്ടാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഓൾ എക്സെപ്റ്റ് ലാംബ്രെ ലേ എഗ് ഓൺ ലാൻഡ്. അതായത് ലാംബ്രെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാ പേരും മുട്ട ലാൻഡിലേക്ക് ഇടുന്നു എന്നുള്ളതാണ്. ഓൾ എക്സെപ്റ്റ് ലാംബ്രെ ലേ എഗ് ഓൺ ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് വാട്ടറിലാണ്, ഇത് വാട്ടറിലാണ്, ഇത് ലാൻഡിലാണ്, ഇതും ലാൻഡിലാണ്. അപ്പോൾ ഇത് വാട്ടറിൽ എന്ന് പറയുമ്പോൾ അതും തെറ്റാ. ഓൺലി ലിസാർഡ് ആൻഡ് ബേർഡ് പൊസസ് സ്കെയിൽസ്. സ്കെയിൽസുകൾ ഇവിടെ ഉണ്ട്, ഇവിടെയും സ്കെയിൽസ് ഉണ്ട്, ഇവിടെ സ്കെയിൽസ് ഇല്ല, ഇവിടെ സ്കെയിൽസ് ഇല്ല. അപ്പോൾ ഓൺലി ലിസാർഡ് ആൻഡ് ബേർഡ്സ് ഹാവ് സ്കെയിൽസ്, അത് ശരിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബേർഡ്സിൻ്റെ ഫെദേഴ്സ് അല്ലേ, സ്കെയിൽസ് എവിടെയാണ്? കോഴി, നമ്മുടെ ബേർഡുകളുടെയൊക്കെ തൂവൽ കഴിഞ്ഞിട്ടുള്ള പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്കെയിലുകൾ ഇങ്ങനെ മഞ്ഞ കളറിൽ കോഴികളുടെ കാലിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അത് സ്കെയിൽസ് ആണ്. അപ്പോൾ ഫെദർ അല്ലാതെ അവർക്ക് സ്കെയിൽസ് ഹൈൻഡ് ലിംബിലുണ്ട്. എൻസിആർടിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് ട്രൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന കുറച്ച് എൻസിആർടി സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഇൻവോൾവ് സർക്കുലേറ്റിംഗ് ആൻറ്റിബോഡി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ആൻറ്റിബോഡീസുകൾ ഇല്ല, ശരി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നു. HIV കോസസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ ദ T ഹെൽപ്പർ സെൽ പോപ്പുലേഷൻ. അതായത് HIV ഫലമായിട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ T ഹെൽപ്പർ സെൽ കൗണ്ട്. T ഹെൽപ്പർ സെൽസിൻ്റെ കൗണ്ട് ക്രമാതീതമായിട്ട് കുറയുന്നു. ദറ്റ് ഈസ് 1000 എന്നുള്ളത് ഡിക്രീസ് ടു 200 ആകുമ്പോഴാണ് എയ്ഡ്സിൻ്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നത്. ഓൾ ബെനിങ് ട്യൂമേഴ്സ് ആർ മെറ്റാസ്റ്റാറ്റിക്. എല്ലാ ബെനിങ് ട്യൂമറുകളും മെറ്റാസ്റ്റാറ്റിക് ആണ്. ദാറ്റ് ഈസ് ആൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്. മോർഫീൻ ബൈൻഡ്സ് വിത്ത് കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. മോർഫീൻ ചെന്ന് ബൈൻഡ് ചെയ്യുന്നത് ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ ആണ്. അപ്പം അതും തെറ്റാ. അങ്ങനെയാണ് എങ്കിൽ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൻസറിലേക്ക് നമ്മൾ പോകണം. ദറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ.
Part of the brain that has control over breathing, heart rate and GI reflex. GI എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ റിഫ്ലക്സ്. ഇൻവോളണ്ടറി വിസറൽ ഓർഗൻസിൻ്റെ കൺട്രോൾ വരുന്നത് വാഗസ് നെർവിലാണ്. വാഗസ് നെർവ് മെഡുല ഒബ്ലോങ്കേറ്റയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ മെഡുല ഒബ്ലോങ്കേറ്റ്. അതായത് സെറിബെല്ലം കോർഡിനേറ്റ് മസ്കുലാർ മൂവ്മെന്റ്. ഹൈപ്പോതലാമസ് തെർമോസ്റ്റാറ്റ് ആണ്. ഹങ്കർ, തേഴ്സ്റ്റ്, ഓസ്മോളാരിറ്റി, ടെമ്പറേച്ചർ റെഗുലേഷൻ ആൻഡ് അലോങ് വിത്ത് ദ ഹിപ്പ് നമ്മുടെ ഏതാണ് ലിംബിക് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ദ കൺട്രോൾ അവർ ഇമോഷൻസ് ആൾസോ. ദെൻ amygdala, that is the defense castle, is a part of the limbic system, almond shaped structure that control our defense emotion like the pleasure, rage, aggression, excitement, etc., etc. So part of the brain that has control over breathing, heart rate and gastrointestinal reflex is option 2, that is medulla oblongata. Match the items in column 1 and column 2. ദറ്റ് ഈസ് ഒരു സൈഡിലെ സയൻറ്റിസ്റ്റ്, മറ്റേ സൈഡിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റോബർട്ട് മേ ആണ് ഗ്ലോബൽ സ്പീഷീസ് എസ്റ്റിമേഷൻ ഓഫ് 7 മില്യൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ റോബർട്ട് മേ ഗ്ലോബൽ എസ്റ്റിമേഷൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന 1B. നമ്മൾ ആൻസറിൽ എത്തിക്കഴിഞ്ഞു. കാരണം 1B എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പോൾ ഏർലിഷ് ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഇമ്പാക്ട് ഓഫ് ദ ലോസ് ഓഫ് സ്പീഷീസ് ടു ദ എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി. അതാണ് അതിൻ്റെ കണ്ടീഷൻ. സോ ഡി. അലക്സാണ്ടർ ഹംബോൾട്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ഐഡിയ ഓഫ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ജർമ്മൻ നാച്ചുറലിസ്റ്റ് അല്ലേ, ജിയോഗ്രാഫർ. ഡേവിഡ് ടിൽമാൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ലോങ് ടേം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് വേരിയേഷൻ ഇൻ total biomass by conducting long term outdoor plot experiments. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഏരിയ വിത്ത് മോർ സ്പീഷീസ് ഷോ ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ടോട്ടൽ ബയോമാസ് ഓർ പ്രൊഡക്ടിവിറ്റി. Gorgi F. Gauss, that is competition exclusion principle. So here he says that interspecific competition and its impact. So 1B, 2D, 3E, 4A, 5C, that is stated in option 4. Clear? Next one. Activated sludge in sewage treatment is subjected to. Activated sludge in sewage treatment. Sewage treatmentന് വിധേയമാകുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ നിന്നൊരു പാർട്ട് നമ്മുടെ എയറോബിക് ഡൈജസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് മെജോറിറ്റി പോർഷനെ നേരെ ഒരു അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റിൽ ഇട്ടിട്ട് ടു പ്രൊഡ്യൂസ് മീഥേൻ പോലെയുള്ള ബയോഗ്യാസ്. സീക്വൻഷ്യൽ ഫിൽട്രേഷൻ, anaerobic bacterial digestion, oxidation by aerobic microbe, sedimentation followed by disposal of water body. So here anaerobic sludge digester is അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡൈജഷന് വിധേയമാക്കിയിട്ട് അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ അതിനെ വർക്ക് ചെയ്തിട്ട് ദേ റിലീസസ് ബയോഗ്യാസ്. ഓക്കെ, സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 2. The quick and easiest way to identify a male cockroach is to look for the. പെട്ടെന്നൊരു കോക്രോച്ച് നിങ്ങളുടെ കണ്ണിന് മുൻപിൽ പെട്ടു. ആ കോക്രോച്ച് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ബൈ ദെയർ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. പ്രസൻസ് ഓഫ് ഫാലിക് ഗ്ലാൻഡ്. ഫാലിക് ഗ്ലാൻഡ് ഈസ് ആൻ ഇന്റേണൽ ഫീച്ചർ. പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് ആ കോക്രോച്ചിനെ എടുത്ത് നോക്കിയിട്ട് ഫാലിക് ഗ്ലാൻഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഡിസെക്ട് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ക്വിക്ക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് അല്ല. ക്വിക്ക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ സീയിങ് ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ? ലാർജ് സൈസ്. ലാർജ് സൈസ്ഡ് ദ ഫീമെയിൽസ് ആണ്, മെയിൽസ് അല്ല. ആബ്സെൻസ് ഓഫ് ഓവറി ആൻഡ് ഓവിഡക്ട് ഇസ് എ മെയിൽ ഫീച്ചർ, ബട്ട് അത് ഓവറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സൈസ് വെച്ചും ബുദ്ധിമുട്ടാണ്, കാരണം ചെറിയ സൈസുള്ള ഒരു കോക്രോച്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മെയിൽ ഏത് ഫീമെയിൽ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം അറിയാലോ. മെയിൽ കോക്രോച്ചിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ അബ്ഡോമനിൽ ഓഫ് ദ മെയിൽ കോക്രോച്ചിൽ മാത്രം കണ്ടുവരുന്ന സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് കോഡൽ സ്റ്റൈൽ അഥവാ ഏനൽ സ്റ്റൈൽ. സോ ക്വസ്റ്റ്യൻ നമ്പർ 22ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് കോഡൽ ഓർ ദ ഏനൽ സ്റ്റൈൽ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ.
incomplete closure of the tricuspid valve during the ventricular systole causes reverse flow of blood from tricuspid valve. ഓർക്കുക, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വാൽവാണ് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ക്ലോഷർ ആയി കഴിഞ്ഞാൽ റൈറ്റ് ഓറിക്കിളിലേക്ക് റൈറ്റ് വെൻട്രിക്കിൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് നടക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നു? റിവേഴ്സ് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് സംഭവിക്കുന്നു. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. അതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ റൈറ്റ് ഏട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ തെറ്റാണ്, കാരണം അത് ക്ലോഷർ അല്ലെങ്കിൽ റിവേഴ്സ് ഫ്ലോ അല്ലല്ലോ, ഒറിജിനൽ ഫ്ലോ ആണ്. റിവേഴ്സ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ഏട്രിയം. Part of the nephron that is not expected to be present in the renal pyramid. നെഫ്രോൺസിൻ്റെ കോർട്ടെക്സിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് ആണ് ബൊമാൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ്, PCT, DCT. മെഡുലയുടെ നെഫ്രോണിൻ്റെ ഏത് പോർഷനാണ് അവൈലബിൾ ആവുന്നത്? ഹെൻലീസ് ലൂപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ കുറച്ച് പാർട്ടുണ്ട്. അത് പല പല നെഫ്രോൺസിൻ്റെ ഭാഗമാണ്. ദെൻ വാസ റെക്റ്റ, ദറ്റ് ഈസ് ലൂപ്പ് ഓഫ് ഹെല്ലിക്ക് പാരലായിട്ട് കാണുന്ന ഇത്, ദറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് ആണ്. അപ്പോൾ പാർട്ട് ഓഫ് ദി നെഫ്രോൺ ദറ്റ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ബി സീൻ ഇൻ റീനൽ പിരമിഡ് എന്ന് പറയുന്നത് convoluted tubules, that is PCT, DCT, that is found in the cortex. മെഡുലയിൽ കാണുന്നത് ഹെൻലീസ് ലൂപ്പ് ഉണ്ട്, കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ പോർഷൻ ഉണ്ടായിരിക്കും, ദെൻ വാസ റെക്റ്റയും പ്രസൻ്റ് ആയിരിക്കും. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഗ്ലാൻസ് ആർ മോഡിഫൈഡ് എപ്പിത്തീലിയം. നമുക്കറിയാം സ്ക്വാമസ് എപ്പിത്തീലിയം ഒഴിച്ചുള്ള കൊളുമിനാർ ഓർ ദി കൊബോയിഡൽ എപ്പിത്തീലിയങ്ങൾ മോഡിഫൈ ചെയ്തിട്ടാണ് സിമ്പിൾ ഗ്ലാൻസും കോമ്പൗണ്ട് ഗ്ലാൻഡ്, യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, എക്സോക്രൈൻ, എൻഡോക്രൈൻ എന്നീ ഗ്ലാൻഡുകൾ ഉണ്ടായിരിക്കുന്നത്. മാട്രിക്സ് ഓഫ് ബോൺ ആൻഡ് കാർട്ടിലേജ് ഈസ് റിച്ച് ഇൻ കാൽഷ്യം സോൾട്ട്. മാട്രിക്സ് ഓഫ് ദ കാർട്ടിലേജ് that is chondroitin sulfate, it has no calcium, so that is the wrong statement. Gap junctions permit intercellular communication. Yes, of course, gap junctions intercellular communication available ആണ്. So that is the correct statement. Then blood is a fluid connective tissue without fibers in the matrix. Matrix of the connective tissues fibers ഇല്ല, പ്ലാസ്മയും ബ്ലഡ് സെൽസും മാത്രമേ ഉള്ളൂ. So that is also correct. അപ്പോൾ ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സോ സെക്കൻഡ് ആണ്. സോ അവർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. മാട്രിക്സ് ഓഫ് ബോൺ ഈസ് കാർട്ടിലേജും റിച്ച് ഇൻ കാൽഷ്യം സോൾട്സ് ഇല്ല. മാട്രിക്സിൽ കാൽഷ്യം സോൾട്സ് ബോണിലുണ്ട്, കാർട്ടിലേജിൽ ഇല്ല. കാൽഷ്യം ഉണ്ടായിരുന്നെങ്കിൽ കാർട്ടിലേജിന് എന്ത് കിട്ടിയേനെ? ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ട് ലഭിച്ചേനെ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കണ്ടുപിടിക്കുക. തെറാപ്സിഡ്സ് വെയർ മാമൽ ലൈക്ക് റെപ്റ്റൈൽസ്. തെറാപ്സിഡ്സ് എവല്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാമൽ ലൈക്ക് റെപ്റ്റൈൽ ഓഫ് ഏതാണ്? പാലിയോസോയിക് മീസോസോയിക് ഇറായിൽ ഡെവലപ്പ് ചെയ്തതാണ്. ശരിയാ. ബേർഡ് ഇവോൾഡ് ഫ്രം സോറോപ്സിഡ. നമുക്കറിയാം ഏർലി റെപ്റ്റൈൽസിൽ 2 പേരുണ്ട്, സോറോപ്സിഡ്സ് ആൻഡ് സിനാപ്സിഡ്സ്. സിനാപ്സിഡ്സിൽ നിന്നാണ് മാമൽസ് ഉണ്ടായത്, സോറോപ്സിഡയിൽ നിന്നാണ് ബേർഡ്സും ഇന്നത്തെ മോഡേൺ റെപ്റ്റൈൽസും എക്സ്റ്റിങ്ക്ട് ഡൈനോസേഴ്സും ഉണ്ടായത്. Coelacanth is an extinct lobe-finned fishes. Once they are thought to be extinct, but now they are critically endangered category ആണ്, not extinct. നമുക്ക് ഉറപ്പില്ല extinct ആണോ അല്ലയോ എന്ന് ഉറപ്പില്ല. സോ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സൂസ്റ്ററോഫിൽസ് വേർ ദ ഫസ്റ്റ് വാസ്കുലാർ പ്ലാൻ ഇൻ ദ ഫോസിൽ റെക്കോർഡ് അല്ലേ? നമ്മൾ പഠിച്ചതിൽ സൂസ്റ്ററോഫിലം, റൈന ടൈപ്പ് പ്ലാൻ, ദെൻ സൈലോഫേറ്റ് ഉണ്ട്. അതിൽ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്, ദാറ്റ് ഈസ് സൂസ്റ്ററോഫിലം. ഫോസിൽ റെക്കോർഡ് പ്രകാരം അവരാണ് ഏറ്റവും പ്രിമിറ്റീവ്. ഫോസിൽസ് ഓഫ് ഹോമോ ഇറക്ടസ് വെയർ ഒബ്റ്റൈൻഡ് ഓൺലി ഫ്രം ആഫ്രിക്ക. തെറ്റ്. കാരണം ഹോമോ ഇറക്ടസിന് എക്സാമ്പിളായ ജാവ മാനും പെക്കിംഗ് മാനും ഏഷ്യയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്, ആഫ്രിക്കയിൽ നിന്നല്ല. സോ ഹോമോ ഇറക്ടസ് ഓൺലി ഫ്രം ആഫ്രിക്ക എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പോൾ ഇവിടുത്തെ തെറ്റിയ സ്റ്റേറ്റ്മെന്റുകൾ 3ഉം 5ഉമാണ്.
So answer option 4, 3 and 5. Which of the following is triggered by a fall in glomerular blood pressure? Regulation on ortho blood pressure koreyukayo, GFR koreyukayo, blood flow koreyukayo cheyumbol reninde release നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. Renin is released from the activated juxtaglomerular apparatusle JG cells. So JG cells are activated and they release renin. Renin convert inactive angiotensinogen into angiotensin 1 then into angiotensin 2. Angiotensin 2 constrict the blood vessels and also stimulate the adrenal cortex to release aldosterone. Okay, so here answer is option 3. What causes dissociation of oxygen from hemoglobin in the tissues? ടിഷ്യൂസുകളിൽ കോൺസെപ്റ്റ് ഓർക്കുക, കണ്ടീഷൻ ഓർക്കുക. ലോ PO2, ഹൈ PCO2, high temperature, high HIN concentration, low pH. Okay, a fall in hydrogen ion concentration varilla, a rise in partial pressure of carbon dioxide, a rise in hydrogen ion concentration. So here answer എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. കാരണം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുന്നതും ഹൈഡ്രജൻ അയോൺ കൂടുന്നതും ഡിസോസിയേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ സംഭവിക്കുന്നുണ്ട്. സോ അറ്റ് ദ ടിഷ്യൂ ലെവലിൽ 3ഉം 2. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ്, എക്സ്പിരേഷൻ വുഡ് ഒക്കർ വെൻ. Expiration is a passive process and this passive process occurs when we are doing the relaxation of the inspiratory muscles. The inspiratory muscles are diaphragm and external intercostal muscles. When the diaphragm is relaxes, it became dome shaped and our thoracic volume decreases, and due to the relaxation of the external intercostal muscles, rib cage move down. So what is our answer? Rib cage moves down എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയഫ്രം മൂവ്സ് ഡൗൺ തെറ്റ്. ഇൻട്രാപൾമണറി പ്രഷർ ഇൻക്രീസസ്, ഇവിടെ ഡിക്രീസസ് എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് അല്ല, റിലാക്സ് ആണ്. സോ എക്സ്പിരേഷൻ വുഡ് ഒക്കർ വെൻ rib cage move down. When the rib cage is moving down, what will happen? Intrapulmonary pressure increases. So for question number 29, answer is option 1. Find the wrong matching. Animal kingdomമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഡെൻഡാലിയം, ദാറ്റ് ഈസ് ടസ്ക് ഷെൽ. യെസ്, കറക്റ്റ്. മിയഡ്രിന, ബ്രെയിൻ കോറൽ. കറക്റ്റ്. ആഡംസിയ, ആഡംസിയ ഈസ് സീ ആനിമൂൺ. ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒറീലിയാണ്. സോ ദിസ് ഈസ് അവർ ആൻസർ. എക്കൈനസ്, ദാറ്റ് ഈസ് സീ അർച്ചിൻ. അപ്പോൾ ഇവിടുത്തെ റോങ് പെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. ദാറ്റ് ഈസ് ആഡംസിയ, ജെല്ലി ഫിഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 31. Mycorrhizae is a symbiotic association between fungi and roots of higher plants. The fungal species that take part in this association is the glomus. And by this association, plant get phosphorus, water salinity tolerance, drought tolerance, resistance from root-borne diseases, and overall are increased in the plant productivity. While the fungi get shelter and prepared food, that is especially carbohydrate from the roots of plant. So we can say that mycorrhizae is a symbiotic association between fungi and roots of higher plants. So we can choose option 4 as the answer. Excretion is required for maintaining homeostasis of body fluid through regulation of their. During excretion, kidney has a role in removal of the excretory waste as well as maintaining the osmolarity of the blood up to 300 milliosmol per liter. So here it is through the regulation of their during excretion, the body fluid volume is regulated. Yes.
composition is regulated. Yes, pH is regulated. So we can rightly choose option 4 as the answer. ഇത് നമ്മുടെ റെഗുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുണ്ട്. വോളിയം റെഗുലേറ്റഡ് ആണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ റെഗുലേറ്റഡ് ആണ്, കോമ്പോസിഷൻ റെഗുലേറ്റഡ് ആണ്, പി എച്ച് റെഗുലേറ്റഡ് ആണ്. ഇതൊക്കെ റിലീസ് ചെയ്ത് വരുന്നതാണ് റാസ് മെക്കാനിസം ADH. Common name and zoological name are wrongly matched in. Kangaroo, that is kangaroo, zoological name is Macropus, so correct. Flying fox, oval, common bat, Pteropus, correct. Parrot, that is Psittacula. Parrot Psittacula. Aptenoides, polar bird, അഥവാ penguin ആണ്. So this is the wrongly matched pair. Vulture, Neophron, correct match. The animal with retain high concentration of urea for hypertonicity is. In the chapter excretion, among we are studying about the ureotelic animal. Some ureotelic animal are able to concentrate their body fluid by high concentration of urea in order to keep high osmolarity in the kidney matrix എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സം യൂറിയോടെലിക് ആനിമൽസിന്റെ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് കാർട്ടിലേജ് മീനായ ഷാർക്കിനെയാണ്. ക്ലിയർ? സോ ആൻസർ ഓപ്ഷൻ 3 ഷാർക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ടേം ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ദി ബയോമാഗ്നിഫിക്കേഷൻ. DDTയുടെ കേസ് നമ്മളിങ്ങനെ ഓരോ ലെവൽ സക്സസീവ് ലെവൽ കഴിയുമ്പോഴും DDTയുടെ ലെവൽ കൂടിക്കൂടി വരുന്ന അവസ്ഥ. ഗ്രോത്ത് ഓഫ് ഓർഗാനിസം ഡ്യൂ ടു ഫുഡ് കൺസപ്ഷൻ, increase in population size, blowing up of environmental issues by man, increase in the concentration of non-degradable pollutant as they pass through food chain. ശരിയല്ലേ? So that is the answer. What is the biodegradable material we are discussed as an example? That is DDT. Okay. Next, from the questions from section B is the figure-based question from the environmental issues. Label the parts. Here, what is the A? A is dust particles. Then what is B? B is this one, that is the grounded collected plate. Grounded plate. Then what about the C? C is negatively charged wire. And this is D, that is corona beam, discharge corona. So here we can rightly choose option 4 as the answer. It's a instrument electrostatic precipitate to remove particulate matter from the pollutants. At the point of discharge of sewage, question number 37. At the point of discharge of sewage discharge ചെയ്യുന്ന സ്ഥലത്ത് the dissolved oxygen is less than normal level. BOD is greater. Concentration of oxygen is lesser. So answer is option 4. എന്തുകൊണ്ടാണെന്നറിയാലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ? കാരണം ഡിസ്ചാർജിൻ്റെ അവിടെ പൊള്യൂട്ടൻസിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറവായാൽ BODയും കുറവായിരിക്കും. Predator help to reduce the intensity of competition between prey species, thereby help to maintain species diversity. The statement extracted from the NCERT. A typical example for this is given by the experiments with visiting flamingos of South American lake. No, competition on monarch butterfly competition, starfish disaster of the American Pacific coast. അവിടെ നമ്മൾ പഠിച്ചില്ലേ, സ്പീഷീസ് മെയിൻ എപ്പിസാസ്റ്റർ വെയർ റിമൂവ്ഡ് എക്സ്പെരിമെൻ്റലി വിത്തിൻ എ ഡെക്കേഡ്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് 10 ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസുകളാണ് അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റഡ് ആയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെലാനസ് ആൻഡ് ഷാത്മലാസ് അതും അല്ല, അത് കോമ്പറ്റീഷനാണ്. ഇതിൽ പ്രിഡേറ്ററിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓപ്ഷൻ 3 മാത്രമാണ്. സോ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 38 ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choosing from the following list, the most effective means of preventing conception is. താഴെ നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മോസ്റ്റ് ഇഫക്റ്റീവ് മീൻസ്.
കൊയിറ്റസ് ഇൻ്ററപ്റ്റസ് ഇഫക്റ്റീവ്നെസ് കുറവാണ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് ഇഫക്റ്റീവ് കുറവാണ്. കോണ്ടംസ് ചൂസിങ് ഫ്രം ദ ലിസ്റ്റ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മീൻസ് ഓഫ് പ്രിവെൻറ്റിംഗ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? ട്യൂബർ ലിഗേഷൻ ആണ്. ദറ്റ് ഈസ് പെർമനന്റ് മെത്തേഡ് അല്ലേ? പെർമനന്റ് മെത്തേഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ട്യൂബർ ലിഗേഷൻ. ദറ്റ് ഈസ് വാട്ട് വിച്ച് ഈസ് ആൻസർ ട്യൂബെക്ടോമി. കോണ്ടംസ് ഇഫക്റ്റീവ് ആണ്, പക്ഷേ മോസ്റ്റ് ഇഫക്റ്റീവ് മീൻസ് തന്നിരിക്കുന്നതിൽ ട്യൂബർ ലിഗേഷനെ ആൻസർ വരും. നെക്സ്റ്റ്, വാട്ട് ഡസ് ആൻ ഓവുലേറ്റഡ് oocyte ഫസ്റ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത്? ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഓവം വന്ന് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ദറ്റ് ഈസ് ഓവിഡക്റ്റ്. പക്ഷേ ഇവിടെ ഓവിഡക്റ്റിനെ കാട്ടി സ്പെസിഫൈ ചെയ്ത ഓപ്ഷൻസ് ഉണ്ട്. ഫിംബ്രിയുണ്ട്, ആംബ്യൂളയുണ്ട്, ഫിംബ്രിയ ഇസ്തമസ് യൂട്രസ് ഉണ്ട്. അപ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഓവിഡക്റ്റ് ആണെങ്കിലും നമ്മളെ മോസ്റ്റ് ചൂസ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഫിംബ്രിയ, കാരണം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലേ അതിനെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഓവിഡക്റ്റിനകത്തോട്ടാക്കുന്നത്. സോ ഹിയർ 40th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 2. എക്സ്പാൻഡ് BOD. BOD എക്സ്പാൻഡ് ചെയ്യുക. വാട്ട് ഈസ് BOD? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതാണ് BODയുടെ ഫുൾ ഫോം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ. Next question number 42. What is common to flatworm, roundworm and earthworm? What is common to flatworm, roundworm, earthworm? ഫ്ലാറ്റ്വേമിനും റൗണ്ട്വേമിനും എർത്തുവേമിനും കോമൺ ആയിട്ടുള്ള ഫീച്ചർ ഏത് എന്നാണ് ചോദ്യം. മെറ്റാമെറിക് സെഗ്മെന്റേഷൻ അത് എർത്തുവേമിന് മാത്രമേ ഉള്ളൂ, റൗണ്ട് വേംസിന് ഇല്ല. ഇന്നത്തെ ചോദ്യം വന്നാൽ അറിയാലോ, ഫ്ലാറ്റ് വേം, റൗണ്ട് വേം, എർത്തുവേം. മെറ്റാമെറിക് സെഗ്മെന്റേഷൻ എർത്തുവേമിലുണ്ട്, ഇവർക്കില്ല. പ്രസൻസ് ഓഫ് 3 germ layers ഫ്ലാറ്റ് വേമിനുണ്ട്, റൗണ്ട് വേമിനുണ്ട്, എർത്തുവേമിനുണ്ട്. ക്ലോസ്ഡ് സർക്കുലേഷൻ എർത്തുവേമിനുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കുമില്ല. നെഫ്രീഡിയ എർത്തുവേമിനുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കുമില്ല. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫീച്ചർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2, പ്രസൻസ് ഓഫ് 3 germ layers. ബിക്കോസ് ഇവർ 3 പേരും ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കറക്റ്റ് പെയർ. താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായിട്ടുള്ള പെയറിംഗ് സെലക്ട് ചെയ്യുക. അൻസൈലോസ്റ്റോമ പാരസൈറ്റിക് ഫ്ലാറ്റുവേം. അൻസൈലോസ്റ്റോമ ഒരു പാരസൈറ്റിക് ഫ്ലാറ്റുവേം ആണ്. ശരിയോ തെറ്റോ? അൻസൈലോസ്റ്റോമ പാരസൈറ്റിക് ഫ്ലാറ്റുവേം ആണോ? അല്ല, കാരണം പാരസൈറ്റിക് ആണ്, പക്ഷെ അതൊരു റൗണ്ട് വേം ആണ്. നെക്സ്റ്റ്, ലോക്കസ്റ്റ ഗ്രിഗേറിയസ് ഇൻസെക്റ്റ് വിത്ത് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫ് ഉള്ളത് ഹണി ബീസിനാണ്, ഇത് സോഷ്യൽ ലൈഫ് അല്ല. നമ്മൾ കാപ്പാൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, എല്ലാം കൂടെ വന്നിട്ട് ഗ്രൂപ്പായിട്ട് അവരേതെങ്കിലും സോഷ്യൽ ലൈഫ് കാണിക്കുന്നുണ്ടോ? ഇല്ല. സോ ഗ്രിഗേറിയസ് ആണ്, പക്ഷെ സോഷ്യൽ ലൈഫ് അല്ല. പിങ്ഡാഡ മൊളസ്ക വിത്ത് ഇന്റേണൽ ഷെൽ. നമ്മുടെ പേളോയിസ്റ്റിൻ്റെ ഷെൽ വെളിയിലാണ്, ഇന്റേണൽ ഷെല്ലാണോ? അല്ല, അപ്പം അതും തെറ്റാ. ആസ്റ്ററിയസ് ഡെർമൽ ഓസിക്കിൾസ് വിത്ത് സ്പൈൻസ്. അതായത് ആസ്റ്ററിയസിൻ്റെ എക്കേനോഡെർമേറ്റ് ആണ്, സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്നാണ് എക്കേനോഡെർമേറ്റ് വിളിക്കുന്നത്. ഡെർമൽ ഓസിക്കിൾസ് അവിടെ പ്രസന്റ് ആണ്. സോ ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഫൈൻഡ് ദ കറക്റ്റ് പെയറിംഗ്. ആസ്റ്ററിയസ് ഡെർമൽ ഓസിക്കിൾസ് വിത്ത് സ്പൈൻസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് വൺ, ഫ്രഷ്ലി ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻ്റർ ദ ഹാർട്ട് ത്രൂ ദി. ഫ്രഷ്ലി ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ത്രൂ ദ. ഫ്രഷ്ലി ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻ്റർ ദ ഹാർട്ട് ത്രൂ ദി ലെഫ്റ്റ് ഏട്രിയം ആൻഡ് പംപ്ഡ് ത്രൂ എവിടെയാണ്? അയോർട്ട. സോ ലെഫ്റ്റ് ഏട്രിയം, അയോർട്ട. ഫ്രഷ്ലി ഓക്സിജൻ ഹാർട്ടിലേക്ക് എത്തുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിൽ, കാരണം പൾമണറി വെയിൻ വന്ന് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ്, ആൻഡ് അത് പമ്പ് ഔട്ട് ചെയ്യുന്നത് അയോർട്ട വഴിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ് വിത്ത് ക്ലോസ്ഡ് സർക്കുലേഷൻ. ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കണം, സീലോമേറ്റ് ആയിരിക്കണം, ക്ലോസ്ഡ് സർക്കുലേഷൻ ആയിരിക്കണം. പ്ലാറ്റി എലിമെന്റസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, പക്ഷേ സീലോമേറ്റും അല്ല, ക്ലോസ്ഡ് സർക്കുലേഷനും അല്ല. ആഷ് എലിമെന്റസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, പക്ഷേ സീലോമേറ്റ് അല്ല, ക്ലോസ്ഡ് സർക്കുലേഷൻ അല്ല. അനലിഡ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ്. ആർത്രോപോഡയിൽ സർക്കുലേഷൻ ഓപ്പൺ ടൈപ്പ് ആണ്. സോ 45th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഓപ്ഷൻ 3 ആണ് എടുക്കാൻ കഴിയുന്നത്, ദറ്റ് ഈസ് അനലിഡ. നെക്സ്റ്റ് വൺ,
Question number 46. Choose the wrong statement. Cockroach has trachea but no gills. കോക്രോച്ചിൽ ട്രക്കിയ ഉണ്ട്, ഓക്കെ, പക്ഷേ ഗിൽസുകൾ ഇല്ല. അപ്പം അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നീരിസിന് പാരപ്പോഡിയ ഉണ്ട്, പക്ഷേ ഫ്ലെയിം സെൽസ് ഇല്ല. യെസ്, കാരണം അനലിഡയിൽ നെഫ്രീഡിയാണ്, പ്രോട്ടോനെഫ്രീഡിയ അഥവാ ഫ്ലെയിം സെൽസ് അല്ല. പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസുകൾ കാണപ്പെടുന്നത് ഫ്ലാറ്റ് വേംസുകളിലാണ്. അപ്പോൾ അതും കറക്റ്റാണ്. പൈലയ്ക്ക് റാഡുലയുണ്ട്, ബട്ട് നോ മാൽപീജിയൻ ട്യൂബ്യൂൾ. യെസ്, അതും കറക്റ്റാണ്. കാരണം പൈല എന്ന് പറയുന്ന മൊളസ്കയ്ക്ക് റാഡുല പ്രസൻ്റ് ആണ്, പക്ഷേ മാൽപീജിയൻ ട്യൂബ്യൂൾ ഇൻസെക്റ്റുകളുടെ ക്യാരക്ടറാണ്. ഫാസിയോളയ്ക്ക് ഫ്ലെയിം സെൽസ് ഉണ്ട്, പാരസൈറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, അതുകൊണ്ട് സക്കേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. പാരസൈറ്റിക് ഫ്ലാറ്റ് വേംസുകൾ സക്കേഴ്സ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ 4. റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടേ? Question number 47. LNG20 is a LNG20 levonorgestrel hormone releasing IUD. ആൻസർ ഏതാണ്? ഹോർമോൺ റിലീസിങ് IUD. യെസ്. In human, which process would normally not occur within the first 2 months after the process of fertilization? ഹ്യൂമൻസുകളിൽ would normally not occur in first 2 months of process after the process of fertilization. മൈറ്റോസിസ് എന്തായിരുന്നു നടക്കണം? കാരണം സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം മൾട്ടി സെല്ലുലർ ആയിട്ട് മാറണമെങ്കിൽ മൈറ്റോസിസ് നടക്കണം. മെൻസ്ട്രുവേഷൻ നടക്കാൻ പാടില്ല. ഇംപ്ലാന്റേഷൻ നടക്കണം. ഡിഫറൻസിയേഷൻ ഇൻറ്റു എക്ടോഡം, എൻഡോഡം, മീസോഡം സെൽസുകളുടെ ഡിഫറൻസിയേഷനും നടക്കണം. അപ്പോൾ ഇൻ ഹ്യൂമൻ വിച്ച് പ്രോസസ് വുഡ് നോർമലി നോട്ട് ഒക്കർ വിത്തിൻ ദ ഫസ്റ്റ് 2 months ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് ഓപ്ഷൻ 2, ദാറ്റ് ഈസ് മെൻസ്ട്രുവേഷൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി ഫോളോയിങ് ഫുഡ് ചെയിൻ വിച്ച് ഈസ് ദ സെക്കൻഡറി കാർണിവോർ? താഴെ നൽകിയിരിക്കുന്നതിൽ സെക്കൻഡറി കാർണിവോർ ആര് എന്നുള്ളതാണ്. ഗ്രാസ് പ്രൊഡ്യൂസറാ. ഗ്രാസ് ഹോപ്പർ ഹെർബിവോർ ആണ്, സോ പ്രൈമറി കൺസ്യൂമറാ. ലിസാഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കാർണിവോറ, പ്രൈമറി കാർണിവോറ. സ്നേക്ക് ഈസ് ദ സെക്കൻഡറി കാർണിവോർ. സോ ഹിയർ ആൻസർ ഈസ് സെക്കൻഡറി കാർണിവോർ ഓർ ടെറിഷറി കൺസ്യൂമർ, that is the option 1, that is snake. Next question, number 50. The rate at which new organic matter is formed by an ecosystem consumers is called. നേരത്തെ കണ്ടുപിടിച്ചിരുന്നത് ഫോംഡ് ബൈ ആൻ എക്കോസിസ്റ്റം, ന്യൂ ഓർഗാനിക് മാറ്റർ. അവിടെ ശ്രദ്ധിക്കണം, കൺസ്യൂമർ കാറ്റഗറി ഉണ്ട്. കൺസ്യൂമറിൽ ഉണ്ടാകുന്ന ബയോമാസ് പ്രൊഡക്ഷനെ നമ്മൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹോൾ ടോപ്പിക് എക്സാമാണ് ഡിസ്കസ് ചെയ്തത്. 8-ാം തീയതി ഒരു ഹോൾ ടോപ്പിക് എക്സാമും കൂടെയാണ്, പിന്നെ നിങ്ങൾക്ക് റിഹേഴ്സൽ എക്സാമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 12-ാം തീയതി എന്തായിരുന്നാലും എന്ത് നടക്കും? നീറ്റ് എക്സാം നടക്കും. ഹർജി സുപ്രീം കോടതിയിൽ പോയ ഹർജികളെല്ലാം തള്ളിക്കഴിഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും 12-ാം തീയതി നീറ്റ് എക്സാം നടക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഡ്മിറ്റ് കാർഡൊക്കെ എടുത്ത് നന്നായിട്ട് അവരുടെ സെൻറ്ററുകളിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുന്നേ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.